ഫാമിലി നമ്മുടെ മോഡൽ എക്സാം ആണ് നാളെ അല്ലേ. +1 മോഡൽ എക്സാം ഇങ്ങ് എത്തി. പറഞ്ഞ് ഇപ്പോൾ വർഷം തുടങ്ങിയതേ ഓർമ്മയുള്ളൂ. അപ്പോഴേക്കും നിങ്ങളുടെ മോഡൽ ഇങ്ങ് എത്തി. സാറിന് ഹൈറ്റ് ഇവിടെ കുറച്ച് കുറവായതുകൊണ്ട് തലയൊക്കെ കട്ടാവും. സാറിന് വേണേ കുറച്ച് കുനിയനായിട്ടൊക്കെ ഇങ്ങനെ താഴ്മയോടെ നിൽക്കാം, കുഴപ്പമൊന്നുമില്ല. എപ്പോഴും ഈ കൊമ്പത്ത് നിൽക്കണം എന്നില്ലല്ലോ, ഭൂമിയിലേക്ക് ഇറങ്ങാലോ. എന്താ തോളോട് തോള് അങ്ങനെ ചേർന്ന് നിൽക്കാലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഷോ ക്വസ്റ്റ്യൻസ് നോക്കണം അല്ലെ. നാളെ നിങ്ങളുടെ എക്സാമിന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ടൈപ്പ് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അതായത് ഇതേ ക്വസ്റ്റ്യൻസ് അല്ല, ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് എന്തായാലും കാണാൻ വേണ്ടി പറ്റുക. ഇതേ ക്വസ്റ്റ്യൻസിലുള്ള ടോപ്പിക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. കാര്യങ്ങളൊക്കെ നോക്കി വെച്ചിട്ട് തന്നെ പോവുക. എന്നാൽ നല്ല രീതിക്ക് നിങ്ങൾക്ക് നാളെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതൊരു ഡൗട്ട് വേണ്ട. പിന്നെ ആദ്യം വേറൊരു കാര്യം ചെയ്യാ, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കൊമേഴ്സിലെ കുട്ടികൾ എന്ന് പറയുമ്പോൾ ഇത്രയൊന്നും അല്ല, ഇത് വളരെ തുച്ഛമായ കുട്ടികൾ മാത്രമേ ഇവിടെ എത്തിയിട്ടുള്ളൂ. ഇതല്ല ശരിക്കും കൊമേഴ്സ് എന്ന് പറയുമ്പോൾ. ഒത്തിരി പേര് കൊമേഴ്സിലെ കുട്ടികൾ വരാറുണ്ട്, പ്രത്യേകിച്ച് +1 തുടക്കം തന്നെ നിങ്ങളിങ്ങനെ സൈഡാവല്ലേ, നിങ്ങളെല്ലാവരും വിളിച്ച് വരൂ. നിങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പിലൊന്നും ഇടണ്ട, അല്ലാതെ നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ട് ഗ്രൂപ്പ് ഉണ്ട്, നിങ്ങൾക്ക് സ്റ്റോറി വെക്കാം. വേണമെങ്കിൽ സ്റ്റോറി ഒക്കെ വെച്ചോളൂ കേട്ടോ. അല്ലേ, ഞങ്ങൾ വേണമെങ്കിൽ പോസ്റ്റ് ചെയ്ത് നിന്നേരാ. ഇതൊക്കെ സ്ക്രീൻഷോട്ട് എടുക്കാം, സ്റ്റോറി വെക്കാം. ഓക്കെ, കഴിഞ്ഞ എക്സാമുകളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ഒന്ന് പറഞ്ഞേ. ആരെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞേ. ഇപ്പൊ പറയും ഞങ്ങളോട് പറയാൻ വേണ്ടിട്ടല്ല, എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ നോക്കുക. നിങ്ങൾ പഠിച്ചതൊക്കെ എത്രത്തോളം ഉണ്ട്, എങ്ങനെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി, ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മോഡൽ എക്സാമിന് നോക്കുക. കാരണം അതുപോലെ തന്നെയായിരിക്കും പബ്ലിക് എക്സാം. അപ്പൊ അതിന്റെ മേലെ പോണ്ടേ നമുക്ക്. തീർച്ചയായിട്ടും നോക്കി വെച്ചോളാം. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം, ഈ ഒരു സമയത്ത് ഈ ഒരു എക്സാം ടൈമില് അല്ലെ, എക്സാമിന്റെ സമയം മാത്രം നിങ്ങൾ ഫേസ് ചെയ്യുന്ന മെയിൻ ഇഷ്യൂ ആയിരിക്കും ടൈം മാനേജ്മെന്റ് ഇല്ല എന്നുള്ളത്. ഇപ്പൊ നിങ്ങൾ കുറെ പഠിച്ചു പോയിട്ടുണ്ടാവും, പക്ഷെ അതെല്ലാം നിങ്ങൾക്ക് വേണ്ട രീതിയിൽ പേപ്പറിലേക്ക് എഴുതാൻ വേണ്ട സമയം കിട്ടാത്ത പ്രശ്നമുണ്ട്. പലരും പറയുന്നുണ്ട് എനിക്ക് ടൈം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു കാര്യം വെച്ച് ഡിസപ്പോയിന്റഡ് ആയിട്ട് പോകുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ടൈം മാനേജ്മെന്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് എഴുതി പ്രാക്ടീസ് ആക്കിയാൽ മാത്രമേ ടൈം മാനേജ്മെന്റ് ഉണ്ടാവുള്ളൂ. പിന്നെ നിങ്ങൾ ആദ്യം മനസ്സിൽ ഉറപ്പിക്കണം, നിങ്ങൾക്ക് എത്ര മാർക്കിനാണോ ക്വസ്റ്റ്യൻ ചോദിച്ചത് ആ മാർക്കിനുള്ള പോയിന്റ്സ് മാത്രം കൊടുത്താൽ മതി. പിന്നെ സ്പീഡിൽ എഴുതി നിങ്ങൾക്ക് എന്ത് വേണം, ഒരു കുറച്ച് നിങ്ങൾ തന്നെ ഒന്ന് മാനേജ് ആവാനുണ്ട് അല്ലേ. അപ്പോൾ അതിന് പറ്റിയ കാര്യമാണ് എക്സാംസ് ഇങ്ങനെ അറ്റൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത്. അപ്പോൾ എക്സാം നിങ്ങൾക്ക് ഇപ്പോൾ ചിലപ്പോൾ സ്വന്തമായിട്ട് എക്സാംസ് കണ്ടെത്തി നിങ്ങൾ തന്നെ സ്വയം പരീക്ഷ നടത്താമെന്ന് പറയുന്നത് വെറുതെയാണ്. അത് നടക്കില്ല, കൺസിസ്റ്റൻ്റ് ആയിട്ട് ആർക്കും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സപ്പോർട്ട് വേണം അല്ലെ. ഇപ്പോൾ ടെസ്റ്റ് പേപ്പേഴ്സ് ഒക്കെ കിട്ടുന്ന സ്ഥലങ്ങൾ അതുപോലുള്ളതാണ് നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ബാച്ചിൻ്റെ അകത്ത് നിങ്ങൾക്ക് വർക്ക് ഷീറ്റ് ഉണ്ട്, നോട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. നോട്ട് നിങ്ങൾക്ക് കിട്ടും, ക്ലാസ്സും നിങ്ങൾക്ക് കിട്ടും. അത് മാത്രമല്ലാതെ നിങ്ങൾക്ക് വേണ്ട കാര്യമാണ് എന്ത്, എക്സാംസ് അല്ലേ, ടെസ്റ്റ്. അപ്പോൾ ഓരോന്നിൽ എന്തുണ്ട്, വർക്ക് ഷീറ്റ് വരുന്നുണ്ട്. വർക്ക് ഷീറ്റ് എന്ന് പറയുമ്പോൾ യൂണിറ്റ് ടെസ്റ്റ് പോലെയാണ് നടത്തുന്നത്. അപ്പോൾ ഓരോ ചാപ്റ്ററിന് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാനുള്ള സ്പേസ് അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരിക്കും, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾ മനസ്സിലാവും. അതുപോലെ തന്നെ അറ്റൻഡ് ചെയ്തിട്ട് എത്രമാത്രം ടൈം എവിടെയൊക്കെ പോകുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ക്ലിയർ, സെറ്റ്. അപ്പോൾ ബാച്ചിൽ പിന്നെ അതുപോലെ തന്നെ ഈ വർഷമല്ല കേട്ടോ, ഇനി അടുത്തൊരു വർഷം കൂടെ വരാനുണ്ട്, അതും അറിയാലോ. അപ്പോൾ നന്നായിട്ട് പഠിക്കണം. തീർച്ചയായിട്ടും സപ്പോർട്ട് വേണ്ട കുട്ടികളാണെങ്കിൽ സപ്പോർട്ട് എടുക്കണം. ഓക്കെ, ക്ലിയർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ക്ലിയർ അല്ലേ? കാണാനും കേൾക്കാനും എല്ലാം പറ്റുന്നില്ലേ? വേഗം പഠിപ്പിക്കാനൊക്കെ പഠിക്കാൻ മുട്ടി നിൽക്കുന്നവരുണ്ട്. ആർദ്രയൊക്കെ വന്നിട്ടുണ്ട്. ആർദ്രേനെ മാത്രം എനിക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും, കാരണം ഒരു സ്പെഷ്യൽ സ്റ്റൈലാണ് ആൾക്ക് എഴുതുന്നത്. പറയാൻ പോകുന്ന ടോപ്പിക്സ് ഒക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക, അത് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസിലുള്ള ടോപ്പിക്സ് ഒന്നും മിസ്സാക്കാൻ പാടില്ല. നാളെ പോകുമ്പോ അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കുക. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് കുറച്ച് കട്ടിയായിട്ടുള്ള ചാപ്റ്ററിൽ നിന്ന് തുടങ്ങാം. ഒറ്റ മിനിറ്റ്. സെറ്റ്. അപ്പോൾ ഫോർമേഷൻ ഓഫ് എ കമ്പനിയിൽ നിന്ന് ആദ്യം തുടങ്ങാം. അത് വേറെ ഒന്നും കൊണ്ടല്ല, കാരണം കുറച്ച് ബുദ്ധിമുട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ അതിൽ നിന്ന് വേണം ആദ്യം കുറേ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ. കാരണം നിങ്ങളെ കുറച്ച് കഴിഞ്ഞ് കിട്ടില്ല, പലരും കുറച്ച് കഴിഞ്ഞ് വേറെ ഏതോ ഒരു വേൾഡിലേക്ക് പോകും, നിങ്ങളുടേതായ ലോകത്തേക്ക് നിങ്ങൾ പലരും സഞ്ചരിക്കും. അതുകൊണ്ട് നമുക്ക് ഫോർമേഷൻ ഓഫ് എ കമ്പനിയിൽ നിന്ന് തന്നെ തുടങ്ങാം.
ഓക്കെ, അപ്പോൾ ഫോർമേഷൻ ഓഫ് എ കമ്പനിയിൽ നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ട ഏരിയ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഏരിയ എന്ന് പറയുന്നത് പ്രൊമോട്ടർ ഫംഗ്ഷൻസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഉണ്ടായിരിക്കും, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ അതിൻ്റെ ക്ലോസസ്, പിന്നെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും തമ്മിലുള്ള ഡിഫറൻസ്, ഇത്രയും ഏരിയാസ് നിന്നായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ നമുക്ക് നോക്കാം, റൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ഓക്കെ അല്ലെ, മെമ്മോറാണ്ടവും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും തമ്മിലുള്ള ഡിഫറൻസ് പറയണം അല്ലേ. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ കീവേഡ് പോലെ പറയാൻ വേണ്ടി പറ്റുമോ? മെമ്മോറാണ്ടം എന്ന് പറയുന്നത് എന്താണ്, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്? അല്ലെ, നമ്മുടെ ഒരു കമ്പനി എന്ന് പറയുമ്പോൾ ഒരു കമ്പനി എന്ന് പറയുമ്പോൾ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണല്ലേ, നിയമം വഴി സ്ഥാപിതമാക്കി എടുക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. അപ്പോൾ അത് നമ്മൾ ആ ഒരു ഫോം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന സ്റ്റേജസ് ആണ് ഫോർമേഷൻ ഓഫ് എ കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും ഒരു കമ്പനിക്ക് വേണ്ട 2 ഡോക്യുമെന്റ്സ് ആണ്. അപ്പോൾ അതിൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് ആ കമ്പനീനെ സംബന്ധിച്ചിടത്തോളം ആ കമ്പനിയുടെ ചാർട്ടർ ആണ്, മെയിൻ ഡോക്യുമെന്റ് ആണ്. നമുക്ക് എങ്ങനെയാണോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത് അതേപോലെ തന്നെയാണ് ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും വരുന്നത് അല്ലേ. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ ഔട്ട്സൈഡ് വേൾഡുമായിട്ടാണ് റിലേഷൻഷിപ്പ് ഇരിക്കുന്നത്, ഇനി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് അത് കമ്പനിയുടെ ബൈലോ ആണ് അല്ലെ, ഇന്റേണൽ റൂൾ ബുക്ക് ആണ്. റൂൾ ബുക്ക് എന്ന് പറയുമ്പോൾ ആ കമ്പനിയുടെ അഡ്മിനിസ്ട്രേഷൻ റിലേറ്റ് ചെയ്തിട്ട് അല്ലെ, ഞാനൊരു കമ്പനി സ്ഥാപിച്ചു, ആ കമ്പനി മാനേജ് ചെയ്യണമല്ലോ, അഡ്മിനിസ്ട്രേഷൻ നടക്കണമല്ലോ. അപ്പൊ അഡ്മിനിസ്ട്രേഷന് വേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കും. എങ്ങനെയാണ് പ്രോഫിറ്റ് ഷെയർ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെ കൂടുമ്പോഴാണ് നമ്മൾ മീറ്റിംഗ് വെക്കേണ്ടത്, ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റുമോ, അങ്ങനെയുള്ള കുറെ കമ്പനിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള കാര്യങ്ങളായിരിക്കും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ഉണ്ടായിരിക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ അല്ലെങ്കിൽ AOA എന്ന് പറയുന്നത് കമ്പനിയുടെ ഇന്റേണൽ റൂൾ ബുക്കാണ്. ഓക്കെ, ഇന്റേണൽ ആണ്, അതായത് നമ്മുടെ കമ്പനിയുടെ ഉള്ളിലുള്ള ആൾക്കാരായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് കേട്ടോ. ക്ലിയർ അല്ലേ? ഞാൻ പറഞ്ഞ ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം അല്ലേ, ഇത് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഡിഫൈൻ ദ ഒബ്ജക്റ്റീവ്സ് വിച്ച് ദ കമ്പനീസ് ഫോം അല്ലേ. അപ്പൊ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിനകത്ത് എന്താണ് പറയുന്നുണ്ടാവുക, ആ കമ്പനി എന്തിന് ഫോം ചെയ്തു, ആ കമ്പനിയുടെ ലക്ഷ്യങ്ങൾ എന്താണ്, സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ എങ്ങനെയാണ്, നേച്ചർ ഓഫ് വർക്ക് എന്തൊക്കെയാണ് എന്നതൊക്കെയാണ് എന്തിൽ ഡിഫൈൻ ചെയ്യപ്പെടുക, നമ്മുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. പക്ഷെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ കമ്പനിയിൽ ഉണ്ടാക്കുന്നതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? അതെന്ന് പറയുന്നത് റൂൾസ് ഓഫ് ഇന്റേണൽ മാനേജ്മെന്റ് അല്ലെ, കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ വരുന്നത്. ഇനി പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ അല്ലെ, ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം മെമ്മോറാണ്ടത്തിന്റെ പൊസിഷൻ എവിടെയാണ്, അതുപോലെ ആർട്ടിക്കിൾസിന്റെ പൊസിഷൻ എവിടെയാണ് നോക്കിക്കഴിഞ്ഞാൽ മെമ്മോറാണ്ടം മെയിൻ ഡോക്യുമെന്റ് ആണ്. മെമ്മോറാണ്ടം എന്ന് പറഞ്ഞ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം മെയിൻ ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ്, ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ് ആണ്, എല്ലാ കമ്പനിക്കും വേണം, അതായത് പബ്ലിക് കമ്പനിക്കും വേണം, പ്രൈവറ്റ് കമ്പനിക്കും എന്താണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ നിർബന്ധമാണ്. അതുപോലെ തന്നെ കമ്പനീസ് ആക്ട് ഉണ്ട് അല്ലേ, നമ്മുടെ കമ്പനീസ് ആക്ട് പ്രകാരമാണ് കമ്പനി എന്താവുന്നത് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. അപ്പൊ കമ്പനീസ് ആക്ടിനെ നോക്കിക്കൊണ്ട് സബ്സിഡറി ആയിട്ട് അല്ലെ, കമ്പനീസ് ആക്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ വരുന്നുണ്ടാവുക. ഓക്കെ, ക്ലിയർ? ഇനി നമ്മൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷന്റെ പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ അതെന്ന് പറയുന്നത് സബോർഡിനേറ്റ് ടു ബോത്ത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് കമ്പനീസ് ആക്ട് ആണ്. ഓക്കെ, അതായത് നമ്മളൊരു കമ്പനിയുടെ ഇന്റേണൽ റൂൾ ബുക്ക് തയ്യാറാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ വേണ്ട കാര്യങ്ങൾ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ എങ്ങനെയാണോ നമ്മുടെ കമ്പനിയുടെ നേച്ചർ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ അതനുസരിച്ചായിരിക്കും നമ്മൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും എന്ത് ചെയ്യുന്നുണ്ടാവുക, പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക, തയ്യാറാക്കുന്നത്. ഇനി റിലേഷൻഷിപ്പ് നോക്കിക്കഴിഞ്ഞാൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഡിഫൈൻസ് ദ റിലേഷൻഷിപ്പ് ഓഫ് ദ കമ്പനി വിത്ത് ഔട്ട്സൈഡേഴ്സ് അല്ലെ, കമ്പനിയും ഔട്ട്സൈഡേഴ്സും തമ്മിലുള്ള ബന്ധത്തെയാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ കാണിക്കുന്നത്. അതായത് എന്ത് കമ്പനിയാണ്, എങ്ങനത്തെ കമ്പനിയാണ്, ഇത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് ആൾക്കാർ ഇപ്പം കമ്പനീൻ്റെ ഉള്ളിലുള്ള ആൾക്കാർക്ക് ഇത് എന്ത് കമ്പനിയാണ്, എങ്ങനത്തെ കമ്പനിയാണെന്ന് അറിയാം, അവർക്ക് പ്രത്യേകിച്ച് അവരോട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ പുറത്തുള്ള ആൾക്കാർക്കല്ലേ ഇത് എന്ത് കമ്പനിയാണ്, ഇത് എങ്ങനെയുള്ള കമ്പനിയാണ് എന്ന് നോക്കി കാണാൻ വേണ്ടിയിട്ടുള്ളതാണ്, ആ കമ്പനിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് മൂന്നാമതൊരാൾക്ക് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ് ആണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ പറയുന്നത്. പക്ഷെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ റിലേഷൻഷിപ്പ് മെമ്പേഴ്സുമായിട്ടാണ് അല്ലെ, കമ്പനിയിലെ മെമ്പേഴ്സുമായിട്ട് ഈ കമ്പനിയിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുക എന്നുള്ളത്. ക്ലിയർ അല്ലേ?
ഇനി വാലിഡിറ്റി നോക്കിക്കഴിഞ്ഞാൽ acts beyond the memorandum of association are invalid and cannot be rectified even by the anonymous vote of the members. അതായത് നമുക്ക് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഒരിക്കൽ നമ്മൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കിങ്ങനെ ഈസി ആയിട്ട് അതിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കിങ്ങനെ റെസൊല്യൂഷൻസോ കാര്യങ്ങളോ അല്ലെങ്കിൽ അതിൽ വേണ്ടിയിട്ടുള്ള റെക്ടിഫിക്കേഷൻസ് ഒന്നും നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ഇനി അങ്ങനെ കൊണ്ടുവരണം എന്നാണെങ്കിൽ നമ്മൾ കമ്പനീസ് ആക്ട് വഴിയൊക്കെ നോക്കിയിട്ട് വേണം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് ഈസി ആയിട്ട് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല, അല്ല ഇറ്റ് ഈസ് നോട്ട് ഈസി ടു റെക്ടിഫൈ. പക്ഷെ നമ്മുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ നമുക്ക് റെക്ടിഫൈ ചെയ്യാം. അത് നമ്മുടെ കമ്പനീൻ്റെ ഉള്ളിലെ കാര്യങ്ങളല്ലേ പറയുന്നത്. അപ്പോൾ കമ്പനീൻ്റെ ഉള്ളിലെ മാനേജ്മെൻറ്റിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ കമ്പനിയിലെ ആൾക്കാർ തന്നെ ഈസി ആയിട്ട് ചെയ്യാവുന്നതുള്ളൂ. ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് കൂടുന്നു, മാറ്റം വരുന്നു, ഈസി ആയിട്ട് പറ്റും. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് നെസസിറ്റി നോക്കിക്കഴിഞ്ഞാൽ എവ്രി കമ്പനി ഹാസ് ടു ഫയൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ അല്ലേ. എല്ലാ കമ്പനിക്കും മാൻഡേറ്ററി ആയിട്ട് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഉണ്ടായിരിക്കണം. പക്ഷേ നമ്മൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് കമ്പനിക്കാർക്ക് എന്തുണ്ടായിരിക്കും, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഉണ്ടായിരിക്കും. എന്തുകൊണ്ട് പ്രൈവറ്റ് കമ്പനിക്ക് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഉണ്ടാക്കാം? കാരണം അവർക്ക് ലിമിറ്റഡ് ആണ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ നമ്പർ വരുന്നത് അല്ലേ, അവർക്ക് ലിമിറ്റഡ് ആണ്. പക്ഷെ നമ്മുടെ പബ്ലിക് കമ്പനീൻ്റെ കേസ് നോക്കുമ്പോൾ അവിടെ അൺലിമിറ്റഡ് ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും അല്ലേ. അപ്പോൾ അൺലിമിറ്റഡ് ഷെയർ ഹോൾഡേഴ്സ് പറയുമ്പോൾ ഇങ്ങനെ ആൾക്കാർ കൂടുതൽ ഷെയർ ഹോൾഡേഴ്സ് വരുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യേണ്ടി വരും, ഈ ഇന്റേണൽ റൂൾ ബുക്ക് ഇങ്ങനെ ഓരോ ഡയറക്ടേഴ്സ് മാറി വരുന്നതിനനുസരിച്ചിട്ട് ഈ റൂൾ ബുക്ക് ഇങ്ങനെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പൊളിച്ചെഴുതിക്കൊണ്ടിരിക്കണ്ടേ. അപ്പോൾ അത് കുറച്ച് ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യും, നമ്മുടെ പബ്ലിക് കമ്പനിക്കാർ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യാതെ കമ്പനീസ് ആക്ടിൽ ഒരു കമ്പനി എങ്ങനെ റൂൾ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു മോഡൽ കൊടുക്കുന്നുണ്ടോ അല്ലെ, അത് അവർ ആ ടേബിൾ അഡോപ്റ്റ് ചെയ്യാണ് ചെയ്യുക. അതിനനുസരിച്ച് അവർ കമ്പനിയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലെ കാര്യങ്ങൾ നടക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഇറ്റ് ഈസ് നോട്ട് കമ്പൽസറി ഫോർ എ പബ്ലിക് ലിമിറ്റഡ് company to file articles of association. It may adopt table F of the Companies Act 2013 അല്ലേ. കമ്പനീസ് ആക്ടിലുള്ള ടേബിളിന് ഓരോരോ പേരുണ്ടാവും. അപ്പോൾ അവരുടെ കമ്പനി ഏത് ടൈപ്പ് കമ്പനിയാണോ അതിനനുസരിച്ച് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു റൂൾ ബുക്ക് അവർക്ക് സെലക്ട് ചെയ്തെടുക്കാം. ഓക്കെ, ക്ലിയർ ആണോ? സെറ്റാണോ? ഒന്ന് പറഞ്ഞേ. ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ മാക്സിമം നമുക്കൊരു 10 o'clock വരെ മാക്സിമം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് നിങ്ങൾ പോയി പഠിച്ചോ. ഓക്കെ, സെറ്റ്, ക്ലിയർ? ഇപ്പോൾ പറഞ്ഞത് ക്ലിയർ ആണല്ലോ? ക്രിസ്റ്റൽ ക്ലിയർ ആണെങ്കിൽ ഒന്ന് പറയണേ. ഇനി നമ്മൾ അറിയേണ്ടത് പ്രൊമോട്ടറെ കുറിച്ചാണ് അല്ലേ. ഹൂ ഇസ് എ പ്രൊമോട്ടർ? ഡിസ്ക്രൈബ് ദ ഫങ്ഷൻസ് ഇൻ റിലേഷൻ വിത്ത് ദ ഫോർമേഷൻ ഓഫ് എ കമ്പനി അല്ലേ. പ്രൊമോട്ടർ എന്ന് പറയുന്ന വ്യക്തി ആരാണ്, അദ്ദേഹത്തിൻ്റെ ഫങ്ഷൻസ് ആണ് പറയുന്നത് അല്ലേ. അപ്പം നമുക്കിനി അതിനെക്കുറിച്ച് നോക്കാം. പ്രൊമോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ said to be the one who undertakes to form a company with reference to given project and to set it going and who takes the necessary step to accomplish the purpose അല്ലേ. അതായത് നമ്മളെ കമ്പനീനെ നിലവിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും ചെയ്യുന്ന പേഴ്സണെയാണ് നമ്മൾ പ്രൊമോട്ടർ. ഒന്നെങ്കിൽ ഒറ്റ ഇൻഡിവിജ്വൽ ആകാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകളാകാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കമ്പനി ആയിരിക്കാം അല്ലേ. അതിനെയാണ് നമ്മൾ പ്രൊമോട്ടർ എന്ന്. പ്രൊമോട്ടർ ആയിരിക്കും ബിസിനസ് ഐഡിയ കൊണ്ടുവന്ന് ആ ബിസിനസ് ഐഡിയനെ ഒരു കമ്പനി ആക്കി നിലവിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും ചെയ്യുന്നത് ആരായിരിക്കും? നമ്മളെ പ്രൊമോട്ടർ ആയിരിക്കും. ക്ലിയർ ആണോ? മോഡൽ ഈസി ആയാൽ മെയിൻ ടഫ് ആവോ? ആക്ച്വലി ഇതൊരു മിത്താണ്, അങ്ങനെയൊന്നുമില്ല. മോഡൽ ടഫായ പബ്ലിക് ഈസി ആവുന്നുള്ളത്. ഇപ്പോൾ മറ്റേ അത്തം കറുത്ത കഴിഞ്ഞാൽ ഓണം വെളുക്കും എന്നൊക്കെ പറയുന്നത് പോലെ, ചക്ക വീണ് പോലെ എത്തും എന്നുള്ളത് പോലെ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് കേട്ടോ. പക്ഷെ നിങ്ങൾ അതിലൊന്നും പ്രതീക്ഷിച്ചിരിക്കേണ്ട. ടഫ് ആവുന്നത് ഈസി ആവണമൊക്കെ നമ്മുടെ ഏകദേശമൊക്കെ നമ്മൾ പഠിക്കുന്ന അനുസരിച്ചിരിക്കും. ഇനി ആ പ്രൊമോട്ടർ ഫങ്ഷൻസ് അല്ലേ, ഒരു പ്രൊമോട്ടർ എന്തൊക്കെയാണ് അയാൾ ചെയ്യുന്ന ഫങ്ഷൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം ബിസിനസ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ബിസിനസ് ഐഡിയനെ ഐഡന്റിഫൈ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ പ്രൊമോട്ടറാണ് ബിസിനസ് ഐഡിയ കൊണ്ടുവരുന്നത്. ഓക്കെ, ബിസിനസ് ഐഡിയ കൊണ്ടുവരുന്നു, എന്നിട്ട് ഫീസിബിലിറ്റി സ്റ്റഡി നടത്തുന്നു. ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറഞ്ഞാൽ സാധ്യത അല്ലേ, സാധ്യത. അതായത് ആ കൊണ്ടുവന്ന ബിസിനസ് ഐഡിയക്ക് എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ
ഉണ്ടോ എന്ന് നോക്കണം. അല്ലാതെ വെറുതെ ബിസിനസ് ഐഡിയ കൊണ്ടുവന്നിട്ട് കാര്യമില്ല അല്ലേ. അതായത് ടെക്നിക്കൽ വൈസ് എന്ന് പറയുമ്പോൾ ഞാനൊരു ബിസിനസ് ഐഡിയ കൊണ്ടുവന്നു, പക്ഷെ ഞാൻ കുറച്ച് മെക്കാനിക്കൽ, കുറച്ച് കൂടുതൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വിചാരിക്കുക. പക്ഷെ എൻ്റെ മെഷീനറീസ് ഒന്നും ഇവിടെ കിട്ടില്ല, എല്ലാം ഇമ്പോർട്ട് ചെയ്യണം. ഇനിയിപ്പോൾ ഇമ്പോർട്ട് ചെയ്തതെന്ന് വിചാരിക്കുക, അതിന് വേണ്ട മെയിൻ്റെനൻസിന് പറ്റിയ സാധനങ്ങളൊന്നും ഇവിടെ ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടി പറ്റില്ല അല്ലേ. അപ്പോൾ ടെക്നോളജിക്കൽ ഫീസിബിലിറ്റി നോക്കണം, അതുപോലെ തന്നെ എക്കണോമിക്കൽ ഫീസിബിലിറ്റി നോക്കണം അല്ലെ. നമുക്ക് എങ്ങനെയാണ് പ്രോഫിറ്റബിലിറ്റി ഉണ്ടോ, ഇത് സക്സസ് ആവാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കും. അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ഫീസിബിലിറ്റി അല്ലെ. ഫൈനാൻഷ്യൽ ഫീസിബിലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം ഫണ്ട് ഇതിന് വേണ്ടി വരും, എത്രമാത്രം മൂലധനം ക്യാപിറ്റൽ ഞാൻ കണക്കാക്കേണ്ടി വരും എന്നുള്ള കാര്യം കൂടെ നോക്കണം. അത് കഴിഞ്ഞാൽ ഇതിൻ്റെ നെയിം നോക്കണം അല്ലെ. ഈ കമ്പനിക്ക് എന്ത് പേര് ഇടണം, അതിൻ്റെ നെയിം നമ്മൾ നോക്കണം. പിന്നെ അതുപോലെ ഫിക്സിംഗ് അപ്പ് സിഗ്നിറ്ററീസ് ടു ദ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ഇനി മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞ ഡോക്യുമെന്റ് വേണമെന്ന് അറിയാലോ, അതിൽ സൈൻ ചെയ്യാൻ വേണ്ടി ആൾക്കാരെ സെറ്റ് ആക്കണം. അപ്പൊ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ് ആയതുകൊണ്ട് അതിൽ സൈൻ ചെയ്യുന്ന ആളുകൾ ആരായിരിക്കും? അതിൻ്റെ ഫസ്റ്റ് ലൈൻ മാനേജേഴ്സ് ആയിരിക്കും അല്ലെ, ഡയറക്ടേഴ്സ് ആയിരിക്കും. അപ്പോൾ ആ കമ്പനിക്ക് എത്ര ഡയറക്ടേഴ്സ് വേണം, ഡയറക്ടേഴ്സ് ആയിട്ട് നമ്മൾ ആരെയൊക്കെ തിരഞ്ഞെടുക്കണം, എന്നിട്ട് തിരഞ്ഞെടുത്തവരെ ഒപ്പിടാനായിട്ട് സെറ്റ് ചെയ്യുന്നതൊക്കെ ആരാണ്? പ്രൊമോട്ടർ ആയിരിക്കും. പിന്നെ അപ്പോയിൻമെന്റ് ഓഫ് പ്രൊഫഷണൽസ് അല്ലെ. പിന്നെ നമുക്ക് ഒത്തിരി ലീഗൽ പ്രൊസീജിയേഴ്സ് വരുന്നുണ്ട്, ഫോർമാലിറ്റീസ് വരുന്നുണ്ട്. അതിനെല്ലാം ചിലപ്പോൾ എന്ത് വേണം, നമുക്കൊരു അസിസ്റ്റൻസ് വേണ്ടി വരും അല്ലെ, സഹായം വേണ്ടി വരും. അപ്പം ഇങ്ങനെ വേണ്ടി വരുന്ന സഹായത്തിന് വേണ്ടി നമുക്ക് അഡ്വക്കേറ്റ്സിൻ്റെയും CAൻ്റെയും അതുപോലെ തന്നെ ബാങ്കേഴ്സിൻ്റെയും അല്ലെ, നമുക്ക് ഷെയർ, അതായത് നമുക്ക് ഫൈനാൻസിന് വേണ്ടി ചില സമയത്ത് നമുക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മുടെ ഷെയർ കൊടുക്കേണ്ടി വരും. ഈ സമയത്ത് നമുക്ക് ബാങ്കേഴ്സിനെയും അണ്ടർറൈറ്റേഴ്സിനെയും ഒക്കെ നമുക്ക് ബ്രോക്കേഴ്സിനെയും ഒക്കെ നമുക്ക് വേണ്ടി വരും അല്ലേ. അപ്പം ഇവരെയൊക്കെ സെറ്റാക്കുന്നത് ആരാണ്? പ്രൊമോട്ടറാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നെസസറി ഡോക്യുമെന്റ്സ് എല്ലാം സെറ്റ് ചെയ്യുന്നത് ആരായിരിക്കും? ആ പ്രൊമോട്ടർ ആയിരിക്കും. ഇത്രയാണ് പ്രൊമോട്ടർ ഫംഗ്ഷൻ. പഠിച്ചു വെക്കണം നിർബന്ധമാണ്. ക്ലിയർ? സെറ്റ്. ഇനി അതുപോലെ നിങ്ങൾക്ക് 2 മാർക്കിന് 3 മാർക്കിന് മാക്സിമം പോയി കഴിഞ്ഞാൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരാളാണ് എന്താണ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് കമ്പനിയിലെ ഈ പ്രോസ്പെക്ടസ് എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് കമ്പനിക്കല്ലേ പ്രോസ്പെക്ടസ് ഉണ്ടാവുക അല്ലേ? യെസ് ഓർ നോ? സോറി, അണ്ടർടേക്കറാണ്. പണ്ട് ഞാൻ അണ്ടർടേക്കറൊക്കെ കാണാറുണ്ടായിരുന്നു, പണ്ട് കുഞ്ഞാകുമ്പോൾ. ആ ഒരു ഓർമ്മയിൽ പെട്ടെന്ന് വന്നതാ അണ്ടർടേക്കർ. അതൊക്കെ മിസ് ചെയ്യുന്നു. മൂപ്പര് മറ്റേ ശാപ്പട്ടിൽ നിന്നൊക്കെ എണീറ്റ് വരുന്നത്. ക്ലിയർ? പ്രൈവറ്റ് കമ്പനിക്കല്ലേ? ആദിത്യം പറയുന്നു അല്ല, പബ്ലിക് കമ്പനിക്കാണെന്ന്. പ്രൈവറ്റ് കമ്പനി അല്ലേ? പ്രൈവറ്റ് കമ്പനിക്കല്ലേ നമ്മൾ പ്രോസ്പെക്ടസ് ഉണ്ടാവുക? യെസ് ഓർ നോ പറഞ്ഞാൽ മതി. അല്ല, എന്താണ്? പബ്ലിക് കമ്പനിക്കാണ് അല്ലേ? ഓക്കെ, പബ്ലിക് കമ്പനിക്കാണ് എന്തുണ്ടാവുക? പ്രോസ്പെക്ടസ് ഉണ്ടായിരിക്കുക. പ്രൈവറ്റ് കമ്പനിക്ക് വേണ്ട. കാരണം എന്താണ്? അവരുടെ കയ്യിൽ ഷെയർസ് ഓൾറെഡി സെറ്റാണ്, ക്യാപിറ്റൽ സെറ്റാണ്. ഓക്കെ, ക്യാപിറ്റൽ സെറ്റ് അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് വാങ്ങിക്കുന്നത്? പബ്ലിക് കമ്പനിക്കാർ പ്രോസ്പെക്ടസ് വെച്ചിട്ട് ഇൻവിറ്റേഷൻ കൊടുത്തിട്ടല്ലേ ഷെയർസ് വാങ്ങിക്കാൻ വേണ്ടിയുള്ള ഇൻവിറ്റേഷൻ കൊടുക്കുന്നത്. ക്ലിയർ? സെറ്റ്. എന്താണ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ്. എന്ത് ഡോക്യുമെന്റ് ആണ്? that provides information about a company securities offering. അതായത് കമ്പനിയുടെ സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷെയർസ് അല്ലേ. കമ്പനിയുടെ ഷെയർസ് കാര്യങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട്, വിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വാങ്ങിച്ച് അതിൻ്റെ പാർട്ടാകാം എന്ന് കാണിക്കുന്നതിൻ്റെ ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ് നമ്മുടെ പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ പ്രൈമറി സെയിൽ ടൂൾ for the company and the broker dealers that market that offering അല്ലേ. ഇതെന്ന് പറയുന്നത് സെയിൽസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. സെയിൽ എന്ന് പറയുമ്പോൾ അവിടുത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? കമ്പനിയുടെ ഷെയർസ് ആണ്, ഓഹരിയാണ് അല്ലെ. ഓഹരി വിൽക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്, സെയിൽസ് ടൂളാണ് അല്ലെ. അവിടെ എന്തൊക്കെ ഉണ്ടാവും? ഇറ്റ് ഇൻവോൾവ്സ് ഇൻഫോർമേഷൻ അബൌട്ട് ദ കമ്പനീസ് ഓപ്പറേഷൻ, ഫൈനാൻഷ്യൽസ് ആൻഡ് പർപ്പസ് ഓഫ് ദ ഇഷ്യൂയിങ് ഷെയർസ്, ഇൻഫോർമേഷൻ അബൌട്ട് ദ കമ്പനീസ് മാനേജ്മെന്റ് ടീം അല്ലെ. കമ്പനിയിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ കമ്പനിയിൽ ഭാഗമാവാൻ വേണ്ടിയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഭാഗമാവുമ്പോൾ ലാഭനഷ്ട ചാൻസ് ഉണ്ട് അല്ലേ, ലാഭത്തിനും നഷ്ടത്തിനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പ്രോസ്പെക്ടസിന്റെ അകത്ത് കംപ്ലീറ്റ് ഡോക്യുമെന്റ്സ് അല്ലെ, കംപ്ലീറ്റ് ഇൻഫോർമേഷൻസ് എന്തായിരിക്കും? ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ്. എന്തെന്ന് പറയുന്നത്? നമ്മൾ പ്രോസ്പെക്ടസ് എന്ന് പറയുന്ന ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ്. ഓർത്തു വെക്കുക. ക്ലിയർ അല്ലേ? ക്ലിയർ?
ഇനി ഇതിൽ നിന്ന് നിങ്ങൾ നോക്കേണ്ട ഏരിയയാണ് വാട്ട് ഇസ് ഇൻകോർപ്പറേഷൻ. ഇൻകോർപ്പറേഷൻ മീൻസ് എന്താണ്? രജിസ്ട്രേഷൻ ആണ് അല്ലെ. രജിസ്ട്രേഷൻ എന്നുള്ളതിനെയാണ് നമ്മൾ എന്താ പറയുക, ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്ന സെക്കൻഡ് സ്റ്റേജ് ആണ്. സെക്കൻഡ് സ്റ്റേജ് ആണ് കമ്പനി ഫോർമേഷൻ. കമ്പനി ഫോർമേഷനിൽ 4 സ്റ്റേജസ് ഉണ്ടെന്ന് നമുക്ക് പറയാം അല്ലെ. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ പ്രൊമോഷൻ, പിന്നെ ഇൻകോർപ്പറേഷൻ, സബ്സ്ക്രിപ്ഷൻ ഓഫ് ക്യാപിറ്റൽ, കമൻസ്മെന്റ് ഓഫ് ബിസിനസ് അല്ലെ. അപ്പൊ ആദ്യത്തെ 2 സ്റ്റേജ് കഴിഞ്ഞാൽ തന്നെ ഒരു പ്രൈവറ്റ് കമ്പനിക്ക് എന്ത് ചെയ്യാം, പ്രവർത്തിച്ചു തുടങ്ങാം. ഓക്കെ, ഇനി ബാക്കിയുള്ള 2 സ്റ്റേജും കൂടെ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ പബ്ലിക് കമ്പനിക്ക് തുടങ്ങാൻ വേണ്ടി പറ്റൂ. ക്ലിയർ അല്ലേ? അതെ, ബേർത്ത് ടു എ കമ്പനി. കറക്റ്റ്, വെരി ഗുഡ് അല്ലെ. കമ്പനിക്ക് എന്താണ് നിലവിൽ കൊണ്ടുവരുന്ന ആളല്ലേ. ഇൻകോർപ്പറേഷൻ ഇസ് ദ ലീഗൽ പ്രൊസീജിയർ യൂസ്ഡ് ടു ഫോം എ കമ്പനി. ഇറ്റ് ബ്രിങ്സ് ദ കമ്പനി ഇൻ ടു എക്സിസ്റ്റൻസ് അല്ലെ. ഈ ഒരു സ്റ്റേജിലാണ് കമ്പനി നിയമപരമായിട്ട് നിലവിൽ വന്നു. ലീഗലി കമ്പനി എന്തായി, നിലവിൽ വന്നു കഴിഞ്ഞു. ഓക്കെ, അതായത് ആ കമ്പനി ഇന്നത്തെ ദിവസം മുതൽ പ്രവർത്തിച്ചു തുടങ്ങാം. ഓക്കെ, അതായത് ലീഗലി കോൺട്രാക്റ്റിൽ ഏർപ്പെടാം, അതുപോലെ തന്നെ സാധനങ്ങൾ വാങ്ങിക്കാം, വിൽക്കാം ഒക്കെ ഈ ഒരു ഡേറ്റ് മുതലായിരിക്കും പറ്റുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? The promoters have to bring together at least 7% in the case of public company അല്ലേ. അപ്പൊ നമ്മൾ കമ്പനി ഫോം ചെയ്യുന്ന സമയത്ത്, രജിസ്ട്രേഷന്റെ സമയത്ത് നമ്മളൊരു പബ്ലിക് കമ്പനിയാണ് തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് 7% അല്ലെ, 7 പേരെങ്കിലും വേണം. പക്ഷേ നമ്മൾ പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ 2 ആൾക്കാർ അല്ലെ, 2% മതി. ക്ലിയർ അല്ലേ? ഇനിയിപ്പോൾ 1% കമ്പനി ഉണ്ട്, അപ്പോൾ 1% കമ്പനി ആണെങ്കിൽ ഒരാൾ മതി എന്നുള്ള രീതിയിൽ. ക്ലിയർ, സെറ്റ്, റെഡി. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ ഈ ഒരു ഏരിയയിൽ, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ മെയിൻ ആയിട്ട് പഠിച്ചിരിക്കേണ്ടത്. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? റെഡി അല്ലേ? 9 മണിക്ക് മുൻപ് തീർക്കാൻ വേണ്ടി മാക്സിമം നോക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി എന്ത് ചെയ്യാം, IPR കുറിച്ച് ഡിസ്കസ് ചെയ്യാം. IPR ഫുൾ ഫോം എന്ന് പറയാൻ പറ്റുമോ? എന്താണ് ഈ IPR? IPR എന്താണ്? ഇത് MSME ഉള്ളതാണ്. IPR എന്താണ്? വേഗം പറഞ്ഞോ. ചിലപ്പോൾ നിങ്ങൾക്ക് 1 മാർക്കിന് ചോദിക്കും, ഇതിൻ്റെ അബ്രിവേഷൻ ഒക്കെ ചോദിക്കും നിങ്ങൾക്ക്. എന്താണ് IPR? IPRന്റെ ഫുൾ ഫോം എന്താണ്? IPR എത്ര പേര് പഠിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവും. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ആണ് എന്തെന്ന് പറയുന്നത്, IPR എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ നമുക്ക് എന്താണ് ഡിഫറെന്റ് ടൈപ്സിലുള്ള IPRകൾ, ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സിലുള്ള IPRകൾ എന്ന് അറിയാമോ? അറിയോ? IPR ഏതെങ്കിലും നിങ്ങൾക്ക് ഇവിടെ മെൻഷൻ ചെയ്യാൻ വേണ്ടി പറ്റുമോ? IPR ഏതൊക്കെ ടൈപ്പ് ഉണ്ട്? സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ആണ്, പബ്ലിക് റൈറ്റ് അല്ല കേട്ടോ. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്, ജിയോഗ്രഫിക്കൽ ഐഡന്റിഫിക്കേഷൻ. ഓക്കെ, നെക്സ്റ്റ് പേറ്റന്റ്. ഓക്കെ, പേറ്റന്റ്. പിന്നെ ട്രേഡ് മാർക്ക്, വെരി ഗുഡ്, ട്രേഡ് മാർക്ക്. കോപ്പിറൈറ്റ്, പിന്നെ പ്ലാന്റ് വെറൈറ്റി അല്ലേ, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. ഓക്കെ, പിന്നെ ട്രഡീഷണൽ നോളജ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതും നമ്മൾ IPRന്റെ ഉള്ളിൽ തന്നെ കൺസിഡർ ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. പാരമ്പര്യമായിട്ട് അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ട് കൈമാറി വരുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും അല്ലേ. മെയിനായിട്ട് മെഡിസിൻ റിലേറ്റ് ചെയ്തിട്ടൊക്കെയാണ് അത് വരിക. ഓക്കെ, സെറ്റ്. ഗുഡ്വിൽ നമുക്കൊരു ട്രേഡ് മാർക്ക് അല്ല, അതായത് ഗുഡ്വിൽ എന്ന് പറയുന്നത് നമുക്കൊരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് അല്ല കേട്ടോ. ഗുഡ്വിൽ നമുക്ക് ഒരിക്കലും ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് കാണാമല്ല. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഐഡിയനെ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൻ്റെ ഒരു ക്രിയേഷൻ, അത് എന്തും ആയിക്കോട്ടെ, ഒന്നെങ്കിൽ ഒരു പേരാകാം, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ആവാം, പ്രൊഡക്റ്റിൻ്റെ ആ പേരിൻ്റെ ഡിസൈൻ ആയിരിക്കാം, അതിൻ്റെ ഫോണറ്റിക്സ് അല്ലെ, സൗണ്ട്, അത് പ്രൊനൗൺസ് ചെയ്യുന്ന സൗണ്ട് ആയിരിക്കാം അല്ലെ, അതൊക്കെ നമ്മുടെ ക്രിയേഷനാണ്. അപ്പം അതിനെന്താണ്, ഒരു ബിസിനസ് വാല്യൂ കൊടുക്കുന്നു അല്ലേ. അതിനെയാണ് നമ്മൾ, അങ്ങനെയുള്ള ക്രിയേഷനാണ് നമ്മൾ IPR കൊടുക്കുക. അപ്പം ഗുഡ്വിൽ ഒന്നും നമുക്ക് IPRൽ വരുന്നതല്ല കേട്ടോ. ക്ലിയർ, സെറ്റ്. അപ്പൊ IPR എന്ന് പറഞ്ഞാൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി is a category of property that include intangible creations of human intellect. All inventions begin with idea. Once the idea becomes an actual product, that idea is
ട്രീറ്റഡ് ആസ് ആൻ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി അല്ലേ. അതിനെന്താണ്, നമ്മളൊരു ബിസിനസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ ഐഡിയാസിനും അല്ലെ, ബിസിനസ് പരമായിട്ട് നമ്മൾ അതിന്ന് ഏൺ ചെയ്യണമെന്ന് വിചാരിച്ച് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഐഡിയ, ഓക്കെ, അതായിരിക്കും എപ്പോഴും എന്താ പറയുന്നത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറയുന്നത്, പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അതിന് കൊടുക്കുന്ന നിയമപരമായി ലീഗലി വരുന്ന പ്രൊട്ടക്ഷനെയാണ് നമ്മൾ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറയാം. പക്ഷേ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ക്രിയേഷൻ ഓഫ് മൈൻഡാണ് അല്ലേ, അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആണ്. പക്ഷെ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറയണമെങ്കിൽ അതിന് കിട്ടുന്ന നിയമ പരിരക്ഷയാണ് നമ്മൾ റൈറ്റ്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറയാം. ക്ലിയർ അല്ലേ? സെറ്റ്. ദ ലീഗൽ റൈറ്റ് conferred on such products എന്ന് പറയുമ്പോൾ ഐഡിയ അല്ലേ, ആർ കോൾഡ് IPR, intellectual property right. One, it is allotted to a person by the government authority. He or she can rent, give or sell it to others അല്ലേ. ഒരാൾക്ക് ഓക്കെ ഈ പ്രൊഡക്റ്റിൻ്റെ IPR നിങ്ങൾക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അതോറിറ്റി എനിക്കാണ് അതിൻ്റെ അതോറിറ്റി. ക്ലിയർ അല്ലേ? ഈ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് 4ആണ്. ഇവിടെ സെപ്പറേറ്റ് ഓരോ ചാപ്റ്റേഴ്സിൻ്റെ വെയിറ്റേജ് ഒക്കെ ഇൻസ്റ്റയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് PDF ആയിട്ട്. ഓക്കെ, പേജ് ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്താൽ മതി, ഇതുപോലത്തെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഞാൻ കൊടുത്തിട്ടുണ്ട് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും വെയിറ്റേജ്, ഒരു ചാപ്റ്റേഴ്സിൻ്റെ അല്ല, എല്ലാ സബ്ജക്ട്സിലെ ചാപ്റ്റർ വൈസ് വെയിറ്റേജ്. ഓക്കെ, ക്ലിയർ. ഇനി ഇത്രയാണ് വരുന്നത് അല്ലേ നമ്മുടെ ടൈപ്സ് ഓഫ് IPR വരുന്നത്. കോപ്പിറൈറ്റ് ഉണ്ട്, കോപ്പിറൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആർട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ് കേട്ടോ. ആർട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതിലാണ് നമുക്ക് അധികം എന്തെന്ന് പറയാം, റൈറ്റ് ടു നോട്ട് കോപ്പി എന്നാണ് കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞത് അല്ലേ. അതായത് നിങ്ങൾക്ക് ഇത് കോപ്പി അടിക്കാൻ പറ്റില്ല. ആർട്ട് റിലേറ്റ് ചെയ്ത് പാട്ട്, അതുപോലെ തന്നെ ഏതെങ്കിലും മ്യൂസിക്, പിന്നെ നമുക്ക് വരുന്ന എഴുതുന്ന സ്റ്റോറീസ്, അങ്ങനെയുള്ളതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് കോപ്പിറൈറ്റിൽ വരിക. പിന്നെ ട്രേഡ് മാർക്ക് എന്ന് പറയുമ്പോൾ ബിസിനസ് പരമായിട്ട് സിമ്പിൾസ് കാര്യങ്ങൾ അല്ലേ, ഐക്കൺ, അങ്ങനത്തെ കാര്യങ്ങൾ വരില്ലേ. പിന്നെ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു സ്ഥലത്ത് അല്ലേ, ഇപ്പം നമ്മളിപ്പോൾ അമ്പലപ്പുഴ പാൽപ്പായസം, അതുപോലെ തന്നെ മൈസൂർ പാക്ക്, അൽഫാൻസ മാംഗോ എന്നൊക്കെ പറയില്ലേ, ഇങ്ങനത്തെ കുറേ. പിന്നെ ആറന്മുള കണ്ണാടി, ഇതൊക്കെ ആ സ്ഥലത്തിനാണ് അല്ലേ. അപ്പോൾ ആറന്മുള കണ്ണാടി എന്ന് പറയുമ്പോൾ ആറന്മുളയ്ക്കാണ് ആ കണ്ണാടി ഉണ്ടാക്കി വിൽക്കുന്നുണ്ട്, അവിടെ എന്ത് ബിസിനസ് നടക്കുന്നുണ്ട്. മൈസൂർ പാക്ക് വെറുതെ വെച്ച് ഇങ്ങനെ പൂത്തു പോവല്ല ചെയ്യണം, അതെന്ത് ചെയ്ത് വിൽക്കപ്പെടുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ റൈറ്റ്സ് ആണെന്ന് പറയുന്നത് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ പേറ്റന്റ് എന്ന് പറയുന്നത് ഇന്നോവേഷൻ ആണ് അല്ലേ. ഇതുവരെ ഇല്ലാത്തൊരു സാധനത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കൊടുക്കുന്നതാണ്, ഇന്നോവേഷൻസിനാണ് നമ്മൾ പേറ്റന്റ് കൊടുക്കുക അല്ലേ. പിന്നെ പ്ലാന്റ് വെറൈറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്സ് അല്ലെ, അഗ്രികൾച്ചർ റിലേറ്റഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്സിലൂടെ നമ്മൾ ഒരു പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുന്നു അല്ലേ, ഒരു പുതിയ പ്ലാന്റിനെ കണ്ടുപിടിക്കുന്നു. ഓക്കെ, നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ആ പ്ലാന്റ്, ഞാനിപ്പോൾ ഒരു പുതിയ തരം പൊട്ടേറ്റോ കണ്ടുപിടിക്കുന്നു, എന്നിട്ട് ആ പൊട്ടേറ്റോ യൂസ് ചെയ്തിട്ട് ഞാൻ ചിപ്സ് ഉണ്ടാക്കി വിൽക്കുന്നു. അപ്പോൾ ഇനി ആ പൊട്ടേറ്റോ ഉണ്ടാക്കാൻ എനിക്ക് മാത്രമേ എന്തിലുണ്ടാവുള്ളൂ, ഈ പ്ലാന്റ് വെറൈറ്റി എന്ന് പറയുന്ന IPRൽ ഞാൻ അതിനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി അതേപോലത്തെ പൊട്ടേറ്റോ വേറെ ഒരാൾക്കും ഉണ്ടാക്കി ബിസിനസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ക്ലിയർ അല്ലേ? പേര് വിളിക്കണോ? പേരൊന്ന് പറയാമോ? പേര് വിളിക്കുക. ഓക്കെ. പിന്നെ ഡിസൈൻസ് എന്ന് പറയുന്നത് നമ്മൾ പ്രോഡക്ട്സിലല്ലേ, നമ്മളെ പ്രൊഡക്റ്റിൽ നമ്മൾ എന്തെങ്കിലും ഡിസൈൻസ് യൂസ് ചെയ്യല്ലേ. ഇപ്പം നമ്മൾ ഗുഡ് ഡേ ബിസ്ക്കറ്റിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഡിസൈൻ എന്ന് പറയുമ്പോൾ ഗുഡ് ഡേ ബിസ്ക്കറ്റിന് മാത്രമേ ഉണ്ടാവുള്ളൂ. അതെന്താണ്, അവരുടെ ബിസിനസ്സിന് അവർ ഡിസൈൻ എന്ന് പറയുന്ന IPR എടുത്തിട്ടുണ്ട് അല്ലേ. അത് നമ്മൾ ഡിസൈനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആവാം. ക്ലിയർ. പിന്നെ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് പരമായിട്ട് വരുന്നതാണ്. അത് നമ്മുടെ ചിപ്പ് കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ മെയിനായിട്ട് നമ്മുടെ ഐഫോണിന്, സാംസങ്, അതുപോലെ ആൻഡ്രോയിഡിനൊക്കെ വ്യത്യസ്തമാക്കുന്ന അതിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് കാര്യങ്ങളല്ലേ. അപ്പോൾ അതിൽ വരുന്ന ഒരു ഇൻ്റലക്ച്വലി വരുന്ന ഒരു പ്രൊട്ടക്ഷനാണ് എന്തെന്ന് പറയുന്നത് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ? സെറ്റ്. ക്ലിയർ? റെഡിയാണോ? രാഹുൽ പേര് വിളിച്ചു. രാഹുൽ ഹാപ്പി അല്ലേ നീ? ഇനി നിങ്ങൾക്ക് ചോദിക്കാം, എന്താണ് മൈക്രോ എന്റർപ്രൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. മൈക്രോ എന്റർപ്രൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ MSME അല്ലേ, നമ്മുടെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീനെ, നമ്മുടെ ഇന്ത്യയിലെ കംപ്ലീറ്റ് സ്മോൾ സ്കെയിൽ സെക്ടേഴ്സിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൽ പല ടൈപ്പ് ഉണ്ട് അല്ലേ. ഭയങ്കര കുഞ്ഞ് ഇൻഡസ്ട്രി ഉണ്ട്, അതിനേക്കാൾ കുറച്ച് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്ന പ്ലാന്റ് ആൻഡ് മെഷീനറി വരുന്നുണ്ട്, അതിനേക്കാൾ കുറച്ച് വലുത് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് നമ്മുടെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീനെ മൈക്രോ, സ്മോൾ, മീഡിയം എന്ന് പറഞ്ഞിട്ട് 3 അല്ലേ. അതിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ,
പ്ലാന്റ് ആൻഡ് മെഷീനറിയിലെ ഇൻവെസ്റ്റ്മെന്റിന്റെ ബേസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വലുപ്പം അല്ല അതിന്റെ സൈസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലെ മൈക്രോ എന്റർപ്രൈസ് എന്ന് പറയുമ്പോൾ അതിലെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 1 crore ഉള്ളിലായിരിക്കും വരും അല്ലെ. 1 crore ഉള്ളിലായിരിക്കും എന്തെന്ന് പറയാ നമ്മുടെ മൈക്രോ എന്റർപ്രൈസസിന്റെ ഇതിൽ വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഒരു ബിസിനസ്, ഇപ്പോൾ ഒരു ബിസിനസ് എടുത്തു, അതിന്റെ പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ 1 കോടിക്കുള്ളിൽ വരുന്നുണ്ട് എന്നാണെങ്കിൽ, 1 കോടിക്കുള്ളിലാണ് ഞാൻ എൻ്റെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ അതെന്താണ്, മൈക്രോ ആണ്. ഇനിയിപ്പോൾ അതല്ല, ഞാൻ 10 കോടിയുടെ ഉള്ളിലാണ് ഇട്ടതെന്നുണ്ടെങ്കിൽ അത് സ്മോൾ എന്റർപ്രൈസും, 50 കോടിയുടെ ഉള്ളിലാണെങ്കിൽ അത് മീഡിയം എന്റർപ്രൈസും ആയിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുക. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും ഇതിന്റെ പ്രോബ്ലംസ് അല്ലെ. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയുടെ MSMEയുടെ പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് ഇനി നോക്കേണ്ടത്. ക്ലിയർ? സെറ്റ്? എടാ പേര് ഞാൻ വിളിച്ചു. ഒന്നാമത്തെ നടന്ന അവരുടെ ഫിനാൻസ് ആണ്. അവർക്ക് എങ്ങനെയായിരിക്കും, വളരെ കുറച്ച്, ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് അത്ര എന്തുണ്ടാവില്ല, ഫൈനാൻഷ്യലി അവർ ഭയങ്കരമായിട്ട് വലിയ ടീംസ് ഒന്നും ആയിരിക്കില്ല. വൺ ഓഫ് ദ സിവിയർ പ്രോബ്ലം ഫേസ്ഡ് ബൈ small scale industry is that non availability of adequate finance to carry out its operations അല്ലേ. അപ്പോൾ അവരുടെ ഓപ്പറേഷൻസ് നടത്താൻ വേണ്ട അത്രമാത്രം ഫണ്ട് കിട്ടാത്തത് ഏറ്റവും വലിയ പ്രശ്നമാണ്. പിന്നെ നോക്കി റോ മെറ്റീരിയൽസ്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അല്ലേ, ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ്, റോ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് അവർ ബിസിനസ് നടത്തുന്നത്. അപ്പോൾ ഇൻ കേസ് റിസോഴ്സസിലോ അല്ലെങ്കിൽ റോ മെറ്റീരിയൽസിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് പുറത്ത് നിന്ന് മേടിക്കുക അല്ലെങ്കിൽ വലിയ വില കൊടുത്ത് മേടിക്കുക എന്നൊക്കെ പറയുന്നത് അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് ആകെ ഉള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യുക എന്നുള്ളതായിരിക്കും. ഓക്കെ, ക്ലിയർ? അതായത് അവൈലബിലിറ്റി ആൻഡ് പ്രൊക്യൂർമെന്റ് ഓഫ് റോ മെറ്റീരിയൽ ഇസ് another major problem faced by the small scale industry. Their bargaining power is relatively low due to the small quantity of purchase. അല്ലേ, ഇപ്പം നമ്മളൊരു കുഞ്ഞ് എമൗണ്ട് സാധനം പർച്ചേസ് ചെയ്യുന്നവരായിരിക്കും ഇവർ, കാരണം ഇവരുടെ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ അത്രയും ചെറുതായിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വലിയ ബൾക്ക് ക്വാണ്ടിറ്റിയിൽ വാങ്ങിക്കുന്നവരൊക്കെ ആണെങ്കിൽ നമുക്ക് ബാർഗെയിൻ ചെയ്യാം. പക്ഷേ ഈ കുഞ്ഞിതിൽ വാങ്ങുമ്പോൾ അവരെന്ത് ചെയ്യില്ല, നമുക്ക് തരില്ല, വലിയ ഡിസ്കൗണ്ട് കാര്യങ്ങൾ തരില്ല അല്ലേ. പിന്നെ മാനേജീരിയൽ സ്കിൽ എന്തായിരിക്കും, ഇവർക്ക് കുറവായിരിക്കും അല്ലേ. SSIs are generally promoted and operated by single person who may not possess all the managerial skills required to run the business. They are also not a position to afford professional managers അല്ലേ. ഇപ്പം നമ്മൾ വലിയ കമ്പനികൾ നോക്കി, ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ മാനേജേഴ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഉള്ളവരായിരിക്കും. പക്ഷെ ഇവരെന്ന് പറയുമ്പോൾ കുഞ്ഞു ടീംസ് ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിലുള്ള ആൾക്കാർ, അവരുടെ മാനേജേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അവരുടെ ഉള്ളിലുള്ള ആ ലിമിറ്റഡ് എന്തായിരിക്കും സ്കിൽ, അല്ലെങ്കിൽ ലിമിറ്റഡ് സ്കിൽഡോ അല്ലെങ്കിൽ അത്രയും കേപ്പബിലിറ്റീസ് ഇല്ല, കപ്പാസിറ്റീസ് ഇല്ലാത്ത, പൊട്ടൻഷ്യൽ ഇല്ലാത്ത, എല്ലാ ലെവലിലും പൊട്ടൻഷ്യൽ ഇല്ലാത്ത ആളുകളായിരിക്കും. ക്ലിയർ ആണോ? ഇനി മാർക്കറ്റിംഗ് ടെക്നോളജി ഇവരുടെ ഭയങ്കര എന്തായിരിക്കും, വീക്ക് ആയിരിക്കും അല്ലേ. മാർക്കറ്റിംഗ് ഇസ് എ വീക്കർ ഏരിയ ഓഫ് സ്മോൾ ഓർഗനൈസേഷൻ അല്ലേ. അതുകൊണ്ട് തന്നെ ഇവരുടെ ബിസിനസ് അത് ഇവർക്ക് വേറെ സ്ഥലങ്ങളിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ ആൾക്കാർക്ക് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഈ നാട്ടിലുണ്ടെന്ന് അറിയില്ല. അപ്പോൾ അവർക്ക് ആകെ അഡ്വർടൈസ്മെന്റിലൂടെ എത്തിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് എക്സ്പെൻസീവ് പ്രോസസ്സ്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ അത് എഫോർഡ് ചെയ്യണമെന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, ഏതെങ്കിലും മിഡിൽമെന്റിന്റെ സഹായത്തോട് കൂടിയിട്ട് കൊടുക്കും. പക്ഷെ ഇവർ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പിന്നെ ക്വാളിറ്റി അല്ലേ, മെനി സ്മോൾ ബിസിനസ് ഡു നോട്ട് ഫോളോ ദ ഡിസൈർഡ് സ്റ്റാൻഡേർഡ് ഓഫ് ക്വാളിറ്റി ഡ്യൂ ടു ഷോർട്ടേജ് ഓഫ് ഫിനാൻസ് ആൻഡ് റിസോഴ്സ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടോ, ഏതായിരുന്നു, അക്കരെയാണോ എന്നുള്ളൊരു സിനിമ ഉണ്ടല്ലോ, നമ്മുടെ അക്കരെയല്ലാന്ന് തോന്നുന്നു, അപ്പോൾ നാടോടിക്കാറ്റാന്ന് തോന്നുന്നുണ്ട്, മോഹൻലാലിൻ്റെ അതുപോലെ തന്നെ ശ്രീനിവാസൻ്റെ ഒരു സിനിമ ഉണ്ട്. അതിൽ അവർ മറ്റേ പശുവിനെ വാങ്ങിയിട്ട് അവർ വിചാരിച്ചത്ര പാല് കിട്ടില്ല. അപ്പോൾ ആ സമയത്ത് അവരെന്താക്കും, പച്ചവെള്ളം കുറച്ച് കൂടുതലല്ലേ ഒഴിക്കും. അപ്പോൾ അതേപോലെ തന്നെ റിസോഴ്സ് അവൈലബിൾ ആയിട്ടില്ലെങ്കിൽ അവരെന്ത് ചെയ്യേണ്ടി വരും, ക്വാളിറ്റിയിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, പിന്നെ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ അല്ലേ. മെനി ഓഫ് ദ SSEs ആർ operating below full capacity due to lack of marketing skill or demand. It will cause increase its operating cost and leads to sickness and closure of the business. പിന്നെ എന്ന് പറയുമ്പോൾ ഇതൊക്കെ ചിലപ്പോൾ നല്ല പ്രൊഡക്റ്റ് ആയിരിക്കും അല്ലേ, നല്ല പ്രൊഡക്റ്റ് ആയിരിക്കും. പക്ഷേ ഇവരുടെ പ്രൊഡക്ട്സിന് ഡിമാൻഡ് ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ഇവർക്ക് വലിയ രീതിയിൽ ഓപ്പറേഷൻ ചെയ്യാനുള്ള പൈസ ഇല്ല. പിന്നെ നാലാൾക്കാർക്ക് എന്തുണ്ടാവണം എന്നില്ല,
അറിയണമെന്നില്ല. ഇപ്പം നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ ചില പ്രൊഡക്ട്സ് ഉണ്ടാവില്ല, നല്ല ടേസ്റ്റ് ഉള്ളതായിരിക്കും, നല്ല സൂപ്പർ സാധനമായിരിക്കും. പക്ഷെ എന്താ, പുറമേ ആർക്കും അറിയാത്തത് കൊണ്ട് തന്നെ അവർക്ക് വലിയ ലാഭമൊന്നും കിട്ടാത്ത കുറേ ബിസിനസ്സുകാരുണ്ടാവില്ലേ. അതൊക്കെ ഇതിൻ്റെ വലിയ എന്താണ്, ഒരു പ്രോബ്ലമാണ്, ലിമിറ്റേഷനാണ്. ക്ലിയർ അല്ലേ? പിന്നെ ഗ്ലോബൽ കോമ്പറ്റീഷൻ ഉണ്ട്. അതായത് നമുക്കിപ്പോൾ MNCകളുടെ ഒക്കെ കടന്നു വരവുകൊണ്ട്, അല്ലെങ്കിൽ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ ഒക്കെ എന്താണ് തള്ളിക്കയറ്റമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് വലിയ രീതിയിലുള്ള ആൾക്കാരുടെ എന്ത് ചെയ്യണം, മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആയിട്ട് ഇങ്ങനെ അടി ഉണ്ടാക്കി പോകേണ്ട അവസ്ഥയായിരിക്കും. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ SMEs ഫേസ് കോമ്പറ്റീഷൻ നോട്ട് ഓൺലി ഫ്രം മീഡിയം ആൻഡ് ലാർജ് ഇൻഡസ്ട്രീസ് but also from multinational companies in the areas of quality, technology, finance, managerial skills, etc. അല്ലേ? ഇപ്പോൾ ഞാനിപ്പോൾ നല്ല സോപ്പാണ് വിൽക്കുന്നത്, നല്ല ആയുർവേദിക് സോപ്പ് ചെയ്യുന്ന ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയാണ് എൻ്റെ എന്ന് വിചാരിക്കാം. ഇപ്പോൾ പുതിയ വലിയ വലിയ പിയേഴ്സ്, ലെക്സ്, വിവൽ എന്ന് പറഞ്ഞ വലിയ വലിയ കമ്പനികൾ വരുമ്പോൾ എൻ്റെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ എണ്ണം കൂടുകയാണ്. അപ്പോൾ അവരുടെ എത്രത്തോളം ആൾക്കാരിലേക്ക് എനിക്ക് എൻ്റെ പ്രൊഡക്ട്സിനെ മാർക്കറ്റിങ്ങിലൂടെ എത്തിക്കാൻ പറ്റില്ല, അതൊക്കെ അവരുടെ പ്രശ്നമാണ്. ക്ലിയർ അല്ലേ? പിന്നെ നോക്കേണ്ടതാണ് ഓൺട്രപ്രന്യൂർ അല്ലേ, ഓൺട്രപ്രന്യൂറുടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലേ. ഓൺട്രപ്രന്യൂർ എന്ന് പറയുമ്പോൾ എന്താണ്, അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്, പക്ഷെ ഇന്നോവേറ്റീവ് ആയ ഒരു ഐഡിയ കൊണ്ടുവന്ന ആളെയാണ്, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ കൊണ്ടുവന്ന ബിസിനസ്സുകാരനെയാണ് നമ്മൾ ഓൺട്രപ്രന്യൂർ എന്ന് പറയാം. ഓക്കെ, ഒരു സെയിം ഐഡിയ തന്നെ വീണ്ടും ബിസിനസ് ചെയ്യുന്നു, അയാളെ നമ്മൾ ബിസിനസ്സുകാരനെ പറയുള്ളൂ, ഒരിക്കലും ഓൺട്രപ്രന്യൂർ സംരംഭകൻ എന്ന് വിളിക്കില്ല. ക്ലിയർ? സെറ്റ്. അപ്പോൾ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നോക്കേണ്ടത് അല്ലേ. അപ്പോൾ ഓൺട്രപ്രന്യൂർ എന്താ, ഒരു സിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി ആയിരിക്കും അല്ലേ. എന്തൊക്കെയോ വലിച്ചു വാരി ചെയ്യുന്ന ആൾക്കാരല്ലേ, എല്ലാത്തിലും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് അവർ ചെയ്യുന്നുണ്ടാവും അല്ലേ. ഓൺട്രപ്രന്യൂർഷിപ്പ് ഇസ് നോട്ട് എ മിസ്റ്റീരിയസ് ഗിഫ്റ്റ് ഓർ ചാം ആൻഡ് സംതിങ് ദാറ്റ് ഹാപ്പൻസ് ബൈ ചാൻസ്. It is a systematic, step-by-step and purposeful activity. It has certain temperamental, skill and other technology, other knowledge and competency requirements that can be acquired. അല്ലേ? അതുപോലെ തന്നെ അവർക്ക് എന്ത് വേണ്ടി വരും? ഇതെന്ന് പറയുമ്പോൾ വെറുതെ ഒരു ചാൻസിൻ്റെ പുറത്ത് ചക്ക ഇട്ടു മൊയിൽ ചത്തു എന്ന് പറയുന്ന ഒരു പരിപാടിയല്ല. പകരം എന്താണ്, ഇവർ കഠിനാധ്വാനം ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് സ്കില്ല് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, വേണ്ട ആവശ്യങ്ങൾ അക്വയർ ചെയ്ത് ടെക്നോളജി ഒക്കെ അപ്ഡേറ്റഡ് ആയിട്ട് ഇവർ ചെയ്യുന്ന ഒരു പേർപ്പസ്ഫുൾ സിസ്റ്റമാറ്റിക് ആക്ടിവിറ്റിയാണ് എന്തെന്ന് പറയുന്നത്, ഓൺട്രപ്രന്യൂർഷിപ്പ് എന്ന് പറയുന്നത് അല്ലേ. പിന്നെ അതുപോലെ തന്നെ ലോഫുൾ ആൻഡ് പേർപ്പസ്ഫുൾ ആക്ടിവിറ്റിയാണ്. ദ ഒബ്ജക്റ്റ് ഓഫ് ഓൺട്രപ്രന്യൂർഷിപ്പ് ഇസ് എ ലോഫുൾ ബിസിനസ്. ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ടു ടേക്ക് എ നോട്ട് of this, as one may try to legitimate unlawful actions as entrepreneurship on the grounds that just entrepreneurship entails risk, so does illicit business അല്ലേ. അതായത് ഇവർ ചെയ്യുന്ന ബിസിനസ് എന്ന് പറയുന്ന ഒരു പേർപ്പസ്ഫുൾ ആക്ടിവിറ്റി ആണ്, ലോഫുൾ ആക്ടിവിറ്റി ആണ് അല്ലേ. നമ്മളെന്താണ് ലീഗലി അല്ലെങ്കിൽ അൺഫെയർ ആയിട്ട് ബിസിനസ് ചെയ്യാതെ കറക്റ്റായിട്ട് ഇവർ ബിസിനസ് ചെയ്യുന്നത് ഇന്ന് ബിസിനസ് ചെയ്ത് നാളെ പൂട്ടിപ്പോണം എന്ന് വിചാരിച്ചിട്ടല്ല, ഒരു ലോങ് റൺ മുന്നിൽ കണ്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു ലോങ് ടേമിലേക്കുള്ള ഒരു ഗ്രോത്ത് അവർ കണ്ടുകൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെന്താണ്, ഒരു ലോഫുൾ ആൻഡ് പേർപ്പസ്ഫുൾ ആക്ടിവിറ്റിയാണ്. പിന്നെ ഇന്നോവേഷൻ ഉണ്ടായിരിക്കും അല്ലേ. ഓൺട്രപ്രന്യൂർഷിപ്പ് എന്ന് പറയുന്നത് തന്നെ ഇന്നോവേഷൻ്റെ പുറത്ത് വരുന്നതാണ്. അപ്പോൾ ഓൺട്രപ്രന്യൂർഷിപ്പ് ഇസ് എ ക്രിയേറ്റീവ് ഇൻ ദ സെൻസ് ദാറ്റ് ഇൻവോൾവ്സ് ക്രിയേഷൻ ഓഫ് വാല്യൂ. By combining the various factors of production, entrepreneurs produce goods and services that meet the needs and wants of the society അല്ലേ. അപ്പോൾ എന്താണ്, അതായത് നമ്മൾ ഓൾറെഡി നിലവിലുള്ള ഒരു കസ്റ്റമേഴ്സ് അല്ലേ, അതായത് ഒരു കസ്റ്റമേഴ്സിന് എന്ത് ചെയ്തു, ഒരു പുതിയ രീതിയിൽ അവരെ അപ്രോച്ച് ചെയ്യുന്നു. സാധാരണ നമ്മൾ ഒരു ചോറ് സാധാരണ പ്ലേറ്റിൽ വിളമ്പി കൊടുക്കാതെ എന്ത് ചെയ്തു, നമ്മൾ കുറച്ച് അടിപൊളിയാക്കി പൊതിഞ്ഞ് വേറെ രീതിയിൽ പാക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താണ്, അവിടെ ഒരു ക്രിയേറ്റിവിറ്റി വന്നല്ലേ. അപ്പോൾ അതേപോലെ നമ്മുടെ ബിസിനസ്സിൻ്റെ അകത്ത് അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ അകത്തുള്ള ഓപ്പർച്യൂണിറ്റീനെ ഇന്നോവേറ്റീവായിട്ട് ഡിഫറെൻ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, അപ്രോച്ച് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ. പിന്നെ ഓർഗനൈസേഷൻ ഓഫ് പ്രൊഡക്ഷൻ അല്ലെ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ത് ചെയ്യും, മൊബിലൈസ് ചെയ്യും അല്ലേ, ശേഖരിക്കും അല്ലേ. എന്തൊക്കെ കാര്യങ്ങൾ വേണം ഈ ബിസിനസ് ഐഡിയനെ ഒന്ന് സക്സസ്ഫുൾ ആക്കി കൊണ്ടുവരാൻ വേണ്ട എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ അവരായിരിക്കും കൊണ്ടുവരാം അല്ലേ. പ്രൊഡക്ഷൻ ഇംപ്ലൈയിങ് ക്രിയേഷൻ ഓഫ് ഫോംസ്, പിന്നെ പ്ലേസ്, ടൈം, പേഴ്സണൽ യൂട്ടിലിറ്റി എല്ലാം ഇവരായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, മൊബിലൈസ് ചെയ്യുന്നുണ്ടാവുക. ക്ലിയർ അല്ലേ. ക്ലിയർ, സെറ്റ്, റെഡി, മനസ്സിലാവുന്നുണ്ടോ? എടാ റെഡി ആണോ?
ഇത്രയും നേരം പറഞ്ഞതെല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആണോ? നമ്മൾ ഡിസ്കസ് ചെയ്തതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാ, ഇല്ലെങ്കിലും പറയാ, എന്നാലേ എനിക്ക് എന്താണ് മാറ്റം വരുത്തണമെന്ന് മനസ്സിലാവുള്ളൂ. ക്ലിയർ? സെറ്റ്? മനസ്സിലാവുന്നുണ്ട്? സെറ്റ്? ക്ലിയർ ആണല്ലോ? എടാ അവസാന ചാൻസ് ആണ്, ഒന്ന് ഇപ്പോഴെങ്കിലും പറയാം. മനസ്സിലാവുന്നില്ലെങ്കിൽ മനസ്സിലാവുന്നില്ല എന്ന് ഇപ്പോഴെങ്കിലും പറയണം കേട്ടോ. സെറ്റ്? റെഡി റെഡി റെഡി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ബെനഫിറ്റ്സ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ് അല്ലേ? ഇന്റർനാഷണൽ ബിസിനസ് ചെയ്യുന്നതിലൂടെ ഒരു രാജ്യത്തിന് എന്താണ് നേട്ടം അല്ലേ? ഇന്റർനാഷണൽ, നമുക്ക് നമ്മുടെ രാജ്യത്ത് നമ്മുടെ പ്രൊഡക്ട്സ് നമ്മുടെ നാട്ടുകാർക്ക് വിറ്റ് ജീവിച്ചാൽ പോരെ. നമ്മൾ എന്തിനാണ് ബാക്കിയുള്ള നാട്ടുകാരെ നന്നാക്കാൻ വേണ്ടിയിട്ട് വേറെ കുറേ ഈ ടാക്സും അതും ഇതും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെലവുകളൊക്കെ വാരി വലിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് കൊടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരമാണ് നമ്മുടെ രാജ്യത്തിന് കിട്ടുന്ന ഗുണഗണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത് അല്ലേ? ഏർണിംഗ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് അല്ലേ? ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞ സാധനം ആവശ്യമുള്ളതാണ്. അതായത് ഫോറിൻ എക്സ്ചേഞ്ച് എന്തിനാണ്? ഇപ്പം നമുക്കറിയാം നമ്മുടെ ലോകത്തിൽ എല്ലാ സ്ഥലത്തും റിസോഴ്സസ് ഈക്വലി അല്ല ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. കേരളത്തിലുള്ള പലതും എവിടെ ഇല്ല, പുറത്ത് ഇപ്പോൾ ഉത്തർപ്രദേശിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ ഇപ്പോൾ ജമ്മു കാശ്മീരോ ഇല്ല. ജമ്മു കാശ്മീരുള്ള പലത് നമ്മുടെ ഈ കേരളത്തിലും ഇല്ല അല്ലേ? അപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഒരു അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ് ആണ് നടന്നിരിക്കുന്നത്. അപ്പം പിന്നെ വേറെ രാജ്യത്തിൻ്റെ കാര്യം പറയണ്ടല്ലോ. ഇപ്പം നമുക്ക് നമ്മുടെ നാട്ടിൽ ഈ പെട്രോൾ ഇല്ലാതെ ജീവിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ? പെട്രോൾ ഇല്ലാതെ നമുക്ക് നടക്കില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ പെട്രോൾ വളരെ കുറവാണ് അല്ലേ? കുറച്ചേ ഉള്ളൂ. നമുക്ക് വേണ്ട ഇത്രയും നമ്മുടെ നാട്ടിലുള്ള 170 കോടി ജനങ്ങളെ അത്രയും ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റുന്ന അത്രയും പെട്രോൾ നമ്മുടെ നാട്ടിലില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് മറ്റ് രാജ്യങ്ങൾ പെട്രോൾ കൂടുതലായിട്ട് സുലഭമായിട്ട് അല്ലേ അവൈലബിൾ ആയിട്ടുള്ള രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് വാങ്ങിക്കേണ്ടി വരും അല്ലേ? അപ്പോൾ വാങ്ങിക്കേണ്ട സമയത്ത് നമ്മൾ ഇവിടുത്തെ ഇന്ത്യൻ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കിട്ടില്ല. ആ സമയത്ത് നമുക്ക് എന്ത് വേണ്ടി വരും? അവിടുത്തെ രാജ്യത്തെ കറൻസി കൊടുക്കേണ്ടി വരും അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഇന്റർനാഷണൽ ട്രേഡിലൂടെ ഫോറിൻ കറൻസി, പിന്നെ നമ്മുടെ സാമ്പത്തികപരമായിട്ട് നോക്കുമ്പോഴൊക്കെ നമുക്ക് എന്ത് വേണം? എക്കണോമിയിലൊക്കെ ഫോറിൻ കറൻസി റിസർവ് എന്ന് പറഞ്ഞ ഓരോ രാജ്യങ്ങൾക്കും വേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് എന്ത് വേണം? ഇന്റർനാഷണൽ ബിസിനസ്സിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. പിന്നെ മോർ എഫിഷ്യൻറ്റ് യൂസ് ഓഫ് റിസോഴ്സസ്, പിന്നെ നമ്മുടെ റിസോഴ്സസിനെ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നു. അതായത് ഇപ്പം നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ജൂട്ട് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുക. ഈ ജൂട്ട് നമ്മുടെ നാട്ടിൽ ഭയങ്കര അവൈലബിൾ ആണ്. സോ അത് വെച്ചിട്ട് നമ്മുടെ നാട്ടിൽ ഇപ്പം ഒരു 1000 കിലോ ജൂട്ട് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മുടെ നാട്ടിലാകെ ഒരു കൂടിപ്പോയൊരു 100 പേരേ ഉള്ളൂ എന്ന് വിചാരിക്കും. അപ്പം 100 പേർക്ക് വേണ്ടിയിട്ട് 1000 കിലോ ജൂട്ടൊന്നും മാക്സിമം എടുക്കണ്ട. അവർക്ക് വളരെ കുറച്ച് ജൂട്ട് മതി. അപ്പം അത്രയും ജൂട്ട് എന്താവും? വേസ്റ്റ് ആയിപ്പോവും അല്ലേ? പക്ഷെ നമ്മളിങ്ങനെ പുറത്ത് കൂടെ കൊടുക്കുമ്പോൾ അതിന് കൂടുതൽ ഡിമാൻഡ് വരുന്നു. സോ ഡിമാൻഡ് കൂടുന്നു. അപ്പോൾ സപ്ലൈ കൂട്ടാൻ വേണ്ടി നമ്മുടെ റിസോഴ്സിനെ നമ്മൾ ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ ചെയ്യുന്നു. ഇത് തന്നെയാണ് എല്ലാ സ്ഥലത്തും നടക്കുന്നത് അല്ലേ? സർപ്ലസ് ആയിട്ട് വരുന്നതിനൊക്കെ നമ്മൾ കയറ്റി അയക്കും. ക്ലിയർ? അതിൽ നിന്ന് ഏൺ ചെയ്യും. പിന്നെ അതുപോലെ ഗ്രോത്ത് പ്രോസ്പെക്ട് ആൻഡ് എംപ്ലോയ്മെൻറ്റ് പൊട്ടൻഷ്യൽ. നമ്മൾ ഇങ്ങനെ ഈ ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറയുമ്പോൾ അവിടെ കോൺട്രാക്ട് മാനുഫാക്ചറിങ്ങും ഔട്ട്സോഴ്സിങ്ങും അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിലൂടെ എല്ലാം എന്തോടെ കിട്ടുന്നുണ്ട്? എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടെ കിട്ടുന്നുണ്ട്. ക്ലിയർ? അപ്പോൾ അതും എവിടെയാണ് കിട്ടുന്നത്? നമുക്ക് ഇന്റർനാഷണൽ ബിസിനസ്സിലൂടെ മാത്രമേ അതും സാധിക്കുന്നുള്ളൂ അല്ലേ? അതായത് നമ്മുടെ നാട്ടിൽ വേണ്ട അത്രയും ആൾക്കാർക്ക് അൺഎംപ്ലോയ്മെന്റ് ആയിട്ട് കിടക്കുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ പുറത്തുകൂടെയുള്ള ആൾക്കാർക്ക് വേണ്ടി ഇന്റർനാഷണൽ ലെവലിൽ ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പിന്നെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടുന്നു. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് നാട്ടിൽ ഇപ്പോൾ ചുറ്റുമുള്ള സ്ഥലങ്ങളിലുള്ള അല്ല, അതായത് എബ്രോഡുള്ള പല സ്ഥാനങ്ങളും നമുക്ക് എന്താ ഇവിടെ അവൈലബിൾ ആണ് അല്ലേ? അപ്പം അങ്ങനെ അവൈലബിൾ ആവുന്നത് കൊണ്ട് തന്നെ ആൾക്കാർക്ക് പ്രീമിയം പ്രോഡക്ട്സ് യൂസ് ചെയ്യാൻ പറ്റും. എൻ്റെ കയ്യിൽ ഐഫോൺ ഉണ്ട്. എന്തുകൊണ്ടാണ് എൻ്റെ കയ്യിൽ ഐഫോൺ വന്നത് അല്ല? ഐഫോൺ എന്ന് പറയുമ്പോൾ ഒരു പ്രീമിയം പ്രോഡക്റ്റ് ആണ്. അതെനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നു. ഐപാഡ് ഉണ്ട്, അതെനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നു. എന്തുകൊണ്ടാണ്? ഇന്റർനാഷണൽ ബിസിനസ്സിലൂടെയാണ് എനിക്കത് സാധ്യമായത്. ഇന്റർനാഷണൽ ബിസിനസ് ഇല്ല എന്ന് വിചാരിക്കുക, എനിക്ക് ഈ ഐഫോണോ ഐപാഡോ ഒന്ന് കണി കാണാൻ പോലും കിട്ടില്ല അല്ലേ?
അപ്പോൾ ഞാൻ ഈ ഐഫോൺ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ അപ്ഡേറ്റഡ് സാധനമാണ് അല്ലേ, അപ്ഡേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ഉള്ള പ്രൊഡക്റ്റാണ്. ഇതിനേക്കാൾ സ്റ്റാൻഡേർഡ് പ്രൊഡക്ട്സ് ഉണ്ടാവും കേട്ടോ, ഞാൻ ബാക്കിയുള്ളതിനൊന്നും അടച്ചാക്ഷേപിക്കല്ല. പക്ഷെ ഞാൻ പൊതുവേ പറയില്ല, ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇതിനേക്കാളും നല്ലത് ഉണ്ടാകാം, ഓക്കെ, ഉണ്ടാവും തീർച്ചയായിട്ടും. ഓക്കെ, ഇനി നിങ്ങൾ ആൻഡ്രോയിഡുകാരും എന്നെ വന്ന് ചീത്ത വിളിക്കരുത്. ഓക്കെ, എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ പിടുത്തമൊന്നുമില്ല. പക്ഷെ എന്നാലും അതിൻ്റെ ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ടല്ലോ, അതെനിക്ക് കിട്ടുന്നുണ്ട് അല്ലേ. അത് എനിക്ക് കിട്ടാനുള്ള കാരണം എന്താണ്? ഈ ഇന്റർനാഷണൽ ബിസിനസ്സിലൂടെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ ഇമ്പോർട്ട് എക്സ്പോർട്ടൊക്കെ ചെയ്യണതിലൂടെയാണ്. ക്ലിയർ? മനസ്സിലായോ? സെറ്റ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഓക്കെ പഠിച്ചു വെക്കണം. ക്ലിയർ? ഇനി ഇമ്പോർട്ട് പ്രൊസീജിയേഴ്സ് പഠിക്കണം. ഇമ്പോർട്ട് പ്രൊസീജിയേഴ്സ് 10 എണ്ണവും എക്സ്പോർട്ട് പ്രൊസീജിയേഴ്സ് 17 എണ്ണമാണ്. ഈ 17 എണ്ണം എഴുതാൻ വേണ്ടി നിങ്ങളോട് ചോദിക്കില്ല, പക്ഷെ ചെറിയ 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 എഴുതിയിട്ടേ നോക്കൂ. അപ്പോൾ 17 എണ്ണം ജസ്റ്റ് ഒരു കഥ പോലെയെങ്കിലും നിങ്ങൾ പഠിച്ചു പോകണം. ഓക്കെ, 17 അല്ലടാ 15. എനിക്ക് 17 ഒക്കെ എന്തിനെ കുറച്ച് അധികമാണ്. എനിക്ക് 15 തന്നെ വരെയൊക്കെ യൂസ് ചെയ്യാറില്ല. പിന്നെ ഞാൻ എന്തിനാ 17 യൂസ് ചെയ്യണത്? പക്ഷേ ബേസിക് ആയിട്ടുള്ളൊരു കാര്യത്തിന് വേണ്ടി വാങ്ങിച്ചു, അത്രേ ഉള്ളൂ. സെറ്റ്. അപ്പോൾ ഇമ്പോർട്ട് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ട്രേഡ് എൻക്വയറി നടത്തും. ഓക്കെ, ട്രേഡ് എൻക്വയറി. ഇപ്പോൾ ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യണം അല്ലേ, നമ്മൾ കയറ്റി അയക്കുകയാണ്. അപ്പോൾ കയറ്റി അയക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ സാധനം വാങ്ങാൻ ആദ്യം ഒരു ബയ്യർ വരും അല്ലേ. ഓക്കെ, ഞാനിപ്പോൾ യദു സാർ എന്ത് ചെയ്യുന്നു? യദു സാർ അങ്ങ് ജപ്പാനിൽ, അത് കൊറിയയിലാണ്. സാർ നമുക്ക് കൊറിയൻ ആക്കാം. ഓക്കെ, സാറ് മറ്റേ കൊറിയൻ പൂക്കിയാണെന്ന് വിചാരിക്കുക. സാറ് കൊറിയയിലിരുന്ന് എനിക്ക് ഇവിടേക്ക് ഒരു ഓർഡർ തരുന്നു. അത് എനിക്ക് കുറച്ച് ചക്ക വേണം, എൻ്റെ നാട്ടിൽ ചക്ക കിട്ടാനില്ല, കൊറിയയിൽ ചക്കയില്ല, അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് ചക്ക കയറ്റി അയക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു ഓഫ് കോഴ്സ്, എൻ്റെ ഇഷ്ടം പോലെ ചക്കയുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നു? ആ ഓർഡർ എടുക്കുന്നു. ആദ്യം എന്ത് ചെയ്യും? ട്രേഡ് എൻക്വയറി നടത്തും. എന്നിട്ട് അങ്ങോട്ട് ഞാൻ കൊറിയയിലേക്ക് എനിക്ക് എന്ത് ചെയ്യണം? ഇമ്പോർട്ട് ചെയ്യണം അല്ലേ. കൊറിയയിലേക്ക് സാറിന് വാങ്ങിക്കണം അല്ലെ. സാർ എന്ത് ചെയ്യാണ്? കൊറിയയിലേക്ക് വാങ്ങിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഇന്ത്യയിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വരണം അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈസൻസ് സാർ എന്ത് ചെയ്യണം? കൊറിയയിൽ നിന്ന് സംഘടിപ്പിക്കണം അല്ലേ. അല്ലാതെ ഞാൻ ഇവിടുന്ന് കയറ്റി അയച്ചു, ഞാൻ എക്സ്പോർട്ട് ചെയ്തു, സാറിന് ഈ പ്രൊഡക്റ്റ് എടുക്കാൻ അവിടെ ലൈസൻസ് ഇല്ലെങ്കിൽ എൻ്റെ പ്രൊഡക്റ്റ് വെറുതെ ആയി പോവില്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്താണ്? സാറ് ലൈസൻസ് എടുക്കണം. അതുപോലെ തന്നെ ഞാൻ ഇന്ത്യക്കാരിയാണ്, അപ്പോൾ കൊറിയൻ പൈസ തന്നു കഴിഞ്ഞാൽ കൊറിയൻ കറൻസി എന്താ പേരറിയോ? കൊറിയൻ കറൻസിയുടെ പേരറിയോ? എന്താ പറയുക? യുവാനോ അങ്ങനെ എന്തെങ്കിലും ആണോ? കൊറിയൻ കറൻസിയുടെ പേരറിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? കൊറിയൻ കറൻസീനെ നമ്മൾ എന്താ പറയുക? നിങ്ങൾക്കൊക്കെ അറിയാൻ ചാൻസ് ഉണ്ടാവുമല്ലോ. കൊറിയൻ കറൻസീനെ നമ്മൾ എന്താ പേര് പറയാമെന്ന് എനിക്കറിയില്ല. അറിയോ? കൊറിയൻ കറൻസീൻ്റെ പേരറിയോ? അപ്പോൾ നമ്മളുടെ ഇന്ത്യൻ റുപ്പി, ഡോളർ, ദിനാറ് അങ്ങനത്തെയൊക്കെ പറയില്ലേ, റിയാൽ എന്നൊക്കെ പറയുന്നത് പോലെ കൊറിയൻ കറൻസീന് എന്താണ് പറയാമെന്നറിയോ? അറിയാമായിരുന്നു പക്ഷെ മറന്നുപോയി. വോൺ എന്നാണ് പറയുക. വോൺ എന്നാണ് പറയുക. അപ്പോൾ ആ പൈസ എനിക്ക് ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല, കാരണം ഇവിടെ അതിന് വാല്യൂ ഇല്ല. എനിക്കിവിടെ ഇന്ത്യൻ റുപ്പി കിട്ടിയിട്ടേ കാര്യമുള്ളൂ. അതുകൊണ്ട് എന്നാണോ പറയുക? എന്നാണോ? എന്ന് പറയുന്നത് ചൈനേൻ്റെ അല്ല, വോണാണോ? എന്നോ വോൺ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. കിം ജോൺ ഉൻ ഇവിടെ ഉള്ള ആളല്ല, അത് നോർത്ത് കൊറിയ, ഞാൻ സൗത്ത് കൊറിയൻ്റെ ആളാണ്. സാറിന് ഞാൻ സൗത്തിലേക്കാണ് ഇട്ടത്. ഓക്കെ, അവിടെയാണല്ലോ നിങ്ങളുടെ മറ്റേ ടീംസ്, BTSും പിന്നെന്താ ബ്ലാക്ക് ലേഡിയോ ബ്ലാക്ക് റോസോ അങ്ങനെ ആരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ ഉള്ളത്. ഓക്കെ, സാറിന് നമുക്ക് അവരുടെ കൂട്ടത്തിലേക്ക് ചേർക്കാം. ഓക്കെ, ക്ലിയർ? സെറ്റ്. അപ്പോൾ അവിടുത്തെ കറൻസി എനിക്ക് ഇവിടെ കിട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ ഓക്കെ, ഇപ്പോൾ ഇന്ത്യൻ റുപ്പി സാറ് എന്ത് ചെയ്യണം? ഒബ്റ്റെയിൻ ചെയ്യണം. ഫോറിൻ എക്സ്ചേഞ്ച് അല്ലെ, ഏത് രാജ്യത്തേക്കാണോ ഇമ്പോർട്ട് ചെയ്യുന്നത് അതിൻ്റെ എന്ത് ചെയ്യണം? ഫോറിൻ എക്സ്ചേഞ്ച്, കാരണം എനിക്ക് ഇങ്ങോട്ട് പേ ചെയ്യണ്ടേ അല്ലേ. അപ്പോൾ അതിൻ്റെ ഒബ്റ്റെയിൻ ചെയ്യണം. പിന്നെ പ്രൊക്യൂറിങ് ഷിപ്പിംഗ് ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ സെറ്റ് ചെയ്യണം അല്ലേ. അതിപ്പോൾ ഞാൻ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന ഞാൻ കുറേ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ അയച്ചു കൊടുക്കും. ഇത്ര സാധനം, ഇത്ര കണ്ടെയ്നറിൽ ഇത്ര ചക്ക, ഇത്ര പാക്ക് എന്നൊക്കെ പറഞ്ഞ് ഞാനും അയച്ചു കൊടുക്കും. ആ കാര്യങ്ങളെല്ലാം സാർ എന്ത് ചെയ്യണം? സെറ്റ് ചെയ്യണം. ഇതൊക്കെ ലീഗൽ പ്രൊസീജിയറിൽ ആവശ്യമാണ് അല്ലേ. പിന്നെ അതുപോലെ തന്നെ സാർ എൻ്റെ അടുത്ത് നിന്ന് വലിയ ക്വാണ്ടിറ്റിയിൽ എന്ത് ചെയ്തു? ഓർഡർ എടുത്തു. എന്നിട്ട് ഇതിനൊക്കെ പേ ചെയ്യാൻ മാത്രമുള്ള കഴിവുണ്ടോ സാറിന്? ഫൈനാൻഷ്യലി സാറ് വന്ന് പൈസക്കാരനാണോ എന്ന് എനിക്ക് നോക്കണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സാറിനോട് സാറിൻ്റെ എങ്ങനെയാണ് ബാലൻസ് ഒക്കെ ഉണ്ടോ എന്ന് കാണിക്കുമ്പോൾ സാർ എന്ത് ചെയ്യും? സാറിൻ്റെ അക്കൗണ്ട് അല്ലേ, ബാങ്ക് എന്ത് ചെയ്യും? എനിക്ക് ഒരു ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, സാറിൻ്റെ വർത്തിനെസ് കാണിക്കാൻ വേണ്ടിയിട്ട്, ബാങ്കിൻ്റെ അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട്, ശരി അല്ലേ. അപ്പോൾ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞ സാധനം അയച്ചു തരും. പിന്നെ ഓർഡറൊക്കെ സെറ്റാക്കി
എല്ലാ ഓർഡറും സെറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അപ്പോയിൻമെൻറ്റ് ഓഫ് ക്ലിയറിംഗ് ഏജൻറ്റ് അല്ലേ, അതായത് നമുക്ക് കാര്യങ്ങൾ സെറ്റാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്ലിയറൻസ് കാര്യങ്ങളുണ്ട്, അതിന് വേണ്ട ഏജൻസിനെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നു. പിന്നെ ക്ലിയറിംഗ് ഏജൻസീസിൻ്റെ ഫോർമാലിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഏത് വഴിയാണോ നമ്മൾ എന്ത് ചെയ്യുന്നത്, സാധനം കൊണ്ടുവരുന്നത്, ഒന്നെങ്കിൽ എയർവേ ആകാം, അല്ലെങ്കിൽ സാധാരണ പോർട്ട് വഴി അല്ലേ, അല്ലെങ്കിൽ സാധാരണ സി വഴിയാണോ വരുന്നത്, ഏത് വഴിയാണെങ്കിലും ആ പോർട്ടിൽ പോകുന്നു അല്ലെങ്കിൽ ഡോക്കിൽ പോകുന്നു, ബില്ല് കാര്യങ്ങൾ വാങ്ങുന്നു, എന്നിട്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ സെറ്റാക്കുകയാണ് ചെയ്യണത്. ഓക്കെ, ക്ലിയർ? പിന്നെ ഇതിലുള്ളതാണ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ലെറ്റർ ഓഫ് ക്രെഡിറ്റും മെയ്ഡ് റെസിപ്റ്റും ബിൽ ഓഫ് ലേഡിങ് അല്ലേ. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ബിൽ ഓഫ് ലേഡിങ് ഒക്കെ ഇത് ഏത് പ്രൊസീജിയറിൽ വരുന്നതാണെന്ന് പറയാൻ പറ്റുമോ? ഇതൊക്കെ ഏത് പ്രൊസീജിയറിൽ വരുന്നതാ? ഇമ്പോർട്ടാണോ എക്സ്പോർട്ടാണോ? ഇമ്പോർട്ടിൽ വരുന്നതാണോ എക്സ്പോർട്ടിൽ വരുന്നതാണോ? ഇതൊക്കെ ഇമ്പോർട്ടാണോ എക്സ്പോർട്ടാണോ? ഒന്ന് വേഗം പറഞ്ഞേ. ഇമ്പോർട്ടാണോ എക്സ്പോർട്ടാണോ? ഈ ലെറ്റർ ഓഫ് ക്രെഡിറ്റും എക്സ്പോർട്ടിലാണ് കേട്ടോ വരുന്നത്, എക്സ്പോർട്ടാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്താന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി വരും, അല്ലെങ്കിൽ വൺ വേർഡിനൊക്കെ വരും. അപ്പോൾ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്ന ക്രെഡിറ്റ് എൻക്വയറി ആണ്. ദ എക്സ്പോർട്ടർ ഷുഡ് വെരിഫൈ ദ ക്രെഡിറ്റ് വർത്തിനെസ് ഓഫ് ദ ഇമ്പോർട്ടർ അല്ലെ, ഇമ്പോർട്ടറുടെ ക്രെഡിറ്റ് വർത്തിനെസ് ചോദിക്കുന്നതാണ്. ഫോർ ദിസ് പേർപ്പസ് ഹി മേ ആസ്ക് ദ ഇമ്പോർട്ടർ ടു സെൻഡ് എ ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, ബാങ്ക് ഗ്യാരണ്ടി ഓർ എനി അതർ ഗ്യാരണ്ടി അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ സെയിം സാധനം. ഇനി അത് കഴിഞ്ഞാൽ മെയ്റ്റ് റെസിപ്റ്റ് ഉണ്ട്. മെയ്റ്റ് റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് കയറ്റി അയക്കുന്നുണ്ട്, ഞാൻ എക്സ്പോർട്ട് ചെയ്യുന്നില്ലേ, ആ ചക്ക എക്സ്പോർട്ട് ചെയ്യുന്ന ഷിപ്പ്, ആ ഷിപ്പിൻ്റെ ക്യാപ്റ്റൻ ഉണ്ടായിരിക്കും. ആ ഷിപ്പിൻ്റെ ക്യാപ്റ്റൻ എൻ്റെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് തരുന്നതാണ് അല്ലേ. ദ ഗുഡ്സ് ആർ ദെൻ ലോഡഡ് on board the ship, of which captain of the ship issues a document called made receipt of the port superintendent. Port superintendent ആണ് കൊടുക്കുന്നത്. ക്ലിയർ അല്ലേ? സെറ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ ബിൽ ഓഫ് ലേഡിംഗ് ആണ്. ബിൽ ഓഫ് ലേഡിംഗ് എന്ന് പറയുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് ആണ്. അതായത് ഷിപ്പിംഗ് കമ്പനി എന്ത് ചെയ്യുന്നു, എൻ്റെ ഓർഡർ അവരെടുത്തു, അപ്പം ഞാൻ സാറിനോട് പറയാം ഇന്ന കമ്പനിയുടെ ഷിപ്പിലാണ് എൻ്റെത് വരുന്നത് അല്ലേ. ആ ഷിപ്പ് നോക്കിയിട്ടാണ് സാർ അവിടെ സെറ്റായി നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഷിപ്പുകാർ എൻ്റെ ഓർഡർ എടുത്തു എന്ന് കാണിക്കുന്നത് അല്ലേ. ഇറ്റ് ആക്ട്സ് ആസ് ആൻ എവിഡൻസ് ദാറ്റ് ദ ഷിപ്പിംഗ് കമ്പനി ഹാസ് ആക്സെപ്റ്റഡ് ദ ഗുഡ്സ് ഫോർ ക്യാരിയിങ് ഇൻ ദ കേസ് ദാറ്റ് ഗുഡ്സ് ആർ ബീങ് സെൻറ്റ് എയർ അല്ലേ. സെൻറ്റ് നമ്മൾ വായു വഴിയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ബിൽ ഓഫ് ലേഡിങ്ങിന് പകരം എയർവേ ബില്ലെന്ന് പറയും. ക്ലിയർ? സെറ്റ്? ക്ലിയർ? സെറ്റ് അല്ലേ? അപ്പോൾ ഇതാണ് ആ മൂന്നിൻ്റെയും ചെറിയ രീതിയിലുള്ള എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. പിന്നെയാണ് നമ്മൾ ജോയിൻറ്റ് വെഞ്ചർ അല്ലേ. എൻറ്ററിങ് ഇൻ ടു ജോയിൻറ്റ് വെഞ്ചർ ഹെൽപ്സ് ദ മെമ്പർ ഓർഗനൈസേഷൻ ടു എൻഹാൻസ് ദയർ കോമ്പറ്റിറ്റീവ്നെസ്. അതായത് നമ്മൾ ജോയിൻറ്റ് വെഞ്ചറിൽ ഏർപ്പെടുന്നത്, ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറയുന്ന ഒരു മോഡ് ഓഫ് എൻട്രി ആണ് അല്ലേ. ഇൻ്റർനാഷണൽ ബിസിനസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മോഡ് ഓഫ് എൻട്രീസിൽ ഒന്നാണ് ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ജോയിൻറ്റ് വെഞ്ചർ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ഗുണമാണ്, കോമ്പറ്റിറ്റീവ്നെസ് കൂടും എന്ന് പറയുന്നു രണ്ട് പാർട്ടീസിനും. ജസ്റ്റിഫൈ യുവർ ആൻസർ, അത് നിങ്ങളോട് ജസ്റ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾ എന്ത് എഴുതണം, അതിൻ്റെ അഡ്വാൻറ്റേജസ് എഴുതണം അല്ലേ. എൻ്റെ പേര് രേണുക എന്നാണ് കേട്ടോ. അപ്പോൾ ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറയുന്നത് എന്താണെന്ന് എഴുതണം. ജോയിൻറ്റ് വെഞ്ചർ ഇസ് ആൻ ഓർഗനൈസേഷൻ ഫോംഡ് ബൈ മീൻസ് ഓഫ് എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ടു ഓർ മോർ ബിസിനസ് ടു ജോയിൻ ടുഗെദർ ഫോർ എ കോമൺ പർപ്പസ് ആൻഡ് ഫോർ എ മ്യൂച്വൽ ബെനിഫിറ്റ് അല്ലേ. അതായത് ഒന്നിൽ കൂടുതൽ, രണ്ടിൽ കൂടുതൽ അല്ലേ, രണ്ടിൽ കൂടുതൽ ബിസിനസ് എൻറ്റിറ്റീസ് രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്നു, ഒരു കോമൺ പേർപ്പസിന് വേണ്ടിയിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ് നമ്മൾ ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറയാം അല്ലേ. ജോയിൻറ്റ് വെഞ്ചർ മീൻസ് സ്റ്റാർട്ടിങ് എ ഫേം വിച്ച് ഇസ് ജോയിൻ്റ്ലി ഓൺഡ് ബൈ 2 or more otherwise independent firms. A joint venture comes into beginning with 3 major words ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് നമുക്ക് നോക്കണം. ഫൈനാൻഷ്യൽ ബേർഡൻ കുറവായിരിക്കും അല്ലേ. ഫൈനാൻഷ്യൽ അതിൻ്റെ ആൻസർ നിങ്ങൾ ജസ്റ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞത്. അവർ ഓൾറെഡി പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ് പറഞ്ഞത്. ജോയിൻറ്റ് വെഞ്ചർ ചെയ്യുന്നതിലൂടെ ബിസിനസ്സിൻ്റെ അകത്തുള്ള കോമ്പറ്റിറ്റീവ്നെസ് കൂടും, അതിനെ ജസ്റ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ അതിന് അത് സത്യമല്ലേ, സത്യം ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് പറയേണ്ടത്. ഒന്നാമത് ഫൈനാൻഷ്യൽ ബേർഡൻ കുറവ് അല്ലേ. സിൻസ് ബോത്ത് ഓഫ് ദെം ഇൻവെസ്റ്റ് ദർ ഇസ് ലെസ് ഫൈനാൻഷ്യൽ ബേർഡൻ ടു ഇൻ്റർനാഷണൽ ഫേം അല്ലേ. ക്ലിയർ അല്ലേ? പിന്നെ ലാർജ് സ്കെയിൽ ഓപ്പറേഷൻസ് ആയിരിക്കും അല്ലെ. രണ്ട് പേരുടെയും കൂടെ റിസോഴ്സസ് ചേരുകയാണ്. ഇപ്പോൾ മാരുതി സുസുക്കി, മാരുതി നമ്മുടെ ഇന്ത്യൻ കമ്പനി, സുസുക്കി ജപ്പാനാണെന്ന് തോന്നുന്നുണ്ട്, ജപ്പാനിൻ്റെ കമ്പനിയാണെന്ന് തോന്നുന്നുണ്ട് സുസുക്കി എന്ന് പറയണം. അപ്പോൾ എന്താണ്, അപ്പോൾ സുസുക്കിക്കാർക്ക് എന്താണ്, അവർക്ക് ഇന്ത്യയിൽ വന്നിട്ട് ഒരു പുതിയ ബിസിനസ് തുടങ്ങുന്നതിനേക്കാളും ഫൈനാൻഷ്യൽ ബേർഡൻ കുറവാണ് ഇന്ത്യയിലുള്ള ഓൾറെഡി കമ്പനിയിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ അവർക്ക് പുതിയതായിട്ട് സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്ന ഒരു രീതിയിലുള്ള
ക്യാപിറ്റൽ അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള ഫൈനാൻഷ്യൽ ബേർഡനും വരുന്നില്ല. പിന്നെ അത് മാത്രമല്ല, ഈ രണ്ട് പേരുടെ റിസോഴ്സസ് ചേരുന്നു അല്ലെ, അതിൻ്റെ പ്രത്യേകത ഉണ്ട് അല്ലേ. വിത്ത് വാസ്റ്റ് റിസോഴ്സസ് അറ്റ് ദിയർ ഡിസ്പോസൽ ബൈ ഫോമിംഗ് ജോയിന്റ് വെഞ്ചർ ലാർജ് പ്രോജക്ട്സ് റിക്വയറിംഗ് ഹ്യൂജ് ക്യാപിറ്റൽ ഔട്ട്ലേ ക്യാൻ ബി അണ്ടർടേക്കൻ അല്ലേ. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ രീതിയിലുള്ള ബിസിനസ്സിലേക്ക് പോവാം. പിന്നെ ഉള്ളതാണ് ലോക്കൽ പാർട്ട്നേഴ്സ് നോളജ് അല്ലേ. അതിലിപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു സുസുക്കി സുസുക്കി ഇന്റർനാഷണലും അതുപോലെ തന്നെ അവർ വരുന്നത് ഇന്ത്യൻ മാർക്കറ്റിലേക്കാണ്. അപ്പം മാരുതി എന്ന് പറയുന്ന ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ച് ഓൾറെഡി നോളജ് ഉള്ള ആളായതുകൊണ്ട് തന്നെ ഒരുവിധം ലീഗലി വരുന്ന പ്രശ്നങ്ങൾ, ഇവിടുത്തെ മാർക്കറ്റ് അല്ലെങ്കിൽ എങ്ങനെയാണ് കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സ്, ടേസ്റ്റ്, വാണ്ട്സ് എന്നൊക്കെ അവർക്ക് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അതിനു വേണ്ടി മെനക്കെട്ടിരിക്കേണ്ട ആവശ്യം വരുന്നില്ല ഇന്റർനാഷണൽ കമ്പനിക്ക് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല നോളജ് ഉള്ള പാർട്ട്നേഴ്സ് ആയിരിക്കും. ഫോറിൻ ഫേം ബെനിഫിറ്റ്സ് from a local partner's knowledge of the host countries with respect to matters such as competitive condition, culture, language, political and business system. ഇതൊക്കെ ഇതിനെക്കുറിച്ച് ആർക്ക് നല്ല നോളജ് ഉണ്ടായിരിക്കും? ഈ കൾച്ചറിനെ കുറിച്ചാണെങ്കിലും മാർക്കറ്റ് കണ്ടീഷൻ എത്രത്തോളം കോമ്പറ്റിറ്റീവ്നെസ് ഉണ്ട്, നിലനിൽക്കുന്നു എന്നുള്ള കാര്യമൊക്കെ ഈ ലോക്കൽ പാർട്ടീസ് നോക്കിക്കോളും. പിന്നെ റിസ്ക് എന്ത് ചെയ്യുന്നുണ്ട്? റിസ്ക്കും കോസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നുണ്ട് അല്ലേ. ഫോർ എ ന്യൂ കമ്മർ എൻറ്ററിങ് ഇൻ ടു ഫോറിൻ മാർക്കറ്റ് ഇസ് എ വെരി കോസ്റ്റ്ലി ആൻഡ് റിസ്കി. ഇപ്പോൾ ഈ സുസുക്കിക്കാർ ഇവരെ ആരെ ഹെൽപ്പ് ഇല്ലാതെ ഒറ്റയ്ക്ക് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇവർക്ക് ഒത്തിരി റിസ്ക് ഉണ്ടാവും. പക്ഷെ ഓൾറെഡി ഉള്ള ഒരു കമ്പനീൻ്റെ കൂടെ വരുമ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. ദിസ് ക്യാൻ ബി ഓവർകം ബൈ എൻറ്ററിങ് ഇൻ ടു ജോയിന്റ് വെഞ്ചർ ആൻഡ് ദെർബൈ ഷെയറിംഗ് കോസ്റ്റും റിസ്ക്കും. ക്ലിയർ? സെറ്റ്. ഇനി നിങ്ങൾ ഇതിൽ നോക്കണം, അതായത് നമ്മുടെ ഡൊമസ്റ്റിക് ബിസിനസ്സും ഇന്റർനാഷണൽ ബിസിനസ്സും തമ്മിലുള്ള വ്യത്യാസം. ഡൊമസ്റ്റിക് ബിസിനസ് എന്ന് പറയുമ്പോൾ നാഷണൽ ബിസിനസ്, ഹോം ട്രേഡ് എന്നൊക്കെ പറയുന്നില്ലേ. ഒരു രാജ്യത്തിനുള്ളിലും ഒരു രാജ്യത്തിൻ്റെ ഉള്ളിൽ ബൈയിങ്ങും സെല്ലിങ്ങും നടക്കുന്ന, ജിയോഗ്രഫിക്കൽ ബൗണ്ടറിൻ്റെ ഉള്ളിൽ ബൈയിങ്ങും സെല്ലിങ്ങും നടക്കുന്നതാണ് നമ്മൾ ഡൊമസ്റ്റിക് ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം നോക്കിക്കഴിഞ്ഞാൽ നാഷണാലിറ്റി ഓഫ് ബയറും സെല്ലറും ഡൊമസ്റ്റിക് ബിസിനസ്സിൽ വാങ്ങുന്നവരും വിൽക്കുന്നവരും എന്തായിരിക്കും? വൺ കൺട്രി അല്ലെ, ബിലോങ്സ് ടു സെയിം കൺട്രി ആയിരിക്കും. പക്ഷെ ഇന്റർനാഷണൽ ബിസിനസ്സിൽ ബിലോങ്സ് ടു ഡിഫറെൻറ്റ് കൺട്രീസ് ആയിരിക്കും. ഇനി സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ അല്ലെ, സ്റ്റേക്ക് ഹോൾഡേഴ്സ് പറഞ്ഞാൽ ബിസിനസ്സുകാരായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർ, സപ്ലയേഴ്സ് ആയിക്കോട്ടെ, അതിലെ മിഡിൽമെൻസ് ആയിക്കോട്ടെ, ഷെയർ ഹോൾഡേഴ്സ് ആയിക്കോട്ടെ, എംപ്ലോയീസ് ആയിക്കോട്ടെ, ഇവരെല്ലാം എന്തായിരിക്കും? സെയിം കൺട്രി ആയിരിക്കും. ഇനി ഇന്റർനാഷണൽ ബിസിനസ്സിൽ ഇതെല്ലാം ഡിഫറെൻറ്റ് കൺട്രി ആയിരിക്കും. ഇനി മൊബിലിറ്റി ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇവിടെ ഹൈയും ഇവിടെ ലെസ്സും ആയിരിക്കും അല്ലേ. നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ലാൻഡ്, ലേബർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? ബിസിനസ് നമ്മുടെ ഇന്റേണൽ ട്രേഡിൻ്റെ അകത്താകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതിന് മൊബിലിറ്റി ഉണ്ട്, ചലനാത്മകതയുണ്ട് അല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ മാറ്റാൻ പറ്റും. പക്ഷെ നമുക്ക് ഇന്റർനാഷണൽ ബിസിനസ്സിൽ ഒരിക്കലും പ്രൊഡക്റ്റേ മാറ്റാൻ പറ്റും. ഇവിടുത്തെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എടുത്തിട്ട് അവിടെ വേറെ രാജ്യത്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അപ്പോൾ അവിടെ ലെസ് ആയിരിക്കും. പിന്നെ ഉള്ളത് കസ്റ്റമേഴ്സിൻ്റെ നേച്ചർ നോക്കിക്കഴിഞ്ഞാൽ ഹോമോജീനിയസും ഇവിടെ മാറ്റമുണ്ട്, ഹെട്രോജീനിയസും ആയിരിക്കും അല്ലേ. അതായത് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ നേച്ചർ, നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിന് ഒരു നേച്ചർ ഉണ്ട്, അത് നമ്മുടെ ഇന്ത്യയിൽ ഒരു സിമിലർ, ഒരു പെർട്ടിക്കുലർ നേച്ചർ ആയിരിക്കും. പക്ഷേ ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ അവിടെ പല പല രാജ്യങ്ങളുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് വേരി ചെയ്യും. പിന്നെ ബിസിനസ് സിസ്റ്റവും പ്രാക്ടീസും നമുക്ക് എങ്ങനെയാണ്? റിലേറ്റീവ്ലി ഹോമോജീനിയസ് വിത്തിൻ എ കൺട്രി അല്ലേ. ഇവിടെ നമുക്ക് സിംഗിൾ കൺട്രിയുടെ, സെയിം ഒരൊറ്റ കൺട്രിയുടെ ബിസിനസ് സിസ്റ്റം ആയിരിക്കും ഫോളോ ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് രാജ്യങ്ങൾക്കനുസരിച്ച് അല്ലെ, മൾട്ടിപ്പിൾ നേഷൻസിൻ്റെ രീതിയിലുള്ള ബിസിനസ്സും പ്രാക്ടീസ് ആയിരിക്കും വരിക. ഇനി ഇത് പറഞ്ഞേ, മഞ്ജുഷ ഓർഡർ സം ഓൾഡ് ബുക്സ് ത്രൂ OLX ഫ്രം പ്രമിത. ഇറ്റ്സ് എക്സാമ്പിൾ ഓഫ് C2C, B2C, B2B, നൺ ഓഫ് ദിസ്. ഏതാണ് ആൻസർ? വേഗം പറഞ്ഞ A or BC, ABC, D. ഏതാണ് ആൻസർ? ഓൾഡ് ബുക്സ് വാങ്ങിച്ചു. ആരെ വാങ്ങിച്ചത്? മഞ്ജുഷയാണ് വാങ്ങിച്ചത്, പ്രമിതയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. ഇത് ഏത് ട്രാൻസാക്ഷനാണ്? നിങ്ങൾ ആൻസർ എഴുതിയില്ലെങ്കിലും ശരി, ഇങ്ങനെ ഓപ്ഷൻ പറഞ്ഞല്ലോ. ഇതാണ് C2C ആണ് അല്ലേ, കസ്റ്റമർ ടു കസ്റ്റമർ ആണ് വരുന്നത് അല്ലേ, കസ്റ്റമർ ടു കസ്റ്റമർ ആണ്. അല്ലെ, കസ്റ്റമർ ടു കസ്റ്റമർ ആണ് വരുന്നത്. ഓക്കെ, choose the characteristics which is not related to departmental undertaking. ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്ങുമായിട്ട് ചേരാത്ത ആളെ സെലക്ട് ചെയ്യാനാണ് പറഞ്ഞത്. ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്ങുമായിട്ട് ചേരാത്ത ആളുണ്ട്. ദ റവന്യൂ ഏൺഡ് ഈസ് പെയ്ഡ് ഇൻ ടു ഗവൺമെന്റ് ട്രഷറി. പിന്നെ ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ എ സ്പെഷ്യൽ ആക്ട് ഓഫ് ദ പാർലമെന്റ് ഓർ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. ഇറ്റ് ഈസ് അക്കൗണ്ടബിൾ ടു ദ കൺസേൺ മിനിസ്ട്രി. ഇറ്റ്സ് എംപ്ലോയീസ് ആർ ഗവൺമെന്റ് സർവൻസ്. ഏതാണ്?
ഓക്കെ, ആൻസർ ബി ആണ്. ബി ഇസ് ദ റൈറ്റ് ആൻസർ അല്ലേ? ബി ആണ് ആൻസർ വരുന്നത്. Which among the following is a human cause of business risk? ബിസിനസ് റിസ്കിലെ ഹ്യൂമൻ കോസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബിസിനസ് റിസ്കിൻ്റെ അകത്തുള്ള ഹ്യൂമൻ കോസ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ഹ്യൂമൻ കോസ്? earthquake, mismanagement, change in demand, competition in market. ഏതാണ്? ബിയും ഡിയും രണ്ടും വരുന്നുണ്ടല്ലോ. ഇതിൽ മിസ്മാനേജ്മെൻ്റ് ആണ് ഹ്യൂമൻ കോഴ്സ്. ഇപ്പോൾ മാർക്കറ്റ് കണ്ടീഷനിലെ കോമ്പറ്റീഷൻ എന്ന് പറയുന്ന മനുഷ്യന്മാർ തന്നെയാണെങ്കിൽ പോലും നമുക്ക് എക്കണോമിക് കോഴ്സിലാണ് വരിക അല്ലെ, സാമ്പത്തികപരമായിട്ടുള്ള കോഴ്സിലാണ് വരിക കേട്ടോ. ബി വരുന്നത്, ഡി അല്ല ബി ആണ്. ബി ആണ്, മിസ്മാനേജ്മെൻ്റ് ആണ് അല്ലേ, മനുഷ്യർ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കിപ്പോൾ കോമ്പറ്റീഷൻ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള മാറ്റങ്ങൾ കാരണങ്ങൾ വരാം അല്ലേ, പക്ഷേ മിസ്മാനേജ്മെൻ്റ് ആണ് ഹ്യൂമൻ കോഴ്സ്. ഡയറക്റ്റ്ലി ആ ബിസിനസ്സിലെ ഹ്യൂമൻ എലമെൻ്റ് കാരണം വരുന്ന ചേഞ്ച്. നെയിം എനി 2 types of payment mechanism used in e-business transaction. ഈ ബിസിനസ് ട്രാൻസാക്ഷനിൽ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും 2 പേയ്മെൻറ്റ് മെക്കാനിസം. 2 പേയ്മെൻറ്റ് മെക്കാനിസം ആണ് ചോദിച്ചത്. പറഞ്ഞോ, 2 പേയ്മെൻറ്റ് മെക്കാനിസം ഏതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക? ഏതൊക്കെയാണ് ആ പേയ്മെൻറ്റ് മെക്കാനിസം നമ്മൾ യൂസ് ചെയ്യുന്ന പേയ്മെൻറ്റ് മെക്കാനിസം? ജി പേ എന്നല്ല നിങ്ങൾ പറയേണ്ടത്, UPI ട്രാൻസാക്ഷൻ എന്നാണ് കേട്ടോ. പറയാം, UPI ട്രാൻസാക്ഷൻ ഉണ്ട്. നെക്സ്റ്റ്, അതെ, COD, ക്യാഷ് ഓൺ ഡെലിവറി. പിന്നെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡൊക്കെ ഉണ്ട് കേട്ടോ. ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ചെക്ക്, അങ്ങനെ പല പല ഉണ്ട്. ഇലക്ട്രോണിക് കറൻസി പഠിച്ചു വെക്കണേ കേട്ടോ. A government company is not less than എത്രയാണ് ഷെയർ വരുന്നത് അല്ല, ഒരു ഗവൺമെൻറ് കമ്പനി, ഗവൺമെൻറ് എത്ര ഷെയർ ഹോൾഡ് ചെയ്യണം? നെറ്റ് ബാങ്കിങ്, വെരി ഗുഡ്, നെറ്റ് ബാങ്കിങ്. ഓക്കെ, നെറ്റ് ബാങ്കിങ് നമ്മൾ എഴുതിയില്ല. നെറ്റ് ബാങ്കിങ് ശരിയാണ്. അറ്റ്ലീസ്റ്റ് 51% ആണ് അല്ലേ, 51. സി ആണ് വരുന്നത്. Classify the following industry into primary, secondary and tertiary. Primary, secondary, tertiary. Okay, primary ആയിട്ട് സെക്കൻഡറി. മൈനിങ് ഏതാണ്? പ്രൈമറി ആണോ സെക്കൻഡറി ആണോ? മൈനിങ് എ എന്ന് പറയുന്നത് പ്രൈമറി ആണോ സെക്കൻഡറി ആണോ? അത് മാത്രം പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ മതി. മൈനിങ് ഏതാണ്? പ്രൈമറി ആണോ? മൈനിങ് എന്താണ്? പ്രൈമറി ആണല്ലേ. ഓയിൽ റിഫൈനറി ഏതാണ്? ഓയിൽ റിഫൈനറി പ്രൈമറി ആണോ സെക്കൻഡറി ആണോ? ഓയിൽ റിഫൈനറി ഏതാണ്? ഓയിൽ റിഫൈനറി സെക്കൻഡറി ആണല്ലേ, സെക്കൻഡറി ആണ്. സെക്കൻഡറി ഇൻഡസ്ട്രിയിൽ ഏതിലാണ് വരുന്നത്? സെക്കൻഡറി ഇൻഡസ്ട്രിയിലെ ഏതിലാണ് ഓയിൽ റിഫൈനറി വരുന്നത്? പറയാൻ പറ്റുമോ? സെക്കൻഡറി ഇൻഡസ്ട്രിയിലെ ഏതിലാണ് നമ്മുടെ ഓയിൽ റിഫൈനറി വരുന്നത്? മാനുഫാക്ചറിങ്. ഓക്കെ, മാനുഫാക്ചറിങ്ങിൻ്റെ ഉള്ളിൽ അനലിറ്റിക്കൽ. ഓക്കെ, വെരി ഗുഡ്. അത് ഓർമ്മയുണ്ടല്ലോ, അനലിറ്റിക്കൽ ആണല്ലേ. അനലൈസ് ചെയ്യുക, ഇതിന് സെപ്പറേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഇൻഡസ്ട്രീസ് ഒക്കെ അതിലാണ് വരുന്നത്. ഇനി ബാങ്കിങ് ഏതാണ്? ബാങ്കിങ് ഇപ്പോൾ സിമ്പിളാണ്. ഓക്കെ, വെരി ഗുഡ്. അനലിറ്റിക്കൽ ഏതാണ്? ടെർഷറി ആണല്ലേ. ഇനി പോൾട്രി ഫാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? പ്രൈമറി ആണോ സെക്കൻഡറി ആണോ?
കണക്റ്റ് അല്ലേ, കാണുന്നുണ്ടല്ലോ അല്ലേ? ഏതാണ് കൺസ്ട്രക്ഷൻ ഓഫ് ഡാം എന്ന് പറയുന്നത്? ഏതാണ്? എടാ ഡ്യൂറേഷൻ അറിയുമ്പോൾ മാക്സിമം ഒരു 9:30 വരെയൊക്കെ പോവുള്ളൂ കേട്ടോ, 9:30 10 മണി വരെ. പറയൂ ഏതാണ്? പ്രൈമറി ആണോ? കൺസ്ട്രക്ഷൻ ഓഫ് ഡാംസ്, ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നത് ടെർഷറി ആണോ? അല്ല സെക്കൻഡറിയിലാണ്. സെക്കൻഡറിയിലെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിലാണ് വരുന്നത്. പിന്നെ അഡ്വർടൈസിങ് എന്ന് പറയുന്നത് ടെർഷറി ആണ്. ഓക്കെ എടാ, ഇത് നിങ്ങൾക്ക് ചോദിക്കുകയും 4 മാർക്കിനൊക്കെ ചോദിക്കും. ഇനി നിങ്ങളോട് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 3 ഫീച്ചേഴ്സ് ഓഫ് ഗ്ലോബൽ എന്റർപ്രൈസ് അല്ലെ. MNC's ഫീച്ചേഴ്സ് പഠിച്ചിരിക്കണം കേട്ടോ. MNCയുടെ ഫീച്ചേഴ്സ് പഠിച്ചിരിക്കണം. എന്താണ്? ഫോറിനേഴ്സ് ചാമ്പി എന്നുള്ളൊരു കോഡൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഒരു കോഡ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഹ്യൂജ് ക്യാപിറ്റൽ റിസോഴ്സസ് ആയിരിക്കും അല്ലേ? ഹ്യൂജ് ക്യാപിറ്റൽ റിസോഴ്സസ് ആണ് നടക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഫോറിൻ കൊളാബറേഷൻ ഉണ്ടാവും അല്ലെ? നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലോക്കൽ പാർട്ടിയും ഒരു ലോക്കൽ കമ്പനിയും ഉണ്ടാവും, അതുപോലെ തന്നെ ഫോറിൻ കമ്പനിയും ഉണ്ടാവും അല്ലേ? അങ്ങനെയാണ്. അപ്പം ഫോറിൻ കൊളാബറേഷൻ ഉണ്ടാവും. അഡ്വാൻസ്ഡ് ടെക്നോളജി ആയിരിക്കും. പിന്നെ പ്രോഡക്റ്റ് ഇന്നോവേഷൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, പ്രോഡക്റ്റ് ഇന്നോവേഷൻ ഉണ്ടായിരിക്കും. പിന്നെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് അല്ലെ? സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും. പാട്ടൊക്കെ ഞാൻ പാടും, ഞാൻ നന്നായിട്ട് പാടും. കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മാർക്കറ്റ് സ്ട്രാറ്റജീസ് ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള അഗ്രസീവ് ആയിട്ടുള്ള മാർക്കറ്റ് സ്ട്രാറ്റജീസ് ആയിരിക്കും. പിന്നെ എക്സ്പാൻഷൻ ഓഫ് മാർക്കറ്റ് ടെറിട്ടറി അല്ലേ? അതായത് എന്താണ്? ഒരു രാജ്യത്തിൻ്റെ ജിയോഗ്രഫിക്കൽ ബൗണ്ടറിക്ക് പുറത്തല്ലേ അല്ലേ? മൾട്ടിപ്പിൾ കൺട്രീസിൻ്റെ ജിയോഗ്രഫിക്കൽ ബൗണ്ടറീസ് ആയിരിക്കും. പിന്നെ ഇവരുടെ എല്ലാം ഡിസിഷൻ എന്തായിരിക്കും? ഡിസിഷൻ മേക്കിംഗ് എന്താണ്? സെൻട്രലൈസ്ഡ് ആയിരിക്കും. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണോ അവിടെ നിന്നാണ് കംപ്ലീറ്റ് ഡിസിഷൻസ് വരിക. ക്ലിയർ? ഇനി ഈ ബിസിനസിൻ്റെ എന്താണ് ബെനഫിറ്റ്സ് നിങ്ങളോട് ചോദിക്കും അല്ലേ? ഈ ബിസിനസ് ബെനഫിറ്റ്സ് ഇതും നിങ്ങൾ നോക്കണം കേട്ടോ. ഈ ബിസിനസ് ബെനഫിറ്റ്സ് ചോദിക്കും. അപ്പോൾ ഈ ബിസിനസിന്റെ ബെനഫിറ്റ്സിൽ വരുന്നതാണ് ഫോർമേഷൻ എന്താണ്? ഈസി ഫോർമേഷൻ ആണ്. ലോവർ ഇൻവെസ്റ്റ്മെന്റ് ആണ് അല്ലെ? ഇൻവെസ്റ്റ്മെന്റ് എന്താണ്? ലോവർ ആയിരിക്കും. വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഒന്നും അവിടെ വരുന്നില്ല, ചെറിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സേ വരുന്നുള്ളൂ. ക്ലിയർ അല്ലേ? ചില ടൈമിൽ സ്റ്റക്ക് വരുന്നുണ്ടോ? സ്റ്റക്ക് വരുന്നത് അതല്ല എനിക്ക് പെട്ടെന്ന് കണക്ഷൻ പോയത്. ഓവർ ടാലൻറ്റഡ്, അങ്ങനെ ഒരു ചിന്തിക്കാൻ പാടില്ല. ഓക്കെ, സെറ്റ്. പാട്ടൊക്കെ സെറ്റാക്കാം, പാട്ടൊക്കെ പാടിത്തരാം. ഇനി കൺവീനിയൻസ് അല്ലേ? 24/7 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൺവീനിയൻസ് ഉണ്ട് അല്ലേ? പിന്നെ സ്പീഡായിരിക്കും അല്ലേ? നമുക്ക് എങ്ങനെയാണ് ഓർഡർ ബുക്ക് ചെയ്യുന്നത് അല്ലേ? ഓർഡർ ബുക്ക് ചെയ്യാനൊക്കെ സ്പീഡല്ലേ? കുറച്ചുകൂടെ സ്പീഡിൽ നമുക്ക് പറ്റില്ലേ? പിന്നെ ഗ്ലോബൽ ആക്സസ് ആണല്ലേ? നമുക്ക് വെബ്സൈറ്റ് വഴി ആയതുകൊണ്ട് തന്നെ ഗ്ലോബൽ ആക്സസ് കിട്ടും. ക്ലിയർ അല്ലേ? സെറ്റ്. പിന്നെ മൂവ്മെന്റ് ടുവേർഡ്സ് പേപ്പർലെസ് സൊസൈറ്റി ആണല്ലോ. നമുക്ക് PDF ആയിട്ടല്ലേ കിട്ടുക? ഒക്കെ PDF ആയിട്ടല്ലേ? PDF ആയിട്ടാണ് നമുക്ക് ഇൻവോയ്സ് കാര്യങ്ങളല്ലേ? ബില്ല്, ഇൻവോയ്സ് അല്ലെങ്കിൽ ബില്ലൊക്കെ നമുക്ക് PDF ഫോർമാറ്റിലല്ലേ കിട്ടുന്നത്? ക്ലിയർ? ഇതൊക്കെയാണ് ഇതിന് എന്തെന്ന് പറയുന്നത്? ബെനഫിറ്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? We want to consider a lot of factors before starting a business. Explain any 5 of it അല്ലേ? അതായത് നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ്? ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടാവും അല്ലേ? ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടാവും. പക്ഷെ അതിൽ ഏതെങ്കിലും 5 എണ്ണമാണ് നമ്മളോട് എഴുതാൻ വേണ്ടി പറഞ്ഞത്. മൊത്തത്തിൽ നമ്മൾ ബേസിക് ആയിട്ട് 10 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അതിൽ 5 കാര്യങ്ങളാണ് നമ്മളിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. 5 അല്ല 10 എണ്ണം നമുക്ക് നോക്കാം. ക്ലിയർ? ആദ്യം നമ്മൾ ബിസിനസ് ലൈൻ സെലക്ട് ചെയ്യണം അല്ലേ? അതായത് നേച്ചർ നോക്കണം. ബിസിനസ് ഏത് ടൈപ്പാണ്? ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണോ, അല്ലെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് അല്ലെങ്കിൽ മെഷീനറീസ് കൂടുതലാണോ, അല്ലെങ്കിൽ ലേബർ ഇൻറ്റൻസീവ് ആണോ, എങ്ങനത്തെയാണ്, എന്ത് ടൈപ്പ് ബിസിനസ്സാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി നോക്കുന്നത്? സുഖമായിട്ടിരിക്കുന്നു വൈഭവ്, സുഖമല്ലേ? നിനക്കൊക്കെ സുഖമായിട്ടിരിക്കുന്നു എന്ന് കേട്ടാൽ മതി. ഓക്കെ, സെറ്റ്. നിങ്ങളെല്ലാം ഹാപ്പി അല്ലേ? നാളെ എക്സാം ആണല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക.
ഓക്കെ. പിന്നെ സൈസ് ഓഫ് ദ ഫേം എങ്ങനെയാണ്, നേരത്തെ പറഞ്ഞതുപോലെ മീഡിയം ആണോ അല്ലെങ്കിൽ മൈക്രോ അല്ലെ, മൈക്രോ സ്മോൾ മീഡിയം അല്ലെങ്കിൽ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് ആണോ നോക്കണേന്നുള്ളത് നോക്കണം. പിന്നെ ചോയ്സ് ഓഫ് ഓണർഷിപ്പ് അല്ലേ, ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിൽ പഠിച്ചിട്ടില്ലേ? സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ഉണ്ട്, പാർട്ട്ണർഷിപ്പ് ഉണ്ട്, ജോയിന്റ് സ്റ്റോക്ക് ഹിന്ദു ഫാമിലി ഉണ്ട്, ജോയിന്റ് സ്റ്റോക്കോ ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് ഉണ്ട്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഉണ്ട്, കോർപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട് അല്ലേ. ഇതിൽ ഏതാന്ന് വേണ്ടത് തിരഞ്ഞെടുക്കാം. പിന്നെ ബിസിനസ്സിന്റെ ലൊക്കേഷൻ നോക്കണം അല്ലേ. ഇപ്പം നമ്മളൊരു സൂപ്പർ മാർക്കറ്റാണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുതലുള്ള സ്ഥലത്ത് വേണം നമ്മുടെ ഷോപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഏതെങ്കിലും കാട്ടുമുക്കിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലത്ത് വരില്ല. പിന്നെ നമ്മൾ നിൽക്കുന്ന സ്ഥലം ഇപ്പോൾ ഒരു റൂറൽ ഏരിയാസിലൊന്നും അധികം ആൾക്കാരും എന്തേ ഇല്ല സൂപ്പർ മാർക്കറ്റിന് എങ്ങനെ നിൽക്കില്ല. എടാ എൻ്റെ സെഷൻ കഴിയാനാകുമ്പോൾ ഞാൻ പാട്ട് പാടും പോരെ, എൻ്റെ സെഷൻ കഴിയാൻ നേരത്ത് ഞാനൊരു പാട്ട് പാടിയിരിക്കും ഉറപ്പ്. സെറ്റ്. ഹെയർ ഒക്കെ കട്ട് ചെയ്തു, ഒരു ചേഞ്ച് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. ഓക്കെ, ക്ലിയർ? താങ്ക് യു എടാ, താങ്ക് യു. എൻ്റെ ഹെയർ നന്നായി എന്ന് പറഞ്ഞവർക്കൊക്കെ ഹൃദയം തുറന്ന് ഞാൻ നന്ദി പറയുന്നു, എൻ്റെ ഹാർട്ട് ഞാൻ തരുന്നു. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഫൈനാൻസിങ് പ്രപ്പോർഷൻ നോക്കണം അല്ലേ. അതായത് ഫിക്സഡ് ക്യാപിറ്റലും അതുപോലെ ഫിക്സഡ് ക്യാപിറ്റൽ പിന്നെ വർക്കിംഗ് ക്യാപിറ്റൽ. ഇതാണ് ഫൈനാൻഷ്യൽ പ്രപ്പോർഷൻ എന്ന് പറയുന്നത്. നമ്മൾ എത്ര ഫിക്സഡ് ക്യാപിറ്റൽ വേണം, എത്ര വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് വേണമെന്ന് നോക്കണം. ക്ലിയർ? പിന്നെ ഫിസിക്കൽ ഫെസിലിറ്റീസ് അല്ലേ, മെഷീനറീസ് കാര്യങ്ങൾ നോക്കണം. ഫിസിക്കൽ എന്ന് പറയുമ്പോൾ നമുക്ക് മെഷീനറീസ്, മെഷീന്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫൈനാൻഷ്യൽ റിസോഴ്സസ്, അതുപോലെ തന്നെ എംപ്ലോയീസ് അല്ലേ, വർക്കേഴ്സ് അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്. ഇതിനെല്ലാം നമ്മൾ സെറ്റാക്കി നിർത്തണം. പിന്നെ അതുപോലെ തന്നെ ഉള്ളതാണ് പ്ലാന്റ് ലേഔട്ട് അല്ലേ. പ്ലാന്റ് ലേഔട്ട് എന്ന് പറയുന്നത് അറേഞ്ച്മെന്റ്സ് അല്ലേ, അറേഞ്ച്മെന്റ്സ് ഓഫ് മെഷീനറീസ് ഒക്കെ നമ്മൾ എവിടെയാണ് കൊണ്ട് സെറ്റ് ചെയ്യുന്ന അതിൻ്റെ അറേഞ്ച്മെന്റ്സ് കാര്യങ്ങൾ നോക്കണം. പിന്നെ അതുപോലെ തന്നെ കോമ്പീറ്റൻറ്റും സ്കിൽഡും ആയിട്ടുള്ള വർക്ക് ഫോഴ്സിന് അല്ലേ, അത് അത്യാവശ്യം കാര്യങ്ങൾ അറിയാവുന്ന ഒക്കെ അങ്ങനെ സ്കിൽഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ സെറ്റായിട്ട് നിൽക്കുന്ന ടൈപ്പ് നമ്മൾ എന്ത് ചെയ്യണം, വർക്ക് ഫോഴ്സിനെയും കൂടെ നമ്മൾ സെറ്റാക്കണം. ക്ലിയർ? പിന്നെ അടുത്തതാണ് ടാക്സ് പ്ലാനിങ് നോക്കണം അല്ലേ. ടാക്സ് എത്രമാത്രം വരുന്നുണ്ട്, എത്രമാത്രം ടാക്സ് ലാബിലിറ്റി ബിസിനസിൻ്റെ അകത്ത് വരുന്നുണ്ടെന്ന് നോക്കണം. ഇത്രയും കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് ലോഞ്ച് ചെയ്യാം. എൻ്റെ പേര് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാ, ഇതാണ് എൻ്റെ പേര്. ഓക്കെ, രേണുക. അയ്യോ പോയി, സ്റ്റോപ്പ്. ഇനി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പബ്ലിക് സെക്ടറും HDFC എന്താണ്, പബ്ലിക് സെക്ടറും അല്ലേ. HDFC ഇതേതാണ്? ഏതാണ്? പ്രൈവറ്റ് ആണല്ലേ. പ്രൈവറ്റ് സെക്ടർ ആണ്. ക്ലിയർ? ഇനി എന്താണ് കൊമേഴ്സ്? ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദ വേരിയസ് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്സ് അല്ലേ. കൊമേഴ്സുകാരാണ് നിങ്ങൾ, അപ്പോൾ പറഞ്ഞാട്ടെ എന്താണ് കൊമേഴ്സ്? ഞാൻ കോഴിക്കോടാണ്, എൻ്റെ വീട് കോഴിക്കോടാണ് കേട്ടോ. ഓക്കെ, സുഖമായിട്ടിരിക്കുന്നു. സുഖം. എന്താണ് കൊമേഴ്സ് അല്ലേ? കൊമേഴ്സ് എന്ന് പറയുന്നത് ഒരു സാധനം നമ്മളത് ഉണ്ടാക്കുന്ന അല്ലെ. ബിസിനസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒന്നെങ്കിൽ സാധനങ്ങൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ വാട്ട് ഈസ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ഇസ് എ ടൈപ്പ് ഓഫ് ഓക്യുപ്പേഷൻ അല്ലേ, വേർ പീപ്പിൾ എൻഗേജ്ഡ് ഇൻ പ്രൊഡക്ഷൻ ഓർ പ്രൊക്യൂർമെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലേ. ഒന്നെങ്കിൽ സാധനങ്ങളും സേവനങ്ങളും എന്ത് ചെയ്യുന്നു, ഒന്നെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് പ്രൊക്യൂർ ചെയ്തിട്ട് സംഭരിച്ചിട്ട് അത് എന്ത് ചെയ്യുന്നു, എക്സ്ചേഞ്ച് ചെയ്യുന്നു, സെല്ല് ചെയ്യുന്നു. അതിനെയാണ് റെഗുലർ ബേസിസ് അല്ലേ, അതിനെയാണ് നമ്മൾ ബിസിനസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ബിസിനസ്സിൻ്റെ അകത്തുള്ള ഒരാളാണ് ഈ കൊമേഴ്സ് എന്ന് പറയുന്നത്. കൊമേഴ്സ് എന്ന് പറയുമ്പോൾ ഞാനൊരു സാധനം എ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഉണ്ടാക്കി അല്ലേ. ഇനി എനിക്ക് എന്ത് ചെയ്യണം,
എൻ്റെ മാർക്കറ്റ് ഇവിടെയാണെന്ന് വിചാരിക്കുക. ഇതാണ് എൻ്റെ മാർക്കറ്റ്. ഓക്കെ, ഞാൻ ഉണ്ടാക്കിയത് ഇവിടെ കോഴിക്കോടാന്ന് വിചാരിക്കുക. കാലിക്കറ്റ് ഞാൻ ഉണ്ടാക്കി, എൻ്റെ പ്രൊഡക്റ്റ് എനിക്ക് എവിടെ വിൽക്കണം? എനിക്ക് ഇപ്പോൾ വേണമെങ്കിൽ എനിക്ക് അറ്റത്ത് ഞാൻ ട്രിവാൻഡ്രത്ത് വിൽക്കാമെന്ന് വിചാരിക്കും. ഓക്കെ, ട്രിവാൻഡ്രത്ത് എനിക്ക് സാധനം വിൽക്കണം. അപ്പോൾ വിൽക്കണമെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടാക്കിയ എൻ്റെ പ്രൊഡക്റ്റ് ഇവിടേക്ക് താനേ നടന്നു പോയിട്ട് ട്രിവാൻഡ്രം മാർക്കറ്റ് പോയിരിക്കില്ല. അതിന് എന്ത് ചെയ്യണം? അതിന് കുറേ കാര്യങ്ങളുണ്ടല്ലേ. അതായത് എനിക്ക് ഇവിടേക്ക് എൻ്റെ പ്രൊഡക്റ്റിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം അല്ലെ. അങ്ങനെ ഈസി അല്ല നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ ഇങ്ങോട്ട് വിൽക്കുക എന്ന് പറയുന്നത് അല്ലേ. ബൈ ചെയ്യുക അല്ലെങ്കിൽ സെല്ല് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഈസി ടാസ്ക് അല്ല. ആ ബൈയിങ്ങും സെല്ലിങ്ങും നടക്കുന്നതിന് മുൻപ് അല്ലെ, ഈ ട്രിവാൻഡ്രത്ത് മാർക്കറ്റിൽ എത്തുമ്പോഴാണ് ബൈയിങ്ങും സെല്ലിങ്ങും ട്രേഡ് എന്ന് പറഞ്ഞൊരു സാധനം നടക്കുന്നത്. പക്ഷെ അതിന് മുൻപ്, ഈ ട്രേഡ് നടക്കുന്നതിന് മുൻപ് ഇവിടെ നിന്ന് കാലിക്കറ്റുള്ള പ്രൊഡക്റ്റാണ് നമ്മൾ ഇങ്ങോട്ട് എത്തിക്കണത് അല്ലെ. അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ. ഈ മൊത്തം ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ പ്രൊഡക്റ്റിനെ വിൽക്കാൻ വേണ്ടി വരുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും സം ടോട്ടലിനെയാണ് നമ്മൾ കൊമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, കൊമേഴ്സ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ സം ടോട്ടൽ ഓഫ് all activities, those activities which are involved in the removal of hindrance in the process of exchange of goods അല്ലേ. അതായത് ട്രേഡിൻ്റെ സമയത്ത് വരുന്ന എല്ലാ റിമൂവലും അല്ലേ, അതിനെയാണ് അല്ലേ. ഇപ്പോൾ ഒന്നാമത് നമുക്ക് പ്ലേസ് അല്ലേ, ഈ കാലിക്കറ്റ് എന്നുള്ള പ്ലേസിൽ നിന്ന് എനിക്ക് എന്താണ് ഇപ്പോൾ ട്രിവാൻഡ്രത്തും കൊല്ലത്തും പത്തനംതിട്ടയും ഒക്കെ എനിക്ക് അവിടേക്കെല്ലാം എത്തിക്കണം. അപ്പോൾ പ്ലേസ് എന്ന് പറഞ്ഞൊരു തടസ്സത്തെ ആദ്യം മാറ്റണം. ട്രാൻസ്പോർട്ടേഷൻസ് കാര്യങ്ങൾ യൂസ് ചെയ്യണം. അതുപോലെ തന്നെ എന്താണ് ട്രാൻസ്പോർട്ടേഷൻ അല്ലേ. പിന്നെ അതുപോലെ തന്നെ റിസ്ക്, ഞാനിങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പല അപകടങ്ങൾ പറ്റി എൻ്റെ ഗുഡ്സ് നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ സമയത്ത് അങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നാൽ അതിനെ നേരിടാൻ വേണ്ടിയിട്ട് എനിക്ക് ഇൻഷുറൻസ് എടുക്കണം. പിന്നെ അതുപോലെ തന്നെ ടൈം അല്ലേ, അതായത് എൻ്റെ പ്രൊഡക്റ്റ് ഒരു കുടയാണെന്ന് വിചാരിക്കുക. ഈ കുട വേണ്ടത് മഴക്കാലത്താണ് അല്ലേ. പക്ഷെ മഴക്കാലം എത്തുന്നതിന് മുൻപായിരിക്കില്ല എല്ലാ ബിസിനസ്സുകാരും എന്ത് ചെയ്യുക, ബിസിനസ് ലൈക്ക് പ്രൊഡക്റ്റ് ഉണ്ടാക്കി വെക്കുക. ഞാൻ കുറച്ച് മുൻപേ ഉണ്ടാക്കി വെച്ചു, 2 മാസം മുൻപേ പ്രൊഡക്ട്സ് ഉണ്ടാക്കി വെച്ചു, എന്നിട്ട് അത് മഴക്കാലം വരെ സ്റ്റോർ ചെയ്യണം അല്ലേ. അപ്പോൾ കറക്റ്റ് ടൈമിൽ വേണം എത്താൻ വേണ്ടി. അപ്പോൾ അവിടെ വെയർ ഹൗസിങ് യൂസ് ചെയ്യണം. പിന്നെ അതുപോലെ ഹിൻഡ്രൻസ് ഓഫ് നോളജ്, അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കണം. പിന്നെ ഫിനാൻസ് അല്ലേ, നമുക്കിതിപ്പോൾ ഇങ്ങോട്ട് ഈ കാലിക്കറ്റിൽ നിന്ന് ഇവിടെ എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫണ്ടിന് പല സമയത്തും ആവശ്യം വരും. അപ്പോൾ ഫൈനാൻഷ്യലി നമുക്ക് എന്തുണ്ടാവും, റിസ്ക് ഉണ്ടാവും, തടസ്സങ്ങൾ ഉണ്ടാവും, അതൊക്കെ മാറ്റണം. ക്ലിയർ അല്ലേ? സെറ്റ്? ക്ലിയർ ആണോ? സെറ്റാണോ? അപ്പോൾ അതിനെയാണ് നമ്മൾ കൊമേഴ്സ് എന്ന് പറയുന്നത്. റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് പറഞ്ഞേ. ട്രേഡ് ബിറ്റ്വീൻ 2 persons ബിലോങ്സ് ടു ദ സെയിം കൺട്രി ഈസ് കോൾഡ്. ഒരേ രാജ്യത്തുള്ള ആളുകൾ തമ്മിൽ സാധനങ്ങളും സേവനങ്ങളും വിൽക്കുക വാങ്ങുകയും ചെയ്യുന്ന പ്രവൃത്തിയെ നമ്മൾ എന്തെന്ന് പറയും? പറഞ്ഞോ, ഏതാണ്? ബി ആണ്, ഇന്റേണൽ ട്രേഡ് ആണ് അല്ലേ. ഇന്റേണൽ ട്രേഡ്, ഹോം ട്രേഡ്, നേഷൻ ട്രേഡ്, ഇതൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയാ, നമ്മൾ സെയിം ആൾക്കാരല്ലേ, അതായത് സെയിം ട്രേഡ് ബയ്യറും സെല്ലറും വരുന്നത്. ഇനി മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ്. ബിസിനസിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നത് മാത്രമല്ലാതെ വേറെയും കുറച്ച് മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ് ഉണ്ട് ബിസിനസ്സിന്. അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ നമുക്കറിയാം ഏർണിംഗ് പ്രോഫിറ്റ് ആണ്. അത് കഴിഞ്ഞാൽ മാർക്കറ്റ് സ്റ്റാൻഡിങ് അല്ലെ, കോമ്പറ്റീഷൻ നിലനിർത്തണം. അതുപോലെ ഇന്നോവേഷൻ ഉണ്ടായിരിക്കണം അല്ലേ. അതൊന്നെങ്കിൽ ചിലപ്പോൾ പ്രൊഡക്ഷനിലാവാം, സർവീസിലാവാം, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷനിലോ പാക്കിങ്ങിലോ, അങ്ങനെ പല രീതിയിൽ എന്താണെങ്കിലും നമ്മുടെ പ്രോഡക്റ്റിൽ എപ്പോഴും ഇന്നോവേഷൻസ് കൊണ്ടുവരണം, അല്ലെങ്കിൽ അപ്ഗ്രഡേഷൻസ് കൊണ്ടുവരണം. പിന്നെ പ്രൊഡക്ടിവിറ്റി കൂട്ടണം അല്ലേ. പ്രൊഡക്ടിവിറ്റി എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യണം. പിന്നെ ഫിസിക്കൽ ആൻഡ് ഫൈനാൻഷ്യൽ റിസോഴ്സസ് അല്ലേ, അതായത് നമ്മൾ എപ്പോഴും സ്കിൽഡ് ആയിട്ടുള്ള കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സിനെ നമ്മൾ എടുക്കാൻ വേണ്ടി നോക്കണം. അതുപോലെ തന്നെ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ റിസോഴ്സസ് എപ്പോഴും ബിസിനസ്സിൽ കിട്ടാൻ വേണ്ടി നോക്കണം. പിന്നെ അതുപോലെ തന്നെ സ്കിൽഡ് വർക്ക് ഫോഴ്സ് അല്ലേ, അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ റിസോഴ്സ്. പിന്നെ എന്താണ്? മാനേജർ പെർഫോമൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ്.
കറക്റ്റായിട്ട് ബിസിനസ് എന്ത് ചെയ്യണം, മാനേജ് ചെയ്യണം അല്ലെ, മാനേജ്മെന്റ് ഉണ്ടായിരിക്കണം ബിസിനസ്സിൽ, എല്ലാ പ്രവർത്തനം ഒരു കോർഡിനേഷൻ ഉണ്ടായിരിക്കണം അല്ലെ, കോർഡിനേഷൻ ഉണ്ടായിരിക്കണം, കോർഡിനേഷൻ ഉണ്ടായിരിക്കണം. വർക്കേഴ്സ് പെർഫോമൻസ് ആൻഡ് ആറ്റിറ്റ്യൂഡ് അല്ലേ, നല്ല അടിപൊളി വർക്കേഴ്സിനെയും അതുപോലെ തന്നെ നന്നായിട്ട് നമ്മൾ ബിസിനസ്സിലേക്ക് വേണ്ടിയിട്ട് പണി ചെയ്യുന്ന ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ സെറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഫെയർ പ്രൈസിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രൈസിൽ സാധനങ്ങൾ കുട്ടികൾ പോയി നമുക്ക് മാർക്കറ്റിലേക്ക് അവൈലബിൾ ആക്കണം. ക്ലിയർ ആണോ? വാട്ട് ഈസ് ദ റിവാർഡ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റി? ബിസിനസ് ആക്ടിവിറ്റീൻ്റെ റിവാർഡ് എന്താണെന്നാണ് ചോദിച്ചത്. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, വേഗം പറഞ്ഞോ. ബിസിനസ് ആക്ടിവിറ്റിയുടെ റിവാർഡ് എന്താണെന്നാണ് പറഞ്ഞത്. അവിടെ ചാറ്റ് വായിക്കുന്നുണ്ടല്ലോ, ചാറ്റ് ഞാൻ ഇടയ്ക്ക് വായിക്കുന്നുണ്ട്. ഓക്കെ ധന്യ അല്ലേ, ഡെന്നിയാണോ നീ, ഡെന്നിയാണോ? പറയൂ എന്താണ്? ഫീസാണോ? അല്ല, സി അല്ലേ, പ്രോഫിറ്റ് ആണ്. ക്ലിയർ? ഇനി നമുക്ക് എന്ത് ചെയ്യണം, ട്രഡീഷണൽ ബിസിനസ്സും ഈ ബിസിനസ്സും തമ്മിലുള്ള ഡിഫറൻസ് നോക്കണം. ട്രഡീഷണൽ ബിസിനസ് ആൻഡ് ഈ ബിസിനസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ട്രഡീഷണൽ ബിസിനസ് ഫോം ചെയ്യാൻ ഡിഫിക്കൾട്ടാണ്. അവിടെ എന്ത് വേണം, ഹ്യൂജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് വേണം. ഹ്യൂജ് ക്യാപിറ്റൽ ആണ്. പിന്നെ ഇവിടെ എന്താണ്, ലെസ് ക്യാപിറ്റൽ ആണ്. ഫിസിക്കൽ പ്രസൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വേണം അല്ലേ. ഇവിടെ നമുക്ക് എന്ത് വേണം, ട്രഡീഷണൽ ബിസിനസ് എന്ന് പറയുമ്പോൾ അവിടെ കറക്റ്റായിട്ട് ഒരു കട വേണം അല്ലേ, കടയിൽ പോയിട്ട് വാങ്ങിക്കാം. ഓഫ്ലൈൻ ബിസിനസ് ആണ് ട്രഡീഷണൽ ബിസിനസ് എന്ന് പറയുമ്പോൾ, നമുക്ക് കടയിൽ പോയി വാങ്ങിക്കണം. അപ്പോൾ അവിടെ എന്തായാലും ഒരു കട, ഒരു ഷോപ്പ് കാര്യങ്ങൾ വേണം. ഇവിടെ എന്ത് വേണമെന്നില്ല, നമ്മൾ ഓൺലൈൻ ആയിട്ടല്ലേ വാങ്ങുന്നത്, അപ്പോൾ അതുകൊണ്ട് സ്റ്റോറ് കാര്യങ്ങളൊന്നും വേണം നിർബന്ധമില്ല. ഒരു ബിൽഡിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലേ. ഇവിടെ ബിൽഡിംഗ് ഒക്കെ വേണം, ഇവിടെ ബിൽഡിംഗ് വേണം. ഓക്കെ, ഇനി ലൊക്കേഷൻ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. നമുക്ക് ആൾക്കാർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലത്തല്ലേ നമുക്ക് ട്രഡീഷണൽ ബിസിനസ് നടത്താൻ പറ്റും. ആരും എത്തിപ്പെടാത്ത സ്ഥലത്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പറ്റില്ല. ക്ലിയർ? ഇനി കോസ്റ്റ് ഓഫ് സെറ്റിംഗ് അപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഹൈ ആണ്, ഇവിടെ ലോ ആണ്. ഇനി കോണ്ടാക്ട് വിത്ത് സപ്ലയറും ബയറും നോക്കിക്കഴിഞ്ഞാൽ ഈ നമ്മൾ ട്രഡീഷണൽ ബിസിനസ് എന്ന് പറയുന്ന റീറ്റെയിലേഴ്സിനെയാണ് നമ്മൾ അധികം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റീറ്റെയിലേഴ്സ് എന്ന് പറയുമ്പോൾ ഇവരെപ്പോഴും എന്താണ്, ആ ഹോൾസെയിലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മിഡിൽമെൻ്റെ കയ്യിൽ നിന്നൊക്കെ ആയിരിക്കും അവരെപ്പോഴും മാനുഫാക്ചേഴ്സിനെ കാണുന്നുണ്ടാവുക അല്ലേ. അവർ ഡയറക്റ്റ് ചിലപ്പോൾ വാങ്ങുകയല്ല ചെയ്യുക, ഇങ്ങനെ നമുക്ക് സപ്ലൈ ചെയിൻ യൂസ് ചെയ്തിട്ടായിരിക്കും അല്ലേ, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് യൂസ് ചെയ്തിട്ടാണ് അവർ വാങ്ങിക്കുന്നുണ്ടാവുക. പക്ഷെ ഇവർ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്തായിരിക്കും, മാനുഫാക്ചർ എടുത്ത് പോവായിരിക്കും ചെയ്യുന്നത്. ഇൻ നേച്ചർ ഓഫ് കമ്മ്യൂണിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹൈറാർക്കി ഉണ്ടാവും അല്ലേ. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ബിസിനസ് ഫോമിൽ ഒരു ട്രഡീഷണൽ ബിസിനസ്സിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരു ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ആ സെയിൽസ്മാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ആളോട് പറയും, അയാളോട് പിന്നെയാണ് ഓണറിലേക്ക് എത്തുക, മാനേജേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ. അങ്ങനെയാണ് അവിടെ കമ്മ്യൂണിക്കേഷൻ ഹൈറാർക്കി, ഒരു ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും. ഇവിടെ എന്തുണ്ടാവണമെന്നില്ല, ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ അങ്ങനെയാണ്. ചിലപ്പോൾ മുതലാളിയും തൊഴിലാളിയും എല്ലാം ഒരാൾ തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൊറിസോണ്ടലും ഡയഗണലും വെർട്ടിക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ കമ്മ്യൂണിക്കേഷൻ നടക്കും. മറ്റോടത്ത് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലൊരാൾ, അതിൻ്റെ താഴെ വേറൊരാൾ, അതിൻ്റെ താഴെ വേറൊരാൾ, അതിൻ്റെ താഴെ വേറൊരാൾ, ഇങ്ങനെയായിരിക്കും അവിടെ കമ്മ്യൂണിക്കേഷൻ പോകുന്നുണ്ടാവുക. ഇവിടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. ക്ലിയർ? ഇനി ടൈം റിക്വയർഡ് ഫോർ മീറ്റിംഗ് കസ്റ്റമേഴ്സ് റിക്വയർമെൻറ്റ് അല്ലേ. ഇപ്പം നമ്മളൊരു ഓഫ്ലൈൻ സ്റ്റോറിൽ പോയി കട എടുക്കുക, എനിക്കൊരു സാരിയോ അല്ലെങ്കിൽ ചുരിദാറോ മേടിക്കാൻ പോകാമെന്ന് വിചാരിക്കും. ഞാൻ എന്ത് ചെയ്യും, അതൊക്കെ ഉടുത്ത് നോക്കി ഇഷ്ടമായില്ലെങ്കിൽ അത് അഴിച്ചിട്ട് പിന്നെ വേറെ കടയിൽ പോകുന്നു, അവിടെ പോയി നോക്കുന്നു, ഇഷ്ടമായില്ലെങ്കിൽ അവിടെ അഴിച്ചിടുന്നു, പോകുന്നു. ചിലപ്പോൾ അന്നത്തെ ദിവസം കിട്ടണമെന്നില്ല, വേറെ ദിവസം വീണ്ടും ലീവ് എടുത്ത് പോകും. പക്ഷെ ഓൺലൈനിലാകുമ്പോൾ എങ്ങനെയാണ്, ഇൻസ്റ്റൻറ്റേനിയസ് ആണ് അല്ലേ. നമുക്ക് ഏകദേശം നമ്മൾ ഏത് ടൈപ്പാണ് നോക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മൊത്തം നമുക്ക് ഇങ്ങനെ റെക്കമെൻഡേഷൻ വന്നുകൊണ്ടേയിരിക്കും ഏത് അല്ലേ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാം. ക്ലിയർ? പിന്നെ ബിസിനസ് പ്രോസസ് ആൻഡ് ലെങ്ത് ഓഫ് സൈക്കിൾ, ഇവിടെ കുറച്ചുകൂടെ ടൈം എടുത്തിട്ടാണ് ബിസിനസ് നടക്കുന്നത്, ഇവിടെ ഷോർട്ട് ടൈമിൽ തന്നെ നടക്കും. പിന്നെ ഇന്റർപേഴ്സണൽ ടച്ച് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് പേഴ്സൺസിനെ നമുക്ക് കാണാം അല്ലേ. ബയറും സെല്ലറും എന്താണ്, ഫേസ് ടു ഫേസ് ആണ് അല്ലേ. ഫേസ് ടു ഫേസ് കോണ്ടാക്റ്റ് ഉണ്ട്, ഇവിടെ അതില്ല, ഇവിടെ ആ സാധനം ഇല്ല. പിന്നെ ഫിസിക്കൽ പ്രീ സാമ്പിളിങ് നമുക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം, ഇട്ടൊക്കെ നോക്കാം, പക്ഷെ ഇവിടെ നോട്ട് പോസിബിൾ ആണ്. ക്ലിയർ?
ഇനി ക്ലാസിഫൈ ദ ഫോളോയിങ് ആക്ടിവിറ്റി ഇൻ പ്രൈമറി സെക്കൻഡറി. പ്രൈമറിയും സെക്കൻഡറി ആയിട്ട് എന്ത് ചെയ്യുക? ക്ലാസിഫൈ ചെയ്യാനാണ് പറയുക. ടിമ്പറിങ് അല്ലെ, മരം വെട്ടുന്ന പരിപാടി പ്രൈമറി ആണോ സെക്കൻഡറി ആണോ? പ്രൈമറി ആണോ സെക്കൻഡറി ആണോ? പ്രൈമറി ആണ് അല്ലേ. പ്രൈമറിയിൽ ഏതിലാ വരിക? പ്രൈമറിയിൽ ഏതാ വരിക? പ്രൈമറിയിൽ ഏതാ വരിക? പ്രൈമറിയിൽ ഏത് വരെയാണ് ഉണ്ടാവുക? മരം വെട്ടുക എന്ന് പറയുന്നത് പ്രൈമറി ഇൻഡസ്ട്രിയിലെ ഏതിലാണ് വരിക? പ്രൈമറി ഇൻഡസ്ട്രിയിൽ 2 എണ്ണം ഇല്ലേ? ഇല്ലേ? പ്രൈമറി ഇൻഡസ്ട്രിയിലെ ജനറ്റിക് ആണോ ഇത്? അല്ല, എക്സ്ട്രാക്റ്റീവ് ആണ് കേട്ടോ. എക്സ്ട്രാക്റ്റീവ് ആണ്. ഓക്കെ, പ്രൈമറിയിലെ എക്സ്ട്രാക്റ്റീവ് ആണ്. ബ്രീഡിങ് ഓഫ് ആനിമൽസ് ഇതെന്താണ്? എക്സ്ട്രാക്റ്റീവ്, വെരി ഗുഡ്. ബ്രീഡിങ്സ് ഓഫ് ആനിമൽസ് ഏതാണ്? എടാ മാക്സിമം ഒരു 10 വരെയൊക്കെ ഉണ്ടാവും കേട്ടോ, മാക്സിമം. ജനറ്റിക് ആണ്, അത് പ്രൈമറി ഇൻഡസ്ട്രിയിലെ ജനറ്റിക്കിലാണ് വരിക. പിന്നെ കൺസ്ട്രക്ഷൻ ഓഫ് ഡാം കൺസ്ട്രക്ഷൻ ഓഫ് ഡാംസ് ഏതാണ്? സെക്കൻഡറി ആണ് അല്ലേ, സെക്കൻഡറി ആണ്. ഇനി മൈനിങ് എവിടെയാണ് വരുന്നത്? മൈനിങ് എവിടെയാണ് വരുന്നത്? മൈനിങ് ഏതാണ്? എൻ്റെ കൂട്ടുകാരെ വിഷ് ചെയ്യാവോ? കൂട്ടുകാരെ ഞാൻ എന്താണ് വിഷ് ചെയ്യേണ്ടത്? ഓൾ ദി വെരി ബെസ്റ്റ് എന്നാണോ പറയേണ്ടത്? കൂട്ടുകാരെ ഹൃദയം തരണേ, കൂട്ടുകൂടണേ എന്നാണോ ഞാൻ പറയേണ്ടത്? എന്താ ഞാൻ പറയേണ്ടത്? കൂട്ടുകാർ എന്ത് പറഞ്ഞാണ് വിഷ് ചെയ്യേണ്ടത്? നന്നായി വാ, നന്നായി വാ, അങ്ങനെയാണോ പറയേണ്ടത്? എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി ആണ് അല്ലേ, പ്രൈമറി ഇൻഡസ്ട്രിയിലെ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി ആണ്. അസംബ്ലിംഗ് ഓഫ് കോമ്പോണൻസ് എന്ന് പറയുന്നത് എവിടെയാണ്? അസംബ്ലിംഗ് ഓഫ് കോമ്പോണൻസ് അത് ഏത് ഇൻഡസ്ട്രിയാണ്? അസംബ്ലിംഗ് ഓഫ് കോമ്പോണൻസ് സെക്കൻഡറി ഇൻഡസ്ട്രി ആണ് അല്ലേ, അതിൽ അസംബ്ലിംഗ് ഇൻഡസ്ട്രി ആണ് അല്ലേ. ഇത് സെക്കൻഡറി ഇൻഡസ്ട്രിയിലെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി ആണ്. ഓക്കെ, a public sector undertaking formed by passing an act in the parliament. Identify it. Give an example. ഇതെന്താണ്? ഇതിന്റെ ആൻസർ എന്താണ്? ഇതിന്റെ ആൻസർ എന്താണ്? ഒരു സ്പെഷ്യൽ ആക്ട് പ്രകാരം നിലവിൽ വരുന്നത്. സ്പെഷ്യൽ ആക്ട് പ്രകാരം നിലവിൽ വരുന്ന ഒരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണെന്നാണ് പറഞ്ഞത്. ഇത് ഏതാണ്? അല്ലെ, സ്റ്റാറ്റ്യൂട്ടറി ആണല്ലേ, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ. അതിനെന്താണ്? ഒരു എക്സാമ്പിളൂടെ പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഒരു എക്സാമ്പിളൂടെ പറഞ്ഞേ, എക്സാമ്പിൾ പറഞ്ഞേ. ഓക്കെ, KSRTC, അതുപോലെ KSRTC, SBI, പിന്നെ അതുപോലെ RBI ഒക്കെ ഉണ്ട് കേട്ടോ, LIC ഒക്കെ എന്താണ്? ഇതിന് എക്സാമ്പിൾ ആണ് കേട്ടോ. ക്ലിയർ ക്ലിയർ ക്ലിയർ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ FCI ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. This service helps to reduce the impact of loss likely to caused by uncertain events in a business. ഇത് ഏതാണ് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞത്. അതായത് നമ്മൾ ബിസിനസ്സിൻ്റെ അകത്ത് ഉണ്ടാവുന്ന അൺസർട്ടൈൻ ആയിട്ടുള്ള ഇവൻസിനെ, അതിൽ വരുന്ന ലോസിനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആൾ ആരാന്നാണ് ചോദിച്ചത്. പറഞ്ഞോളൂ, ആരാണ്? ഇതാണ് നമ്മുടെ ഫൈനൽ ക്വസ്റ്റ്യൻ. ഓക്കെ, നന്നായി വരട്ടെ നിങ്ങളുടെ ഫ്രണ്ട്സ്. മക്കളെ, നിങ്ങളെല്ലാവരും നന്നായിട്ട് വാ, നന്നായിട്ട് പഠിച്ച് നല്ല നിലയിൽ എത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം?
ഇടയ്ക്കൊക്കെ എനിക്കിങ്ങനെ എന്നെ ഓക്കെ റീനു മിസ്സിനൊക്കെ ഒന്ന് ഓർക്കുക, ഇത്രയും എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ വേഗം പറഞ്ഞോ. ഓക്കെ, ഏതു സാറിനെ വിളിച്ചിട്ടുണ്ട്, സാറിപ്പോൾ പറന്ന് എത്തുന്നതായിരിക്കും അല്ലേ. ഇൻഷുറൻസ് ആണല്ലേ ആൻസർ. ഇൻഷുറൻസ് ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയും ഏരിയാസ് നിന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇനി അടുത്ത ഒരു മിനിറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ യദു സാറാണ് ക്ലാസ് എടുക്കാൻ വരിക. അപ്പോൾ അതിന് മുൻപായിട്ട് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യം പറയാനുണ്ട്. എക്സാം നാളെ എഴുതുന്ന സമയത്ത് ക്വസ്റ്റ്യൻ ഒന്നോ ഒന്നിൽ അധികമോ തവണ വായിച്ച് നോക്കണം. ഒരു തവണ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നും. പക്ഷെ എന്ത് ചെയ്യരുത്, നേരെ അങ്ങ് എഴുതരുത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ച് വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കീവേഡ്സ് ഒക്കെ അണ്ടർലൈൻ ചെയ്തിട്ട് എന്താണ് എന്നോട് ചോദിച്ചതെന്ന് എഴുതുക. പിന്നെ എക്സാമിന് ക്വസ്റ്റ്യന് അനുസരിച്ച് മാത്രമേ, ക്വസ്റ്റ്യൻ എത്രമാത്രം മാർക്ക് നിങ്ങൾക്ക് പറഞ്ഞു, 2 മാർക്കിന് ക്വസ്റ്റ്യൻ ആണെങ്കിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു രണ്ട് പോയിന്റ്സ് അല്ലെങ്കിൽ 4 പോയിന്റ്സ് ഒക്കെ മാക്സിമം എഴുതാൻ പാടുള്ളൂ അല്ലേ. അതിൽ കൂടുതൽ എഴുതി എന്ന് കരുതിയിട്ട് ടീച്ചർക്ക് ആ 2 മാർക്കിൽ കൂടുതൽ ഒരു കാരണവശാലും ഇട്ട് തരാൻ വേണ്ടി പറ്റില്ല. അപ്പം നിങ്ങളുടെ സമയമാണ് നിങ്ങൾ കളയുന്നത്. അപ്പം ഞാൻ ചിലപ്പോൾ നിങ്ങൾ നന്നായി പഠിച്ച ടോപ്പിക്കിൽ നിന്നായിരിക്കും ആ 2 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത്രയും പഠിച്ചിട്ടുണ്ട്, ടീച്ചർ മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങ് ചറവറ എന്ന് പറഞ്ഞ് എഴുതണ്ട. ടീച്ചർക്ക് മനസ്സിലായിട്ട് വലിയ കാര്യമില്ല. ടീച്ചർ മനസ്സിലാക്കുക എന്നുള്ളതല്ലല്ലോ, എക്സാമിന് പാസ്സാവുക എന്നുള്ളതാണ് നമ്മുടെ എയിം. ഓക്കെ, അപ്പോൾ പഠിക്കുന്ന രീതിയും എഴുതുന്ന രീതിയും രണ്ടാണ്. നിങ്ങൾ പഠിച്ച രീതിക്കല്ല ഒരിക്കലും എക്സാം എഴുതേണ്ടത്. എക്സാം എഴുതുക എന്ന് പറയുന്നത് അത് വേറെ തന്നെ സ്കില്ലാണ്. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് വേണം ചെയ്യാനായിട്ട്. യദു സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സാറിന് എന്ത് ചെയ്യാം, മൈക്ക് കൈമാറി ഞാൻ സ്റ്റേജ് ഒഴുകിയാണ്. ഓക്കെ, ക്ലിയർ, സെറ്റ്. കുറച്ച് സാറിന് ഹൈറ്റ് കുറച്ച് കൂടിയത് കൊണ്ട് സാർ എന്ത് ചെയ്യാണ്, ഇപ്പോൾ ഇവരെൻ്റെ ഹൈറ്റ് തിരിച്ചറിയല്ലോ. ഇനി ഞാൻ സ്റ്റേജിൽ കയറില്ല. ഓക്കെ, ഞാൻ ഫുഡൊക്കെ ഇനി പോയി ഫുഡ് കഴിക്കണം. ഓക്കെ, ക്ലിയർ, ആവശ്യമില്ല. ഓക്കെ ഓക്കെ, സെറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഗൈസ് ഞാൻ പോവുകയാണ്. ഒരു പാട്ടൊക്കെ പാടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ശരി, പറഞ്ഞ സ്ഥിതിക്ക് പോവല്ലേ, പാട്ടൊക്കെ പാടി വരെ. ഓക്കെ, അല്ല ഒരു പാട്ടൊന്നും പാടിക്കാറുണ്ട്. ഒരു പാട്ടായിട്ട് കുറയ്ക്കണ്ട. ഏത് പാട്ടാണ് പാടുക സാർ? ഒരു പാട്ട് പറയാമോ? നമ്മൾ മെയിനായിട്ട് ഏതെങ്കിലും എല്ലാ കാലത്തും പാടുന്ന ഒരു പാട്ട്. താങ്കണക്ക് പ്രമദവനം പിടിച്ചാലേ വേണ്ടല്ലേ, ഒരു പാട്ട് പറഞ്ഞു. എക്സാമിന് പറ്റിയൊരു പാട്ടില്ലേ, പരീക്ഷയിൽ ഞാൻ. എടാ ഒരു പാട്ട് പറഞ്ഞു തരുമോ പ്ലീസ്? എനിക്ക് പാട്ടൊന്നും ഓർമ്മ കിട്ടുന്നില്ല. പാട്ട് ചോദിക്കുന്ന സമയത്ത് ഓർമ്മ കിട്ടില്ല, എല്ലാത്തപ്പ കിട്ടും. അല്ലാത്തപ്പോ ഇങ്ങനെ പാടി ഇങ്ങനെ. ഓക്കെ ഓക്കെ, വിഷ് ചെയ്യടാ, ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങൾ നന്നായിട്ട് പഠിച്ച് നിങ്ങൾ പഠിച്ചതേ ചോദിക്കൂ. ക്ലിയർ, സെറ്റ്. ഏതെങ്കിലും ജൂപ്പിറ്റർ മഴ നനയാലോ, പക്ഷെ ബാക്കി ചിറാപ്പുഞ്ചി മഴ നടുപ്പേജ് കീറി, അതാകുമ്പോൾ ഒരൊറ്റ വരിയ അഡ്ജസ്റ്റ് ചെയ്യാലോ. ഓക്കെ, ചിറാപ്പുഞ്ചി മഴയത്ത്. എനിക്ക് പാട്ടൊന്നും കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. പബ്ലിഷ് ചെയ്യുമ്പോൾ മിസ് മോഡൽ എക്സാം പേപ്പർ പബ്ലിഷ് ചെയ്ത് മനസ്സിലായിടാ എന്താണ് പരീക്ഷ പ്രശ്നേഷ. പിന്നെ തേരാ മേര ജീവൻ കഴിഞ്ഞ വർഷം പാടിയല്ലേ, ഇവര് പുതിയ ആൾക്കാരല്ലേ, ഇവർക്ക് അതറിയില്ലല്ലോ. കഴിഞ്ഞ തവണ പാടിയതല്ലേ സാറും കൂടെ വേണേൽ പഠിക്കട്ടോ, എനിക്ക് അങ്ങനെ വലുതൊന്നുമില്ല. എടാ ഒന്നാമത് ഇപ്പൊ ഇത്രയും നേരം ഒച്ച ഇട്ടിട്ട്, അല്ലെങ്കിൽ പാടാൻ അറിയില്ല. ശബ്ദം വലിയ ഗുണമൊന്നുമില്ല, വലിയ രസമൊന്നും ഇല്ലാത്ത ശബ്ദമാണ്. അപ്പൊ അതിന്റെ കൂടെ ഈ കിടന്നിങ്ങനെ കുറച്ച് നേരമായില്ലേ, 1.5 മണിക്കൂറായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അത് പിന്നെ ഞാനാ, അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. ഓക്കെ, അതുപോലെ ഞാൻ ഹിബനാനി പാടിത്തരാം. തേരാ
മേരാ ജീവൻ ഏതോ കാലക്കേടിലാണോ ലോല വായോ പോകാം ലോകം കാണാതേരാ പാര ഞെട്ടി ഹൃദയം പൊട്ടി വഴിയും തെറ്റി ഇവിടെത്തി സിറ്റി നടുവിൽ ചുറ്റി അടിയും പൊട്ടി പണി കിട്ടി ഏയ് ബനാനേ ഒരു പൂ തരാമോ ഏയ് ബനാനേ ഒരു കായ് തരാമോ പൂ കൊടുക്കാൻ അതിനാൾ വരണ്ടേ ആളിരുന്നാൽ കയ്യിൽ കായ് വരണ്ടേ മന്ദാകിനി ഒന്നാകുമോ ചിന്താമരേ എന്താമരേ കണ്ടാലിനി കൊണ്ടാടുമോ പിന്നാലെ ഞാൻ വന്നാലുമേ ബാക്കി തന്നെയാ തോന്നുന്നു എനിക്ക് ടൂൺ അറിയില്ല ഓക്കെ ഇത്രയും ഞാൻ പാടി കത്തിക്ക് അങ്ങോട്ട് കൈഹടി കത്തിക്ക് കമന്റ് ബോക്സ് വെക്കടാ അടി പൂക്കുറ്റി ഓക്കെ അതെ ഇനി അടുത്തതാണ് നിങ്ങളെ കടത്തേന് ഓക്കെ അതെ പിള്ളേര് കണ്ടില്ല കത്തിക്കാൻ പറഞ്ഞാൽ കൂടെ കത്തിച്ചു തരും ഓക്കെ ഓക്കെ താങ്ക് യു ഞാൻ വിട വാങ്ങുകയാണ് ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ നാളെ പോയിട്ട് എന്ത് ചെയ്യണം എക്സാമിൽ എഴുതണം അടിപൊളിയാണ് പക്ഷെ ഇത് കഴിഞ്ഞാൽ ഇനി പബ്ലിക് എക്സാം ഉണ്ട് അത് മറന്നു പോവരുത് അപ്പോൾ അത് എപ്പോഴും മൈൻഡിൽ വെക്കണം നേരത്തെ പറഞ്ഞതുപോലെ വർക്ക്ഷീറ്റ് ഒക്കെ കൂടുതൽ ചെയ്യുക താല്പര്യമുള്ളവർ താഴെ പോകുന്ന സ്ട്രിപ്പ് ഉണ്ടല്ലോ അതിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അഡ്മിഷൻസ് എടുക്കുക അപ്പോൾ ചാച്ചാ ബൈ ബൈ ഞാൻ സാറിന് മൈക്ക് കൊടുക്കുകയാണ് ഓക്കെ നമുക്കൊരു ഒരു 5 ചാപ്റ്റർ കൂടെ ഉണ്ട് പെട്ടെന്ന് തീർക്കാം 10:45 എന്നൊക്കെ ഉണ്ട് പലരും പറയുന്നത് 10:45 ആവില്ല ഡോണ്ട് വറി നമുക്ക് പെട്ടെന്ന് തീർക്കാം യെസ് കുറേ കാര്യങ്ങളൊന്നുമില്ലല്ലോ നമുക്ക് കുറച്ച് മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് തീരും ഓക്കെ യെസ് അപ്പോൾ മക്കളെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ഓക്കെ അങ്ങനെ തന്നെ നമുക്ക് പോവാം സെക്കൻഡ് ചാപ്റ്റർ 4th അങ്ങനെ 6th അങ്ങനെ പോവാം റെഡി ഓക്കെ യെസ് അപ്പോൾ മക്കളെ ഒന്ന് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ കൊടുത്തേ വരാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചുകൊണ്ട് കൊണ്ടുവന്നേ ഇങ്ങോട്ട് ഇത്രയൊന്നും അല്ലല്ലോ നമ്മുടെ +1 സ്ട്രെങ്ത് എന്ന് പറയുന്നത് വരട്ടെ വേഗം ഓക്കെ അപ്പോൾ നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ ഓക്കെ ഫോംസിലേക്ക് പോവാം അപ്പോൾ മിസ് എടുത്തിട്ടുള്ള ചാപ്റ്ററിലെ ഓക്കെ മിസ് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഓക്കെ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന ടോപ്പിക്സ് ഏതാണോ അതൊക്കെ നന്നായിട്ട് തന്നെ പഠിച്ചിട്ട് പോവുക ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണേ മക്കളെ റെഡി ഓക്കെ അപ്പോൾ നമുക്ക് പോവാം ഫോംസ് ഓക്കെ ഫോംസിൽ ജസ്റ്റ് നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ നോക്കിയേ വാട്ട് ഈസ് എ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എക്സ്പ്ലെയിൻ എനി 7 ഫീച്ചേഴ്സ് മക്കളെ റിപ്പീറ്റ് ആയിട്ട് കാണുന്ന ക്വസ്റ്റ്യൻ ആണ് കഴിഞ്ഞ വർഷം കൂടെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അപ്പൊ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്താണ് അതിന്റെ ഫീച്ചേഴ്സ് എഴുതൂ എന്നുള്ളതാണ് ഓക്കെ അപ്പൊ പഠിച്ചിട്ട് പോയിക്കോളാം ജോയിന്റ് സ്റ്റോക്ക് കമ്പനി നിർബന്ധമായിട്ടും പഠിച്ചോളാം ഓക്കെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയെ കുറിച്ച് പഠിച്ചോളാം നിർബന്ധമായും പഠിച്ചോളാം അറിയാലോ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്താ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഈസ് ആൻ അസോസിയേഷൻ ഓഫ് മെനി പേഴ്സൺസ് ഹു കോൺട്രിബ്യൂട്ട് ക്യാപിറ്റൽ അല്ലെ ദ ക്യാപിറ്റൽ കൺസിസ്റ്റ് ഓഫ് ഷെയർസ് ഓഫ് സ്മോൾ ഡിനോമിനേഷൻ ഈച്ച് ഷെയർ ക്യാരി യെസ് ലിമിറ്റഡ് ലയബിലിറ്റി ആൻഡ് ഈസ് freely transferable. The association may be formed according to law. It is then regarded as an artificial person created by law. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ നിയമപരമായിട്ട് നമ്മൾ യെസ് എന്താണ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് ഒരു കമ്പനി അല്ലെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത് സോ കമ്പനി എന്താണെന്ന് പഠിച്ചു വെക്കുക അതിന്റെ ഫീച്ചേഴ്സ് ഇതാ നമ്മൾ പറഞ്ഞിട്ടുണ്ട് യെസ് 8ഓളം ഫീച്ചറുകൾ ഉണ്ട് 8 ഫീച്ചേഴ്സും പഠിച്ചു വെച്ചോളാം അതിപ്പോൾ ഫീച്ചേഴ്സ് മാത്രമല്ല ജോയിന്റ് സ്റ്റോക്ക് കമ്പനീനെ കുറിച്ച് യെസ് നമ്മൾ എന്തൊക്കെ മെറിറ്റ്സ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അതിന്റെ ലിമിറ്റേഷൻസും പറഞ്ഞിട്ടുണ്ട് ഒന്നും വിടണ്ട ഓർത്ത് വെച്ചോളാം എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ഇതാ ആർട്ടിഫിഷ്യൽ പേഴ്സൺസ് ഓക്കെ ഇതെന്താണ് സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ആളുകളും അതുപോലെ തന്നെ കമ്പനിയും രണ്ടാണ് പിന്നെയോ ഫോർമേഷൻ ഈ പോയിന്റ്സ് ഒക്കെ മനസ്സിലായി വരുന്നുണ്ടോ ഓർമ്മയുണ്ടോ ഇല്ലെങ്കിൽ പഠിച്ചോട്ടോ ഫോർമേഷൻ എങ്ങനെയായിരിക്കും കുറച്ച് നല്ല ടൈമൊക്കെ എടുത്ത് നമ്മൾ ചെയ്യേണ്ട യെസ് പ്രോസസ് ആണ് പിന്നെയോ പെർപെക്ച്വൽ എക്സിസ്റ്റൻസ് അല്ലെ എന്താ ആളുകളൊക്കെ പിരിഞ്ഞു പോയാലും അല്ലെങ്കിൽ മരിച്ചു പോയാലൊന്നും നമ്മളെ ബാധിക്കുന്നതല്ല പിന്നെയോ യെസ് കൺട്രോള് ദെൻ ലാബിലിറ്റി അതുപോലെ തന്നെ കോമൺ സീല് റിസ്ക് ബിയറിംഗ് ഓക്കെ ഓർത്ത് വെച്ചോളുക വെരി ഇമ്പോർട്ടൻറ്റ് 8 and 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ഇതൊക്കെ വെരി ഇമ്പോർട്ടൻറ്റ് 8 മാർക്ക് and 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് റെഡി യെസ് മെറിറ്റ്സ് നോക്കിക്കോളാം ലിമിറ്റഡ് ലാബിലിറ്റി ആയിരിക്കും ദെൻ എന്താണ് യെസ് ട്രാൻസ്ഫർ ചെയ്യാം നമുക്ക് ഷെയർസ് പിന്നെ എന്താ യെസ് പെർപെക്ച്വൽ എക്സിസ്റ്റൻസ് ഉണ്ടാവും പിന്നെ സ്കോപ്പ് ഓഫ് എക്സ്പാൻഷൻ പ്രൊഫഷണൽ മാനേജ്മെന്റ് ഇതൊക്കെ എന്താണ് നമ്മുടെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ മെറിറ്റ്സ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ദെൻ അതിന്റെ ലിമിറ്റേഷൻസും ഉണ്ട് യെസ് എന്താണ് കോംപ്ലക്സിറ്റി ഇൻഫോർമേഷൻ ഫോം ചെയ്യാൻ നല്ല ടൈമും കാര്യങ്ങളൊക്കെ വേണം പിന്നെയോ ലാക്ക് ഓഫ്
സീക്രസി. അവിടെ സീക്രസി ഒന്നും നമുക്ക് എന്താ കീപ്പ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റില്ല. നമ്മുടെ അക്കൗണ്ട്സ് ഒക്കെ എന്താ പബ്ലിഷ് ചെയ്യേണ്ടതുണ്ട്. പിന്നെയോ ഇംപേഴ്സണൽ വർക്ക് എൻവിറോൺമെന്റ് അല്ലെ, പേഴ്സണൽ ടച്ച് ഒന്നും ഉണ്ടാവുന്നില്ല അല്ലെ. പിന്നെയോ ന്യൂമറസ് റെഗുലേഷൻസ് അല്ലെ, ഒരുപാട് റൂൾസും റെഗുലേഷൻസും ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കമ്പനീസ് മുന്നോട്ട് കൊണ്ടുപോകുക. പിന്നെ ഡിലേ ഇൻ ഡിസിഷൻ മേക്കിംഗ്, പിന്നെയോ ഒളിഗാർക്കിക് മാനേജ്മെന്റ്, ദെൻ കോൺഫ്ലിക്റ്റ് ഇൻ ഇൻട്രസ്റ്റ്, എല്ലാവരും തമ്മിൽ ആളുകൾ തമ്മിലുള്ള കോൺഫ്ലിക്ട്സുകൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പം ജോയിന്റ് സ്റ്റോക്ക് കമ്പനി നിർബന്ധമായിട്ട് പഠിച്ചു പോയിക്കോളുക. അതിന്റെ മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്, ഫീച്ചേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, റെഡി? നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി? അറിയാലോ, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇതിൽ ഏത് പറയുന്നതാണ്? സിംഗിൾ ഓണർഷിപ്പ് ആണോ, ട്രാൻസ്ഫർ ഓഫ് മെമ്പർഷിപ്പ് ആണോ, മെമ്പർഷിപ്പ് ബൈ ബർത്ത് ആണോ, രജിസ്ട്രേഷൻ ഈസ് കമ്പൽസറി ആണോ? നമുക്കറിയാം അല്ലെ, ബർത്തിലൂടെ എന്താണ് മെമ്പർഷിപ്പ് കിട്ടുന്നതാണ് ഇത് നമ്മുടെ HUF എന്ന് പറയുന്നത്, മറക്കാൻ പാടില്ല. Then a dash partner is one who allow use or his or her name by a firm but does not contribute to its capital. ഇത് ഏത് ടൈപ്പ് പാർട്ണറാണ്? എന്നൊന്ന് പറഞ്ഞേ, ഏത് ടൈപ്പ് പാർട്ണറാണിത്? യെസ്, ഏത് ടൈപ്പ് പാർട്ണറാ? ആ പാർട്ണർ എന്ത് അലോ ചെയ്യുന്നു? അലോ the use of his or her name by a firm അല്ലെ, ഒരാളുടെ പേര്. യെസ്, ഏതാണ്? ഓക്കെ, ഏതാണ്? നോമിനൽ ആണല്ലേ, പേര് യൂസ് ചെയ്യാൻ അയാൾ അനുവദിക്കുന്നു. അതിനെ നമ്മൾ ഏത് പാർട്ണർ എന്നാ പറയാ? നോമിനൽ പാർട്ണർ എന്നാണ് പറയുക. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെച്ചോളൂ കേട്ടോ. പാർട്ണേഴ്സിന്റെ ടൈപ്പും കാര്യങ്ങളൊക്കെ. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ ബേസിസ് ഓഫ് 1 or 2 സെന്റൻസ്. ഓക്കെ, 2 മാർക്കിനൊക്കെ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്തെങ്കിലും 2 തരും, എന്നിട്ട് അതിന്റെ ഒരു 2 മാർക്കിന് 2 സെന്റൻസിൽ ആൻസർ ചെയ്യുക എന്നുള്ളത്. അറിയാലോ എന്താണ് നോമിനൽ പാർട്ണർ, എന്താണ് HUF? നിങ്ങൾ എഴുതൂലേ മക്കളെ? ഇമ്പോർട്ടന്റ് ആണ്. 2 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് എഴുതാൻ പറയുന്ന സമയത്ത് എങ്ങനെ എഴുതണം? 2 സെന്റൻസ് എന്നൊക്കെ പറഞ്ഞാൽ 1 or 2 ലൈന് കൊണ്ട് നിങ്ങൾ എഴുതി തീർത്തോളാം. അറിയുന്നതാണ് എന്ന് വിചാരിച്ചത്. അപ്പം മിസ് പറഞ്ഞതുപോലെ വെറുതെ കുറെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, അപ്പം നമ്മുടെ ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് HUF എന്താണെന്നൊക്കെ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. പ്രത്യേകിച്ച് HUF എന്താണ്? ഇറ്റ്സ് എ ബിസിനസ് ഫോം ഓഫ് ഓർഗനൈസേഷൻ വിച്ച് ഇസ് ഗവേൺഡ് ബൈ ഹിന്ദു ലോ വേർ ഇൻ ദ ബിസിനസ് ഈസ് ഓൺഡ് ആൻഡ് കാരിയഡ് ബൈ ദ മെമ്പേഴ്സ് ഓഫ് ദ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. ഓക്കെ, പിന്നെയോ എന്താണ്? ഇറ്റ്സ് എ ഓൾഡസ്റ്റ് ഫോം എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലെ. ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് particular form of business organization existing in India. എന്താണ്? It is one of the oldest form. നമ്മൾ പറഞ്ഞു. It is governed by Hindu law. പിന്നെ അതുപോലെ തന്നെ the basis of membership എങ്ങനെയാ? ബർത്തിന്റെ ബേസിലായിരിക്കും. പിന്നെ അതുപോലെ തന്നെ 3 succession generation can be members in the family. Then oldest member നമ്മൾ കർത്ത എന്ന് പറയുന്നു, മറ്റാളുകളെ നമ്മൾ കോപാസ്നേഴ്സ് എന്ന് പറയുന്നു. ഇതുപോലുള്ള പോയിന്റ്സുകൾ മറക്കാൻ പാടില്ല, ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് 3 മാർക്ക് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. 2 മാർക്ക് 1 മാർക്ക് ഒബ്ജക്റ്റീവ് ടൈപ്സ് ചോദിക്കാം. ഏത് ടൈപ്പിൽ വേണേലും വരാം. അപ്പൊ ഇതുപോലുള്ള കുഞ്ഞു പോയിന്റ്സുകൾ ഉണ്ട്, അത് നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ അല്ലേ? അക്കൗണ്ടൻസി പോയി. അക്കൗണ്ടൻസി എന്തുകൊണ്ടാണ് പോയത്? ഒന്ന് ചിന്തിക്കി. അക്കൗണ്ടൻസി എന്തുകൊണ്ടാണ് പോയത്? മോഡൽ എക്സാമിന്റെ തലേന്ന് നമ്മൾ എടുക്കുന്ന ക്വസ്റ്റ്യൻ സെഷനിൽ വന്നിട്ടും ആ ഒരു ക്വസ്റ്റ്യൻ സെഷനിലും ഇതെന്താണ് ഇങ്ങനെ, ഇത് ഏതാണ് കാര്യം, ഏതാണ് ചാപ്റ്റർ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാലോ അല്ലെ. അക്കൗണ്ടൻസി ഒക്കെ എങ്ങനെയാ എക്സാമിന് തലേന്നൊക്കെ പഠിക്കുക? നിങ്ങൾ എങ്ങനെയാ മാത്സും അക്കൗണ്ടൻസിയും ഒക്കെ എങ്ങനെയാ എക്സാമിന്റെ തലേന്ന്? ഇതൊക്കെ ഒന്നുമില്ലായിരുന്നു നിങ്ങൾ വിചാരിക്കും, തിയറിയാണ്. എന്തൊക്കെയോ നമുക്ക് വായിച്ചിട്ട് പോകാം അല്ലെ, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടാവും എന്നുള്ള ആ ഒരു ബേസ് ഉണ്ട് അല്ലെ. അങ്ങനെ ഒരു അങ്ങനെ ചിന്തിച്ചെങ്കിൽ നമുക്ക് പോവാം. അക്കൗണ്ടൻസി ഒക്കെ നിങ്ങൾ എങ്ങനെയാണ് ലാസ്റ്റ് ടൈമിലൊക്കെ പ്രിപ്പയർ ചെയ്യുക? ഓർത്ത് വെച്ചോളാം, കഴിഞ്ഞത് മോഡൽ എക്സാം ആണ്. പബ്ലിക് എക്സാമിലേക്ക് ഇനിയും ദിവസങ്ങൾ മുന്നിലുണ്ട്. ഓക്കെ, മോഡൽ എക്സാമിന് ഏതെല്ലാം എക്സാമുകൾ നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുന്നു എന്ന് ഈ ഒരു ടൈമിൽ തന്നെ നോക്കിക്കൊള്ളുക. നിങ്ങൾ പഠിച്ചത് എത്രത്തോളം ഉണ്ട് എന്ന് നോക്കിക്കൊള്ളുക. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പബ്ലിക് എക്സാമിന്റെ സ്ഥിതി എന്താകും എന്നുള്ളതും ഈ ഒരു ടൈമിൽ ആലോചിച്ച് നോക്കിക്കൊള്ളുക. അതിനനുസരിച്ച് ഇനിയുള്ള ദിവസം എന്താണ് ചെയ്യേണ്ടത് എന്ന് സാറ് പറയുന്നില്ല, നിങ്ങൾ സ്വയം തീരുമാനമെടുക്കുക, നിങ്ങൾ അത് ചെയ്യുക. പഠിക്കേണ്ട കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഇരുന്ന് പഠിക്കും. അത് എന്താണ് ഇപ്പോഴും ഒന്നും മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ എന്താണ് ഓക്കെ മോഡൽ എക്സാം അല്ലേ പോട്ടെ, പബ്ലിക് എക്സാം സമയമുണ്ടല്ലോ, കട്ടെ അതൊക്കെ ഞാൻ ഇനിയും പഠിക്കും എന്നൊക്കെയുള്ള മൈൻഡ് ആണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ പോവാം. നിങ്ങളാണ് തീരുമാനം എടുക്കേണ്ടത്, നിങ്ങളാണ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് മോഡൽ എക്സാം ടഫ് ആയതുകൊണ്ടോ, നിങ്ങൾക്ക് പബ്ലിക് എക്സാം ടഫ് ആയതുകൊണ്ടോ ഞങ്ങൾക്കോ, നിങ്ങളെ പഠിപ്പിച്ച ടീച്ചേഴ്സിനോ, നിങ്ങളെ ചുറ്റുമുള്ള ആളുകൾക്കോ, നിങ്ങളുടെ ഫാമിലിയിലുള്ള ആളുകൾക്കോ
ഓക്കെ, പാരൻസിനെ ഒഴിച്ച് ബാക്കി ഒരാൾക്കും ഒരു കുഴപ്പമില്ല അല്ലെ. അനുഭവിക്കുന്നത് നിങ്ങളാണ്, അത് കണ്ട് സങ്കടപ്പെടാൻ നിങ്ങളെ പാരൻസും ഉണ്ടാവും, ഈ ആളുകൾ മാത്രം. ഓക്കെ, പാരൻസ് അല്ലാതെ മറ്റൊരാൾക്കും എന്തില്ല, നിങ്ങൾ പഠിച്ചാല് അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടിയാല് യെസ് ഒന്നുമില്ല. സോ അതുകൊണ്ട് അത് നിങ്ങളുടെ ഫാമിലിയെ മാത്രം എഫക്ട് ചെയ്യുന്ന കാര്യമാണ്. സോ തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ്. യെസ്, ചെയ്തോളുക. എന്താണ് ചെയ്യേണ്ടത് എന്ന് എന്തെങ്കിലും ചെയ്യുന്നു തോന്നുന്നുണ്ടെങ്കിൽ ഓക്കെ സെറ്റ്. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെറ്റ്. ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ്. നമ്മൾ ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സും അതുപോലെ തന്നെ HUF ആണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയും ടൈപ്സിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളാം. നോമിനൽ പാർട്ണർ എന്ത്, ആക്റ്റീവ്, പാർട്ണർ ബൈ എസ്റ്റോപ്പല്, സ്ലീപ്പിംഗ് പാർട്ണർ, സീക്രട്ട് പാർട്ണർ, പാർട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട്. പോയിന്റ് വൈസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആക്റ്റീവ് പാർട്ണർ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, അതാ നമ്മുടെ പാർട്ണർഷിപ്പിലൊക്കെ കാണുന്ന പാർട്ട്നേഴ്സ് ആണ് അല്ലെ. യെസ്, എന്താണ് ഉപദേശം കേട്ടില്ല എന്തോ ഡിലീറ്റ് ചെയ്തായിരുന്നു. ഓക്കെ. യെസ്, അപ്പൊ എന്താ ആക്റ്റീവ് പാർട്ണർ എന്താ? നമ്മൾ സാവല ക്യാപിറ്റലൊക്കെ ഇറക്കി യെസ് എന്താണ് ഡെയിലി നമ്മുടെ ബിസിനസ്സിൽ ആക്റ്റീവായി നിൽക്കുന്ന അല്ലെ മാനേജ്മെന്റിലൊക്കെ മാനേജ് ചെയ്യാനൊക്കെ ഇടപെടുന്ന ആളുകളാണ്. ഓക്കെ, റെഡി? പഠിച്ചോടുക ഇമ്പോർട്ടന്റ് ആണ്. റെഡി? യെസ്. പിന്നെയോ സ്ലീപ്പിംഗ് പാർട്ണർ അല്ലെങ്കിൽ ഡോർമെന്റ് പാർട്ണർ ഉണ്ട്, അറിയാലോ. അയാൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യും അല്ലെ. പക്ഷേ നമ്മുടെ ബിസിനസിന്റെ മാനേജ്മെന്റ് കാര്യത്തിലൊന്നും എന്ത് ചെയ്യുന്നില്ല, അയാൾ ഇടപെടുന്നില്ല. അയാൾക്ക് എന്താണ് പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കും എന്ന് മാത്രം. ദെൻ സീക്രട്ട് പാർട്ണർ ഉണ്ട് അല്ലെ, ആരും അറിയാതെ നമ്മുടെ പാർട്ണർഷിപ്പിൽ ഉള്ള പാർട്ണർ അല്ലെ, സീക്രട്ട് ആയിട്ട് എന്താണ് അയാളുടെ ഐഡന്റിറ്റി അയാൾ കീപ്പ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ആളുകൾ. നോമിനൽ പാർട്ണർ നമ്മൾ പറഞ്ഞു അല്ലെ, പേര് മാത്രം ഒരു പാർട്ണർഷിപ്പിലേക്ക് കൊടുക്കുന്ന ആള്, അയാളാണ് ആര്? യെസ്, നമ്മുടെ നോമിനൽ പാർട്ണർ എന്ന് പറയുന്നത്. പാർട്ണർ ബൈ എസ്റ്റോപ്പൽ ഉണ്ട്. ആരാണ് പാർട്ണർ ബൈ എസ്റ്റോപ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചു വെച്ചോളെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് പാർട്ണർ ബൈ എസ്റ്റോപ്പൽ? എ പേഴ്സൺ ഈസ് സെഡ് ടു ബി പാർട്ണർ ബൈ എസ്റ്റോപ്പൽ ഇഫ് ഹി ത്രൂ ഹിസ് ഓൺ ഇനിഷ്യേറ്റീവ്, conduct or behavior give an impression to other that he is a partner of the firm. ഈ ടേം മറക്കാൻ പാടില്ല, ഈ പോയിന്റ് മറക്കാൻ പാടില്ല. ആരാണ് പാർട്ണർ ബൈ എസ്റ്റോപ്പൽ അല്ലെ? ഒരു വ്യക്തിയുടെ ബിഹേവിയർ, അയാളുടെ കണ്ടക്ട് കൊണ്ട് അയാൾ എന്താണ് ചുറ്റുള്ള ആൾക്ക് തോന്നിപ്പിക്കുകയാണ് അല്ലെ, എന്തെന്ന് അയാള് ഒരു പാർട്ണർഷിപ്പിലെ പാർട്ണർ ആണ്. യെസ്, അങ്ങനെയാണ് അയാളുടെ ബിഹേവിയർ ഒക്കെ എങ്കിൽ അല്ലെ, ആ ഒരു പാർട്ണർഷിപ്പ് എന്ത് ചെയ്യുന്നു, ഇയാൾ എന്തായിട്ട് കാണുന്നു? പാർട്ണർ ബൈ എസ്റ്റോപ്പൽ ആയിട്ട് കണക്കാക്കുന്നു. അങ്ങനെയെങ്കിൽ പാർട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട് എന്താണ്? എ പാർട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട് ഈസ് എ person who is not a partner but knowingly allow himself to represent as a partner in a firm but really he is not a partner അല്ലെ. ഒരാൾ അറിഞ്ഞുകൊണ്ട് അയാളെ എന്താണ് ഒരു പാർട്ണർഷിപ്പിലെ പാർട്ണർ ആയിട്ട് അല്ലെ എക്സ്പ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ പബ്ലിക്കിന്റെ മുന്നിൽ യെസ് ഓക്കെ അതാണ് അലോ ചെയ്യാൻ ഒരു പാർട്ണറോട്, ഒരു ബിസിനസ്സിലുള്ള ഒരു പാർട്ണറെ അനുവദിക്കുകയാണ്. അയാൾ എന്താ ഇപ്പൊ പാർട്ണർ അല്ലാത്ത ഒരാളെ ഇതിന്റെ പാർട്ണറാണ് എന്ന് പറയാൻ ഒരാള് അറിഞ്ഞുകൊണ്ട് എന്താണ് പറയാണ്. ഇപ്പൊ സാറ് എന്തല്ല ഒരു പാർട്ണർ അല്ല, പക്ഷെ എൻ്റെ ഫ്രണ്ടിൻ്റെ ബിസിനസ്സിൽ പാർട്ണറാണ് എന്ന് ഞാൻ പാർട്ണറാണ് എന്ന് പറയാൻ എൻ്റെ ഫ്രണ്ടിനെ ഞാൻ അനുവദിക്കുകയാണ് അല്ലെ. ഞാൻ അറിഞ്ഞുകൊണ്ട് നീ പറഞ്ഞോടാ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ആരായി? യെസ്, പാർട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ടായി. ഓക്കെ, ഓർത്ത് വെച്ചൂടാ, ഓരോന്നും ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എനി ത്രീ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈവറ്റ് കമ്പനി ആൻഡ് പബ്ലിക് കമ്പനി. യെസ്, നമ്മൾ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി പറഞ്ഞപ്പോൾ ടൈപ്പ് പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രൈവറ്റ് കമ്പനിയും പബ്ലിക് കമ്പനിയും എന്താണ് കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളാം മക്കളെ, കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളാം. ഈ ടേബിൾ വൈസ് നമ്മൾ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഓർത്തോളാം. മീനിങ് എന്താണ്? മെമ്പേഴ്സ് എങ്ങനെയാണ്? മിനിമം 200, 7 നോ ലിമിറ്റ്. നെയിം എങ്ങനെയാണ്? യെസ്, പ്രൈവറ്റ് ലിമിറ്റഡ് PLTD ഉണ്ടാവും. ഇവിടെയോ പബ്ലിക്കിലോ ലിമിറ്റഡ് മാത്രമാണ്. യെസ്, എന്താ പബ്ലിക് ഇൻവിറ്റേഷൻ ഇവിടെ പെർമിറ്റഡ് അല്ല, ഇവിടെ പെർമിറ്റഡ് ആണ്. എന്താണ് ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ ഇവിടെ റെസ്ട്രിക്ഷൻ ഉണ്ട്, ഇവിടെ റെസ്ട്രിക്ഷൻ ഇല്ല. പിന്നെയോ യെസ്, നമ്പർ ഓഫ് ഡയറക്ടർ എത്രയാ? മിനിമം 2, മിനിമം 3. ഓക്കെ, ബേസിക് ആയിട്ടുള്ള ഈ കാര്യം പഠിച്ചു വെച്ചിട്ട് പോയിക്കോളുക. ഓക്കെ റെഡി? യെസ്, അങ്ങനെയെങ്കിൽ നോക്കിയോ. വാട്ട് ഈസ് പാർട്ണർഷിപ്പ് ബിസിനസ്? എക്സ്പ്ലെയിൻ എനി 4 അഡ്വാൻറ്റേജ് ആൻഡ് എനി 3 ലിമിറ്റേഷൻസ്. പാർട്ണർഷിപ്പ് മക്കളെ, യെസ്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, പാർട്ണർഷിപ്പ്, HUF. ഓക്കെ, HUF മെയിൻ ആയിട്ട് അങ്ങനെ എഴുതാൻ ചോദിക്കാറില്ലെങ്കിലും യെസ്, ഈ 2 മാർക്ക് 1 മാർക്കിലൊക്കെ കൂടുതലും HUF എന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഓക്കെ, നോക്കി വെച്ചോളൂ. പാർട്ണർഷിപ്പ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി നോക്കാം, 4 മാർക്ക് 3 മാർക്ക് ബേസിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പാർട്ണർഷിപ്പ് എന്താ അറിയാലോ അല്ലെ, ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരം അല്ലെ നമ്മൾ ഒരു അഗ്രിമെന്റ് ത്രൂ നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ് ഇത് നമ്മുടെ പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. പഠിച്ചു വെക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. പാർട്ണർഷിപ്പിന്റെ ഫീച്ചേഴ്സ് അതുപോലെ തന്നെ അതിന്റെ ലിമിറ്റേഷൻസ് ഒക്കെ നോക്കി വെച്ചോളാം.
ഓക്കെ യെസ് എന്താണ് ഫോർമേഷൻ എങ്ങനെയായിരിക്കും, ലാബിലിറ്റി, റിസ്ക് ആരാണ് എടുക്കുന്നത്, ഡിസിഷൻ ആരാണ് എടുക്കുന്നത്, മ്യൂച്വൽ ഏജൻസി ആയിരിക്കും, കണ്ടിന്യൂറ്റി ഉണ്ടാകും. ഓക്കെ അതിന്റെ ലിമിറ്റേഷൻ എന്നാൽ ലിമിറ്റഡ് റിസോഴ്സസ് ആണ്, അൺലിമിറ്റഡ് ലാബിലിറ്റി ആയിരിക്കും പാർട്ട്നേഴ്സിന് ഉണ്ടാവുക, പോസിബിലിറ്റി കോൺഫ്ലിക്ട്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ലാക്ക് ഓഫ് പബ്ലിക് കോൺഫിഡൻസ് ആണ്, ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി. ഓക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പോയിന്റ് ഓർത്ത് വെച്ചോളുക, ഇമ്പോർട്ടന്റ് ആണ്, എഴുതേണ്ടി വരിക, ചോദിക്കും. ഓക്കെ ഈ പോയിന്റുകൾ എഴുതാണ്ട് നിങ്ങൾ മറ്റൊന്നും എഴുതിയിട്ട് കാര്യമില്ല. ഓക്കെ ഫീച്ചേഴ്സോ മെറിറ്റ്സോ ഡിമെറിറ്റ്സോ ഒക്കെ ചോദിക്കുന്ന സമയത്ത്, ഫീച്ചേഴ്സോ മെറിറ്റ്സോ ലിമിറ്റേഷൻസോ ഒക്കെ ചോദിക്കുന്ന സമയത്ത് യെസ് കറക്റ്റ് ആ പോയിന്റ് എഴുതി വെച്ചിട്ടില്ലെങ്കിൽ മകളെ ഒരു കാര്യമില്ലേ, നിങ്ങൾ മറ്റെന്ത് എഴുതി എന്ന് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല, യെസ് മാർക്ക് വീഴൂലേ, മാർക്ക് കിട്ടൂല. പഠിച്ചോളാം. ഇതിനടുത്ത് നോക്കിക്കോ, ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ബിസിനസ് ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ വൺ പേഴ്സൺ. What the form of business as mentioned above, explain and yes also list out any features. Okay പറഞ്ഞേ, ഒരാൾ മാത്രമുള്ള ബിസിനസ് ഏതാണ് ആ ബിസിനസ്, അതേതാണ് എന്ന് മെൻഷൻ ചെയ്യാൻ, എക്സ്പ്ലെയിൻ ഓൾസോ ഇസ് ലിസ്റ്റ് ഓഫ് ഫീച്ചേഴ്സ് അല്ലെ, അതിന്റെ ഫീച്ചേഴ്സ് എന്ത് ചെയ്യുക നമ്മൾ എഴുതുക. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരിക. ഓക്കെ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. ഓക്കെ ഉപദേശം വേണ്ട സാർ, ഇല്ല വേണ്ടെങ്കിൽ വേണ്ട. എന്ത് ഇല്ല ഉപദേശിക്കുന്നൊന്നുമില്ല. എന്ത് ഉപദേശിക്കുന്ന കാര്യം അല്ലെ, ഉപദേശിച്ചൊക്കെ ആരാ നന്നായതല്ലേ. ഓക്കെ സ്വയം തോന്നാതെ ആരാ നന്നായത്, മറ്റൊരാൾ ഉപദേശിച്ച് നന്നായ ആളാരാള്. ഓക്കെ സോൾ പ്രൊപ്രൈറ്റർ, ആരാണ് സോൾ പ്രൊപ്രൈറ്റർ അറിയാലോ, ഒരു വ്യക്തി അല്ലെ, ഒരു വ്യക്തി, അത്രേ ഉള്ളൂ. ദ വേർഡ് അല്ലെ എന്താണ്, സോൾ ആൻഡ് ഓൺലി. പ്രൊപ്രൈറ്റർ മീൻസ് ഓണർ. ഓക്കെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് പഠിച്ചു വെച്ചോളാം. യെസ് ഫീച്ചേഴ്സ് എന്തൊക്കെയാ, സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാ, ഫീച്ചേഴ്സ് ഇതൊക്കെ കിട്ടുന്നുണ്ടോ, ഫോർമേഷൻ ആൻഡ് ക്ലോഷർ എങ്ങനെയാണ്, ലാബിലിറ്റി അല്ലെ, സോൾ റിസ്ക് ബിയറർ, ദെൻ കൺട്രോൾ, നോ സെപ്പറേറ്റ് എൻറ്റിറ്റി, ദെൻ അതുപോലെ തന്നെ ലാക്ക് ഓഫ് ബിസിനസ് കണ്ടിന്യൂറ്റി. പോയിന്റ്സ് പഠിച്ചു വെച്ചാൽ മതി. ഈ പോയിന്റ്സ് എന്താണെന്ന് നിങ്ങൾക്ക് കിട്ടും, ആ പോയിന്റ് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ അപ്പോൾ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ ലിമിറ്റേഷൻ എന്താ, ലിമിറ്റഡ് റിസോഴ്സസ് ഉണ്ടാവും, ലിമിറ്റഡ് ലൈഫ് ഓഫ് ബിസിനസ് ആണ്, അൺലിമിറ്റഡ് ലാബിലിറ്റി ആണ്, ലിമിറ്റഡ് മാനേജീരിയൽ എബിലിറ്റി. ഓക്കെ യെസ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് പഠിച്ചോളാം. യെസ് അപ്പം നമ്മുടെ ഫോംസിൽ ഫോംസ് ഓക്കെ നമ്മളിപ്പോൾ പറഞ്ഞു ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. നോക്കിയേ ഫോംസിൽ നമ്മളിപ്പോൾ ജോയിന്റ് സ്റ്റോക്ക് കമ്പനീന്റെ പറഞ്ഞു. ഓക്കെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഓർത്ത് വെച്ചോളുക. ഓക്കെ HUF നോക്കിക്കോളുക. 2-3 മാർക്കിന്റെ ഒക്കെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഈ ഒരു പാർട്ടിൽ നിന്ന് ഉണ്ടാവും. പിന്നെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, ദെൻ അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ്. ഓക്കെ പാർട്ട്ണർഷിപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ഇത് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോയിക്കോളാം. ഓക്കെ നല്ല രീതിക്ക് ക്വസ്റ്റ്യൻ വരും. അപ്പം നമ്മൾ പറഞ്ഞതിൽ ഏറ്റവും കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നതാണ്. പാർട്ട്ണർഷിപ്പിലൊക്കെ പാർട്ട്നേഴ്സിന്റെ ടൈപ്പ് കാര്യങ്ങൾ, പാർട്ട്ണർഷിപ്പിന്റെ ടൈപ്പ് നോക്കാതെ പോവേണ്ട. പാർട്ട്ണർഷിപ്പിന്റെ ടൈപ്പ്, പാർട്ട്നേഴ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പാർട്ട്നേഴ്സ് യെസ് പാർട്ട്ണർഷിപ്പ് യെസ് അതുപോലെ തന്നെ പാർട്ട്നേഴ്സിന്റെ ടൈപ്പ് ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. യെസ് പഠിക്കാതെ പോവേണ്ട. ഓക്കെ റെഡി. യെസ് അങ്ങനെയെങ്കിൽ നമ്മുടെ അടുത്ത ചാപ്റ്റർ അതായത് 4ാമത്തെ ചാപ്റ്റർ ബിസിനസ് സർവീസിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. This is a form of contract or agreement under which one party agree to pay an amount of money to another party to make good the loss or damage as a result of an uncertain event. Identify the concept referred to here and explain its principle. Yes പറഞ്ഞേ എന്താണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്, എന്ത് കോൺട്രാക്റ്റ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഒരു പാർട്ടി ഒരു എമൗണ്ട് പേയ്മെന്റ് ചെയ്യുന്നു എന്തിനാ, അയാൾക്ക് ഭാവിയിൽ ഉണ്ടാകുന്ന ഒരു ലോസിന് എതിരെ അല്ലെങ്കിൽ ഒരു ഡാമേജിനെതിരെ ആയിട്ട് അല്ലെ. യെസ് എന്താണ്, ഏതാണ് ഈ സംഭവം? യെസ് എന്താ, ഇൻഷുറൻസ് ആണ്. ഇൻഷുറൻസിന്റെ പ്രിൻസിപ്പിൾ പഠിച്ചു വെച്ചോളുക. ഇൻഷുറൻസ് എന്താണ്, ഇൻഷുറൻസിന്റെ പ്രിൻസിപ്പിൾ അറിയാലോ. ഒരു റിസ്ക് ഉണ്ടാവുന്നതിനെതിരെ എന്താണ് ഒരു ഇൻഷുറർ കമ്പനിയും ഇൻഷുററും തമ്മിൽ ഇൻഷുററും അല്ലെങ്കിൽ ഇൻഷുർ ചെയ്യുന്ന ആ പേഴ്സണും തമ്മിലുള്ള എഗ്രിമെന്റിനാണ് നമ്മൾ എന്ത് പറയുക, ഇൻഷുറൻസ് എന്ന് പറയുക. ആ എഗ്രിമെന്റിൽ എന്തുണ്ടാവും, ഒരു പ്രീമിയം അടച്ചുകൊണ്ട് അയാൾക്ക് ഭാവിയിൽ ഉണ്ടാവുന്ന ഒരു ലോസ് അല്ലെങ്കിൽ റിസ്കിന് എന്ത് ചെയ്യുന്നു, കുറച്ചെടുക്കുന്നു എന്നുള്ള ഒരു എഗ്രിമെന്റ് ആണ് എന്തെന്ന് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നമുക്ക് പഠിക്കേണ്ടത് പ്രിൻസിപ്പിൾസ് ആണ്. നോക്കിയേ 8 എണ്ണവും പഠിച്ചു വെച്ചോളാം, 7 എണ്ണവും പഠിച്ചു വെച്ചോളാം, ഇമ്പോർട്ടൻ്റ് ആണ്.
ഓക്കെ, ഓരോന്നും നോക്കി വെച്ചോളാം. എന്താണ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്ന് പറയുന്നത്? അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് അല്ലെ, പരസ്പരം വിശ്വാസം ഉണ്ടായിരിക്കണം എല്ലാ കാര്യങ്ങളും. യെസ്, ഇൻഷുറൻസ് കമ്പനി അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയും എന്ത് ചെയ്തിരിക്കണം? തുറന്ന് പറഞ്ഞിരിക്കണം അല്ലെ. പിന്നെന്താ? ഇൻഷൂറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടാവണം. നമുക്കെന്താ ഒരു ലോസ് സംഭവിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് എക്കണോമിക്കലി ബെനിഫിറ്റ് ഉണ്ടാകുന്ന ഒരു സാധനം നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ? യെസ്, നമുക്ക് ഇൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെന്താ? ഇൻഡെംനിറ്റി അല്ലെ, എന്താണ്? യെസ്, ആ ഒരു പകരം അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഒരു നഷ്ടം നികത്ത് അല്ലെ. യെസ്, ഓൾ ഇൻഷുറൻസ് എക്സ്പെക്ട് ലൈഫ് ഇൻഷുറൻസ് അല്ലെ. ലൈഫ് ഇൻഷുറൻസ് ഒഴിച്ച് ബാക്കി ഏത് ഇൻഷുറൻസിനും നമുക്ക് എന്താ ആ നഷ്ടം നമുക്ക് നികത്തി കിട്ടും. ഓക്കെ, യെസ്, ഇൻഡെംനിറ്റി ഓർത്ത് വെച്ചോളാം. പിന്നെയോ യെസ്, പ്രോക്സാക്കോസിമ അല്ലെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. യെസ്, എന്താണ്? അപ്രോക്സിമേറ്റ് കോസ് എന്ന് പറയാം, അല്ലെങ്കിൽ എന്താണ് ആ ഒരു റീസൺ അല്ലെ, എന്തിനു വേണ്ടിയാണ് നമ്മൾ ആ ഒരു ഇൻഷുറൻസ് എടുത്തത്, ആ സെയിം കോസ് തന്നെ ആയിരിക്കണം. ഓക്കെ, പിന്നെയോ സബ്രഗേഷൻ, പിന്നെ അതുപോലെ തന്നെ എന്താ കോൺട്രിബ്യൂഷൻ ഉണ്ട്. സബ്രഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പകരം കൊടുക്കുക, നാശനഷ്ടം സംഭവിച്ചിട്ടുള്ള ആ ഒരു യെസ് എന്താ പറയാ ആ ഒരു ഐറ്റം അല്ലെ. ആ ഒരു ഐറ്റം എന്ത് ചെയ്യണം? നമ്മൾ ഇൻഷുറൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കണം അല്ലെ. പിന്നെ ഇതാ യെസ്, കോൺട്രിബ്യൂഷൻ നമ്മൾ 3 4 അതിലധികമോ എന്തെടുക്കാൻ പറ്റുമോ? നമുക്ക് ഇൻഷുറൻസ് എടുക്കാൻ പറ്റുമോ? ഇല്ല. എടുക്കാൻ പറ്റിയാൽ തന്നെ എന്താ സംഭവിക്കുക അവിടെ? യെസ്, നമുക്ക് എത്രയാണോ കറക്റ്റ് ലോസ് ഉള്ളത് അതേ നമുക്ക് തിരിച്ചു കിട്ടൂ. പിന്നെ അതാ മിറ്റിഗേഷൻ ഉണ്ട് അല്ലെ. എന്താണ്? പ്രിൻസിപ്പൽ സ്റ്റേറ്റ് ദാറ്റ് ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ഇൻഷുറൻസ് ടു ടേക്ക് റീസണബിൾ സ്റ്റെപ്പ് അല്ലെ. ഒരു ലോസ് നമുക്ക് ഉണ്ടാകുന്നെങ്കിൽ നമ്മൾ അതിൻ്റെതായിട്ടുള്ള കാര്യം ചെയ്യണം, അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഇൻഷുറൻസ് എടുത്തു എന്ന് കരുതിയിട്ട് നമ്മൾ എന്താണ് വെറുതെ ഇങ്ങനെ ലോസ് ഉണ്ടാവുന്നത് നോക്കി നിൽക്കാൻ പാടില്ല. റെഡി? അപ്പൊ ഈ 7 എണ്ണവും പഠിക്കാതെ പോകേണ്ട ആരും. ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്, അപ്പോൾ ഇൻഷുറൻസിന്റെ പ്രിൻസിപ്പിൾസ് പഠിച്ചു വെച്ചോളാം, പഠിക്കാതെ പോകണ്ട. ഓക്കെ. യെസ്, ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. വിസാറ്റ് വെരി സ്മോൾ അപ്പർച്വർ ടെർമിനൽ ഈസ് എ സാറ്റലൈറ്റ് ബേസ്ഡ് ഡാഷ്. ഇതുപോലത്തെ ടേമുകളൊക്കെ തരും കേട്ടോ, കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന ടേമുകളൊക്കെ തരും. യെസ്, എഴുതേണ്ടി വരും. ഓക്കെ, യെസ്. ആഹാ, പോയി. ഓക്കെ. ഏതാണ്? ഏതാണ്? കമ്മ്യൂണിക്കേഷൻ സർവീസ് ആണ്. അറിയാലോ, കമ്മ്യൂണിക്കേഷൻ സർവീസ് ആണ്, പഠിച്ചു വെച്ചോളാം. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ സർവീസ് ആണ്. ദെൻ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ നാച്ചർ ഓഫ് സർവീസ്? സർവീസിന്റെ നാച്ചർ അല്ലാത്തതിൽ ഏതാണ്? സർവീസിന്റെ 8 മാർക്ക് എത്ര പേജ് എഴുതണം? 8 മാർക്ക് നമ്മൾ ഒരു പേജിന്റെ അപ്പുറവും ഇപ്പുറവും കംപ്ലീറ്റ് ആക്കിയിരിക്കണം നിങ്ങൾ. ദെൻ അടുത്ത പേജിന്റെ ഒരു പകുതി, ഒരു സൈഡോ അല്ലെങ്കിൽ അതിന്റെ ഒരു പകുതിയോ നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം. ഓക്കെ, റെഡി? അപ്പൊ നാച്ചർ ഓഫ് സർവീസ് അല്ലാത്തതിൽ ഏതാണ്? നമുക്കറിയാം, ഇൻടാഞ്ചിബിലിറ്റി, അതുപോലെ തന്നെ എന്താണ് ഇൻകൺസിസ്റ്റൻസി, ഇൻസെപ്പറബിലിറ്റി ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്നോവേറ്റീവ് ആണ് എന്തെന്ന്? സർവീസിന്റെ യെസ് ഫീച്ചർ അല്ലെങ്കിൽ ഫീച്ചർ അല്ലാത്തത് അല്ലെങ്കിൽ നാച്ചുറൽ അല്ലാത്തത്. ഓക്കെ, വെയർ ഹൗസിംഗ് ഈസ് പ്രൊവൈഡിങ് ഡാഷ് യൂട്ടിലിറ്റി. പറഞ്ഞേ, വെയർ ഹൗസിംഗ് എന്താണ് നമുക്ക് തരുന്നത്, എന്താണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് റിസ്ക് ആണ് അതിൽ കുറഞ്ഞ് കിട്ടുന്നത് വെയർ ഹൗസിലൂടെ? ഓക്കെ, ഒന്ന് പറഞ്ഞേ, എന്താണ്? യെസ്, എന്താണ്? യെസ്, ടൈം ഉണ്ട്, പ്ലേസ് ഉണ്ട്, റിസ്ക് ഉണ്ട്, ഫിനാൻസ് ഉണ്ട്. നിങ്ങൾ തെറ്റിക്കും. യെസ്, ഷുവറാണ്, നിങ്ങൾ തെറ്റിക്കും. അറിയാം, ബി അല്ല, ടൈമാണ്. പ്ലേസ് അല്ല. പ്ലേസ് ഏതാ? ട്രാൻസ്പോർട്ടേഷൻ ആണ്. ഓക്കെ, പ്ലേസ് കൊണ്ടുള്ള ആ ഒരു റിസ്ക് നമുക്ക് കുറയുന്നത് ഇതിലൂടെയാണ്, ട്രാൻസ്പോർട്ടേഷനിലൂടെയാണ്. ടൈമാണ്, സമയമാണ്. ഒരു പ്രൊഡക്റ്റ് ഇന്നിപ്പോൾ പ്രൊഡ്യൂസ് ചെയ്തു, അത് വിൽക്കുന്നത് 2 ആഴ്ച കഴിഞ്ഞോ 3 ആഴ്ച കഴിഞ്ഞോ ആയിരിക്കും. അതുവരെ എവിടെ സ്റ്റോർ ചെയ്ത് വെക്കും അല്ലെ? അതാണ് വെയർ ഹൗസിംഗ്. സോ ടൈമാണ്. നിങ്ങൾ തെറ്റിക്കും, ഷുവറാണ്, തെറ്റിക്കും. ഓക്കെ, ഇതുപോലത്തെ സിമ്പിൾ കാര്യം ഉണ്ടാവും, മറക്കാൻ പാടില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, ഡിസ്ക്രൈബ് ദ വേരിയസ് ഫംഗ്ഷൻ പെർഫോംഡ് ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫംഗ്ഷൻസ് പഠിച്ചു വെച്ചോളാം. ഓക്കെ, ബാങ്കിങ് എന്ന് പറയുന്ന നമ്മുടെ ബിസിനസ് സർവീസിൽ ആദ്യം തന്നെ നമ്മൾ പറയുന്നുണ്ട് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ആ കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ ടൈപ്പുകളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അതിൽ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ എന്താണ് ഫംഗ്ഷൻസ് നമ്മൾ പറയുന്നുണ്ട്. ഓരോന്നും പഠിച്ചു വെച്ചോളൂ. ആ ഫംഗ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് നോക്കാതെ പോവേണ്ട, സിമ്പിൾ ആണ്. ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നു അല്ലെ, എന്താണ് നമ്മൾ കടം കൊടുക്കുന്നു, ലെൻഡിങ് ഫണ്ട്, പിന്നെയോ ചെക്ക് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, റെമിറ്റൻസ് ഓഫ് ഫണ്ട് അല്ലെ, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ളത്, പിന്നെയോ അലൈഡ് സർവീസസ് അല്ലെ, മറ്റ് അതർ സർവീസുകൾ. സിമ്പിൾ ആണ്, സുഖമായിട്ട് എഴുതാൻ പറ്റും. പോയിന്റ് ഓർത്ത് വെച്ചോളാം, പഠിച്ചോളാം. ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്, ബാങ്കിങ് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ 24 hours 365 days a year banking service is possible through e-banking. State any 3 benefit of e-banking to customers and yes to benefit to bank.
ഓക്കെ, കസ്റ്റമേഴ്സ് അതുപോലെ തന്നെ ബാങ്കിനൊക്കെ ഉള്ള ബെനിഫിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇതാ നോക്കിയോ വാട്ട് യു മീൻ ബൈ ഇ ബാങ്കിങ്, ഗിവ് ടു എക്സാമ്പിൾ ഓഫ് ബാങ്കിങ് സർവീസസ്. പറയാതെ ജനറൽ ആയിട്ട് നിങ്ങൾക്ക് ചോദ്യം വരുന്നതാണ്. സെറ്റായിട്ട് പഠിച്ചു വെച്ചിട്ട് പോയിക്കോളാം. യെസ്, മോർണിംഗ് ബൂസ്റ്റർ ഉണ്ടാവും. നാളെ കൃത്യം 6 മണിക്ക് നമ്മൾ കംപ്ലീറ്റ് ചാപ്റ്റർ ഷോർട്ട് നോട്ടിൽ ഒന്ന് റിവൈസ് ചെയ്യും. നാളെ കൃത്യം 6 മണിക്ക് എല്ലാവരും ലൈവിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, എല്ലാ ചാപ്റ്ററും ക്വസ്റ്റ്യൻസ് അല്ല, നമ്മൾ ഷോർട്ട് നോട്ട് വെച്ചിട്ട് റിവൈസ് ചെയ്യും. ഓക്കെ, കംപ്ലീറ്റ് പോർഷൻസ് സെറ്റ് റെഡി. ഓക്കെ, അപ്പോൾ ഇ ബാങ്കിങ് നിർബന്ധമായിട്ട് നോക്കി വെച്ചോളാം. ഇ ബാങ്കിങ് എന്താണ്, ഇ ബാങ്കിങ്ങിന്റെ കുറച്ച് ബെനിഫിറ്റ്സ് പഠിച്ചു വെച്ചിട്ട് പോയിക്കോളാം. ഓക്കെ, എന്താണ് നമുക്ക് ഫെസിലിറ്റി ഡിജിറ്റൽ പേയ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 24/365 ഡേയ്സ് സർവീസ് ആണ്. കസ്റ്റമർ ക്യാൻ മേക്ക് സം ഓഫ് ദ പെർമിറ്റഡ് ട്രാൻസാക്ഷൻ ഫ്രം ഓഫീസ് ടു ഓഫീസ് ഓർ ഹൗസ് ഓർ വൈൽ ട്രാവലിംഗ് അല്ലെ. എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ നടത്താം. നമുക്ക് ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗ്രേറ്റർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. നമുക്ക് എന്ത് വേണ്ട ഈ ബാങ്കിലൊക്കെ പോയി വരി നിൽക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒരുപാട് ബെനിഫിറ്റുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പം ഈ ബാങ്കിങ് നോക്കി വെച്ചോളാം. ഓക്കെ, ബെനിഫിറ്റ്സ് ഒക്കെ പഠിച്ചിട്ട് പോയിക്കോളാം. ജനറൽ ആണ്, ഒരു ജനറലായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കാര്യമാണ്. അപ്പം ഗുഡ്സ് ആൻഡ് സർവീസ് തമ്മിലുള്ള ഡിഫറൻസ് അത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കണേ. കഴിഞ്ഞ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സർവീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. സർവീസിന്റെ നാച്ചുറൽ, ഇൻടാഞ്ചിബിലിറ്റി, ഇൻകൺസിസ്റ്റൻസി ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്റ്റോക്ക് ചെയ്ത് വെക്കുക, ഇൻവെന്ററി ആക്കാൻ പറ്റില്ല നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് പ്രോപ്പർ ആയിട്ട് നോക്കി വെക്കുക. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഗുഡ്സ് ഉണ്ടാവും. ഓക്കെ, കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് നോക്കി വെച്ചോളാം. ഓക്കെ, then the meet the various needs of people, the insurance have developed different type of insurance policy. Explain any 4 of them. അറിയാലോ, ഇൻഷുറൻസിനെ നമുക്ക് കുറെ ടൈപ്സ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്, മറൈൻ ഉണ്ട്, ഫയർ ഉണ്ട്, അതർ ഇൻഷുറൻസുകൾ ഉണ്ട്. ഓക്കെ, അപ്പം ഈ ഇൻഷുറൻസിന്റെ ടൈപ്സുകൾ കുറച്ചൊക്കെ നോക്കി വെച്ചിരിക്കണം. ലൈഫ് ഇൻഷുറൻസ് എന്താണ്, ലൈഫ് ഇൻഷുറൻസിൽ നമ്മൾ കുറച്ച് ടൈപ്പുകളും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മറൈൻ ഇൻഷുറൻസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹൾ ഇൻഷുറൻസ്, ഫ്രൈറ്റ് ഇൻഷുറൻസ്, അതുപോലെ തന്നെ കാർഗോ ഇൻഷുറൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പഠിച്ചോളാ. ഫയർ ഇൻഷുറൻസ് ടൈപ്പും കാര്യങ്ങളൊന്നുമില്ല. എന്താണ് ഫയർ ഇൻഷുറൻസ് പഠിച്ചു വെച്ചോളാ. ഓക്കെ, റെഡി. ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ലൈഫ് ഇൻഷുറൻസ് ഈ ഒരു ടേബിൾ നിങ്ങൾ മാക്സിമം പഠിച്ചു വെച്ചാൽ മതി. നിങ്ങൾക്ക് ഓരോ ഇൻഷുറൻസിനെയും കുറിച്ച് എഴുതാൻ പറ്റും. ഓക്കെ, സബ്ജക്റ്റ് മാറ്റർ എങ്ങനെയാണ്? ദ ഇൻഷുറൻസ് ഓഫ് ഹ്യൂമൻ ലൈഫ് ആണ്. ഫയർ ഇൻഷുറൻസ് എന്താണ്? ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. മറൈൻ ഇൻഷുറൻസ് എന്താണ്? ഷിപ്പ്, കാർഗോ, ഫ്ലൈറ്റിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ. എലമെന്റ് എന്താണ്? ലൈഫ് ഇൻഷുറൻസ് ആയിട്ട് എലമെന്റ് ഓഫ് പ്രൊട്ടക്ഷൻ അല്ലെ. പ്രൊട്ടക്ഷനും ഇൻവെസ്റ്റ്മെന്റും നമുക്ക് ഇവിടെ തരുന്നുണ്ട്. ലൈഫ് ഇൻഷുറൻസ് തരുന്നുണ്ട്. ഇവിടെ ഫുൾ എന്താണ്? പ്രൊട്ടക്ഷൻ മാത്രമാണ് ഉണ്ടാവുന്നത്. ഓക്കെ, പിന്നെയോ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് നമുക്കറിയാം. ഇവിടെ ലൈഫ് ഇൻഷുറൻസിന്റെ കേസിൽ നമ്മൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവണം? ഒരു ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടാവണം. പക്ഷേ ഇൻഷുറൻസിന്റെ ആ ഒരു മെച്യൂരിറ്റി പീരീഡ് കഴിയുമ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് വേണമെന്നില്ല. പക്ഷേ ഫയർ ഇൻഷുറൻസിലും മറൈൻ ഇൻഷുറൻസിലും എന്ത് വേണം? നമുക്ക് ആ ഒരു ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് നമ്മൾ കീപ്പ് ചെയ്യണം, നമ്മുടെ ഐറ്റം അല്ലെങ്കിൽ എന്താണ് ആ ഒരു പ്രോപ്പർട്ടിയുമായിട്ട്. പിന്നെയോ ഡ്യൂറേഷൻ നോക്കിക്കോളുക. ഡ്യൂറേഷൻ ലൈഫ് ഇൻഷുറൻസ് എന്താണ്? ഒരുപാട് കാലത്തെ അല്ലെ പീരീഡ് നമുക്ക് ഉണ്ടാവും. പക്ഷേ ഫയർ ഇൻഷുറൻസും ഫയർ ഇൻഷുറൻസ് ഒരു 1 ഇയറിലേക്ക് ഉണ്ടാവുള്ളൂ. മറൈൻ ഇൻഷുറൻസ് എങ്ങനെയാണ്? അത് നമ്മളെ ചിലപ്പോൾ ആ ഒരു കപ്പലിന്റെ യാത്ര ടൈം എത്രത്തോളം പോകുന്നുണ്ട്, അങ്ങനത്തെ ടൈമൊക്കെ നോക്കിയിട്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ എന്താണ് പീരീഡ്, നമ്മൾ എടുത്ത പീരീഡ് അത് മിക്സ്ഡ് ആയിട്ടായിരിക്കും വരിക. ഓക്കെ, പിന്നെന്താ ഇൻഡെംനിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ പകരം കിട്ടുക എന്നുള്ളതാണ് അല്ലെ. ലൈഫ് ഇൻഷുറൻസ് എന്താണ്? ഇൻഡെംനിറ്റി ബേസ്ഡ് അല്ല അല്ലെ. നമുക്ക് അതിൽ നിന്നും ഒരു ജീവൻ പോയാലും മറ്റൊന്നും നമുക്ക് കിട്ടുന്നില്ല അല്ലെ. അതിന് പകരമായിട്ട് അല്ലെങ്കിൽ അതിന് ഈക്വലായിട്ട് നമുക്കൊന്നും കിട്ടുന്നില്ല. പക്ഷേ ഫയർ ഇൻഷുറൻസിലും മറൈൻ ഇൻഷുറൻസിലും എന്താണ്? എത്രയാണ് നമുക്ക് ആക്ച്വൽ ലോസ് സംഭവിച്ചിട്ടുള്ളത് അത് നമുക്ക് തിരിച്ച് കിട്ടുന്നുണ്ട്. പിന്നെയോ ലോസ് മെഷർമെന്റ് അല്ലെ. ഇവിടെ നമുക്ക് എന്താ ലോസ് മെഷർ ചെയ്യാൻ പറ്റില്ല. അവിടെ രണ്ടും നമുക്കത് മെഷർ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെയോ സറണ്ടർ വാല്യൂ ആൻഡ് പെയ്ഡ് അപ്പ് വാല്യൂ. സറണ്ടർ വാല്യൂ ആൻഡ് പെയ്ഡ് അപ്പ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻഷുറൻസ് പോളിസി ഹാസ് എ സറണ്ടർ വാല്യൂ ഓർ പെയ്ഡ് അപ്പ് വാല്യൂ. ഇവിടെ ലൈഫ് ഇൻഷുറൻസിൽ നമ്മളിപ്പോൾ സറണ്ടർ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ് നമ്മൾ അടയ്ക്കുന്നത്. പെയ്ഡ് അപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം സറണ്ടർ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 2 വർഷത്തേക്ക് പ്രീമിയം എടുത്തു. അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താക്കാം? അത് വേണ്ടെങ്കിൽ നിർത്താം, ക്ലോസ് ചെയ്യാം. അപ്പോൾ ക്ലോസ് ചെയ്യുമ്പോൾ നമുക്കൊരു എമൗണ്ട് തിരിച്ച് കിട്ടുമല്ലോ. അതിനാ സറണ്ടർ വാല്യൂ എന്ന് പറയാം. പെയ്ഡ് അപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നമ്മൾ 2 വർഷത്തേക്ക് എടുത്തു അല്ലെ. പക്ഷെ നമ്മൾ 1 വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ എന്താണ് ഈ പ്രീമിയം അടയ്ക്കുന്നത് നിർത്തി അല്ലെ. അപ്പോൾ എന്താണ്? നമുക്ക് ഒരു ലോസ് സംഭവിച്ചപ്പോൾ അല്ലെങ്കിൽ ഒരാൾ മരിച്ച സമയത്ത് നമുക്ക് പൈസ അവിടെ നിന്ന് കിട്ടും, പക്ഷെ ഫുൾ എമൗണ്ട് കിട്ടില്ല. എത്രയാണ് നമ്മൾ അടച്ചിട്ടുള്ള പ്രീമിയം അതിന്റെ ബേസിലാണ് കിട്ടുക. അതാണ് ഇത് നമ്മുടെ പെയ്ഡ് അപ്പ് വാല്യൂ. അതുപോലെ തന്നെ എന്താണ്? ഫയർ ഇൻഷുറൻസ് ഡസ്
നോട്ട് ഹാവ് എനി സറണ്ടർ വാല്യൂ. ഇവിടെ സറണ്ടർ വാല്യൂ ഇല്ല, ഇവിടെ എന്തില്ല, സറണ്ടർ വാല്യൂ ഇല്ല. പിന്നെയോ പോളിസി എമൗണ്ട് എങ്ങനെയാണ്, ക്യാൻ ബി ഇൻഷുറർ ഓർ എനി എമൗണ്ട് ഇൻ ലൈഫ് ഇൻഷുറൻസ് അല്ലെ. പിന്നെയോ ഫയർ ഇൻഷുറൻസ് ദ എമൗണ്ട് ഓഫ് ദ പോളിസി കനോട്ട് ബി മോർ ദാൻ വാല്യൂ ഓഫ്. അത് നമുക്ക് ഇഷ്ടം പോലെ എന്താണ് ലൈഫ് ഇൻഷുറൻസിൽ എന്താണ് ഒരുപാട് ഫണ്ടുകൾ നമുക്ക് ഉണ്ടാവും. പക്ഷേ ഫയർ ഇൻഷുറൻസിലും അതുപോലെ തന്നെ മറൈൻ ഇൻഷുറൻസിലും എന്താണ് നമ്മളവിടെ ഇൻഷുർ ചെയ്യുന്നത് അതിന്റെ മാർക്കറ്റ് വാല്യൂന്റെ ഒക്കെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുക അതിന്റെ പ്രൈസ് തീരുമാനിക്കുന്നത്. കണ്ടിൻജൻസി ഓഫ് റിസ്ക് അല്ലെ, ദർ ഈസ് എൻ എലമെന്റ് ഓഫ് സെർട്ടനിറ്റി ദ ഇവന്റ് ദാറ്റ് ഈസ് ഡെത്ത് ഓഫ് മെച്യൂരിറ്റി ഓർ പോളിസി ഈസ് ബൗണ്ട് ഹാപ്പൻ അല്ലെ. നമുക്കറിയാം മരണം സംഭവിക്കും, പക്ഷെ ഇവിടെ നമുക്ക് എന്താ മേ ഓർ മേ നോട്ട് ബി ഹാപ്പൻ ആണ് അല്ലെ, സംഭവിക്കാം സംഭവിക്കാതിരിക്കാം. അപ്പൊ അതിന്റെ ബേസിലാണ്. അപ്പം ഈ ഒരു ഡിഫറൻസ് ഒന്ന് പഠിച്ചു വെച്ചോളുക, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം 3 എണ്ണത്തിനെ കുറിച്ചും എഴുതാനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ടേബിളൊക്കെ വരച്ച് എഴുതിയാൽ ബെറ്റർ ആണ്, നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാനും പറ്റും. ഓക്കെ, യെസ്, ഇമ്പോർട്ടൻ്റ് ആണ്. റെഡി? അപ്പം ഇതാ നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ ഫോർത്ത് ചാപ്റ്ററിൽ ബിസിനസ് സർവീസിൽ നോക്കി വെച്ചോളുക നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക്. ഓക്കെ, ബാങ്കിനെ കുറിച്ച് പഠിക്കാതെ ആരും പോകണ്ട. ഓക്കെ, കൊമേഴ്ഷ്യൽ ബാങ്ക്. ഓക്കെ, ബാങ്കിങ് സർവീസ് ഇമ്പോർട്ടൻ്റ് ആണ്. ബാങ്കിങ് സർവീസ് നോക്കി വെച്ചോളാം, ബാങ്കിങ് സർവീസ് നോക്കാണ്ടാരും പോവേണ്ട. ഓക്കെ, ദെൻ ഇൻഷുറൻസ് യെസ്, അതിൻ്റെ പ്രിൻസിപ്പിള്. ഓക്കെ, അതിൻ്റെ പ്രിൻസിപ്പിള് പഠിച്ചോളുക, പഠിക്കാതെ ആരും പോവേണ്ട. ഓക്കെ, യെസ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഷുറൻസും അതിൻ്റെ ടൈപ്പുകൾ കാര്യങ്ങളൊക്കെ പഠിച്ച് വെച്ചോളാം. റെഡി? ഇതിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാറുണ്ട്. ഈ ബാങ്കിങ് ഒക്കെ യെസ് നിരന്തരം കാണാറുണ്ട്. ഇൻഷുറൻസ് പിന്നെ എന്തായാലും ഷുവറാണ്. യെസ്, കൊമേഴ്ഷ്യൽ ബാങ്ക്, ഈ ബാങ്കിങ്ങിന്റെ സർവീസുകൾ, യെസ്, ഫങ്ഷൻസ് ഓഫ് ബാങ്കിങ് ഒക്കെ പഠിച്ചോളുക. യെസ്, ഫങ്ഷൻസ് ഓഫ് ബാങ്കിങ് പഠിച്ചിട്ട് പോകണം. ഓക്കെ, റെഡി? സെറ്റ്. റെഡി. ഇനിയിപ്പോ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ബാങ്കിങ്ങിൽ യൂസ് ചെയ്യുന്ന സർവീസുകൾ ചോദിക്കാം. വെയർഹൗസിംഗ് ചോദിക്കാറുണ്ട്, വെയർഹൗസിംഗ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, വെയർഹൗസിംഗ് നമ്മൾ ക്വസ്റ്റ്യനിൽ കാണാറുണ്ട്. വെയർഹൗസിംഗിൽ അതുപോലെ തന്നെ ഇപ്പം എന്താണ് പോസ്റ്റൽ സർവീസുകൾ, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സർവീസിലൊക്കെ ഉൾപ്പെടുന്നത് പോലത്തെ വിസാറ്റ് കാര്യങ്ങളൊക്കെ അല്ലേ, വിസാറ്റ്, DTH, അങ്ങനത്തെ കുറെ ടൈപ്പുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പറയാറില്ലേ. യെസ്, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കുഞ്ഞി കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചോളുക. കാരണം അതിൽ നിന്നൊക്കെ 1 വേർഡ് ഒക്കെ ആയിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, 1 വേർഡ് ഒബ്ജക്റ്റീവ് ടൈപ്സ് ക്വസ്റ്റ്യൻ, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് എഴുതാൻ വരണം. അഥവാ അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ കയറിയിട്ടൊക്കെ ഒന്ന് നോക്കുക. ഓക്കെ, പുറത്തു കൂടെ വെറുതെ ഓടിച്ചു പോകാൻ പാടില്ല. റെഡി? ദെൻ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ 6ാമത്തെ ചാപ്റ്ററിലേക്ക് നമുക്കൊന്ന് പോകാം. യെസ്, 6ാമത്തെ ചാപ്റ്ററിൽ നോക്കിക്കോളാം. What do you mean by social responsibility of business? Write 1 responsibility each to following stakeholders. മെയിൻ ആയിട്ടുള്ള കാര്യം. ഓക്കെ, താഴെ തന്നിരിക്കുന്ന ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട് നമുക്കുള്ള സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെ എന്ന് എഴുതാൻ. ഇവിടെ ഏതെങ്കിലും 1 എന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. യെസ്, അപ്പോൾ കൃത്യമായിട്ട് എഴുതിയിരിക്കണം. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പം നല്ല വൃത്തിക്ക് എഴുതി വെക്കണം. ഷെയർ ഹോൾഡേഴ്സിനോട് എന്തെല്ലാമാണ് ഒരു ബിസിനസ്സിൽ ഉണ്ടാവുന്ന റെസ്പോൺസിബിലിറ്റീസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താണ് നല്ല റിട്ടേൺ കൊടുക്കുക അല്ലെ, അവരുടെ പൈസ പ്രൊട്ടക്റ്റ് ചെയ്യുക, പിന്നെയോ റെഗുലർ ആൻഡ് കറക്റ്റ് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക, ഇൻഫോം അബൌട്ട് ഫ്യൂച്ചർ പ്ലാനുകളെ കുറിച്ചൊക്കെ അറിയിക്കുക നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം യെസ്, നമ്മളെ ഓണേഴ്സിനോട്, ദെൻ വർക്കേഴ്സിനോട് അല്ലെ, ഗിവ് മീനിങ് ഫുൾ ആൻഡ് ഫെയർ വർക്ക്, സേഫ് ആൻഡ് ഗുഡ് വർക്കിംഗ് കണ്ടീഷൻസ്, വർക്ക് ടു യൂണിയൻ ഒക്കെ ഫോം ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട് അവർക്ക്, അത് കൊടുക്കുക, ഫെയർ വേജസ് പ്രൊവൈഡ് ചെയ്യുക വർക്കേഴ്സിനോട്, ദെൻ കൺസ്യൂമേഴ്സ്, അതുപോലെ തന്നെ ഗവൺമെന്റിനോട്. ഓക്കെ, യെസ്, ഇതെന്താണ് കൺസ്യൂമേഴ്സിനോട് എന്താണ്, യെസ്, ദ റൈറ്റ് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ചാർജ് യെസ് റീസണബിൾ പ്രൈസ് മാത്രം കൊടുക്കുക, പിന്നെയോ പുവർ ക്വാളിറ്റി ഒക്കെ മാക്സിമം കുറയ്ക്കുക, പിന്നെയോ ഓഫർ ഗുഡ് സർവീസസ്, നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യുക, പിന്നെയോ മിസ്ലീഡിങ് അഡ്വർടൈസ്മെന്റ് ഒന്നും കൊടുക്കാതിരിക്കുക, പിന്നെ ക്ലിയർ ഇൻഫർമേഷൻ അല്ലെ, പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ക്ലിയർ ഇൻഫർമേഷൻ കൊടുക്കുക. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, നിങ്ങൾക്ക് തന്നെ കയ്യിൽ നിന്ന് എടുത്തിടാൻ പറ്റുന്നതേ ഉള്ളൂ, അത് പഠിക്കാതെ പോകണ്ട. ഓക്കെ, ഗവൺമെന്റിനോട് അറിയാലോ, നിയമപരമായിട്ട് മാത്രം മുന്നോട്ട് പോവുക. യെസ്, പിന്നെന്താണ് ടാക്സുകളും കാര്യങ്ങളൊക്കെ പേയ്മെന്റ് ചെയ്യാം. ദെൻ എത്തിക്കൽ സിറ്റിസൺ ആയിട്ട് നമ്മൾ പോവുക, അതുപോലെ തന്നെ എൻവിറോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യുക, മെയിൻറ്റെയിൻ ഗുഡ് എന്ന ഇമേജ്, പിന്നെ അതുപോലെ തന്നെ ഇന്ററാക്ട് പോസിറ്റീവ്ലി വിത്ത് ഡിഫറെന്റ് കമ്മ്യൂണിറ്റി. ഓക്കെ, ഇതൊക്കെ പഠിച്ചു വെക്കണേ. ഡിഫറെന്റ് എന്താണ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനോടുള്ള നമ്മളെ റെസ്പോൺസിബിലിറ്റി ആകെ 4 ഉള്ളൂ നിങ്ങൾക്ക് പഠിക്കാൻ. ഓണേഴ്സിനോട്, വർക്കേഴ്സിനോട്, കൺസ്യൂമേഴ്സിനോട്, ഗവൺമെന്റിനോട്. പോയിന്റ് ഓർമ്മയിലും നിങ്ങൾക്ക് തന്നെ കിട്ടും. നിങ്ങൾക്ക് ബേസിക് ആയിട്ട് തോന്നുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെച്ചാൽ മതി, അടിപൊളിയായിട്ട് കിട്ടും.
ഓക്കെ, എഴുതാൻ പറ്റും. സെറ്റ്, റെഡി? യെസ്. അടുത്തത് ഫിൽ ഇൻ ദ ബ്ലാങ്ക് ആസ് പെർ ഹിന്റ് ഗിവൺ. ഓക്കെ, താഴെ തന്നിരിക്കുന്നതിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്. ഒബേയൻസ് ഓഫ് ലോ എന്താ? ലീഗൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് ആണ് അല്ലെ. അങ്ങനെയെങ്കിൽ റെസ്പെക്ടിങ് റിലീജിയൻ സെന്റിമെന്റ്സ് ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ റിലീജിയൻ സെന്റിമെന്റ്സ് ഓഫ് പീപ്പിൾ? നമ്മൾ എന്താണ് ബഹുമാനം കാണിക്കുക എന്നുള്ളത് എന്താണ് എന്നൊന്ന് പറഞ്ഞേ. എന്താണ് ഒന്ന് പറഞ്ഞേ. എന്താണ് ഈ ബ്ലാങ്ക് ഒന്ന് ഫില്ല് ചെയ്യൂ. ദ ഒബേയൻസ് ഓഫ് ലോ എന്ന് പറഞ്ഞാൽ എന്താ? ലീഗൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് ആണ്. അങ്ങനെയെങ്കിൽ യെസ്, റെസ്പെക്ടിങ് റിലീജിയൻ സെന്റിമെന്റ്സ് ഓഫ് പീപ്പിൾ. ഓക്കെ, ആളുകളുടെ റിലീജിയനെ നമ്മൾ ബഹുമാനിക്കുക, ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുക അല്ലെങ്കിൽ അവരോട് പെരുമാറുക എന്നുള്ളത് എന്താണ്? യെസ്, അതെന്താണ്? എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി ആണ്. കറക്റ്റ്, എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി ആണ്. ഓർത്ത് വെക്കണം, എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി ആണ്. യെസ്, കറക്റ്റ്, എത്തിക്കൽ ആണ്. എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി ആണ്. പഠിച്ചോളുക. ഓക്കെ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നൊന്നും എഴുതിയേക്കല്ലേ. Every business should act in a manner that benefit society. Okay, do you agree with this? Write any 2 arguments to justify your answer. എല്ലാവരും എന്ത് വേണം? യെസ്, നമ്മുടെ സൊസൈറ്റിയോട് എന്താ അങ്ങനെ അല്ലെ, സൊസൈറ്റിക്ക് ഗുണമുണ്ടാവുന്ന രീതിയിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് അല്ലെ. നിങ്ങൾ ആഗ്രി ചെയ്യുന്നുണ്ടോ? യെസ് ഉണ്ടെങ്കിൽ 2 ആർഗ്യുമെന്റ്സ്. ഓക്കെ, ഈ ഒരു കാര്യത്തെ നിങ്ങൾ ആഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ യെസ് എന്താണ് ജസ്റ്റിഫൈ ചെയ്യുന്ന 2 ആർഗ്യുമെന്റ്സ് എഴുതൂ എന്നുള്ളതാണ്. അറിയാലോ അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ് അല്ലെ. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ത് വേണം? നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ ബിസിനസ്സിന് ഉണ്ടായിരിക്കണം. അപ്പം നീഡ്സ് അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പഠിച്ചു വെച്ചോളാം. ഓക്കെ, യെസ്, എന്താണ്? ജസ്റ്റിഫിക്കേഷൻ ഓഫ് എക്സിസ്റ്റൻസ് ആൻഡ് ഗ്രോത്ത്, നമ്മുടെ നിലനിൽപ്പിന് കാര്യങ്ങൾക്കൊക്കെ വേണം. പിന്നെയോ ലോങ് ടേം ഇൻട്രസ്റ്റ് ഓഫ് അല്ലെ, ബിസിനസ്സിന് ലോങ് ടേം നിലനിൽപ്പിന് എന്താവശ്യം? യെസ്, നമ്മുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്യുക അത്യാവശ്യമാണ്. അവോയ്ഡൻസ് ഓഫ് ഗവൺമെന്റ് റൂൾ അല്ലെ, ഗവൺമെന്റിന്റെ റൂളുകളും റെഗുലേഷൻസ് ഒക്കെ ഒഴിവാക്കാൻ നമുക്ക് എന്ത് വേണം? സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വേണം. യെസ്, മെയിൻ്റെനൻസ് ഓഫ് സൊസൈറ്റിയെ മെയിൻറ്റെയിൻ ചെയ്യാൻ. അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് വിത്ത് ബിസിനസ് അല്ലെ, ബിസിനസിന്റെ റിസോഴ്സസ് അവൈലബിൾ. അതുപോലെ തന്നെ എന്താ? കൺവേർട്ടിംഗ് പ്രോബ്ലം, ഒരു സോഷ്യൽ പ്രോബ്ലത്തെ കൺവേർട്ട് ചെയ്ത് നമ്മളെ ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റാൻ. പിന്നെയോ ബെറ്റർ എൻവിറോൺമെന്റ്, നല്ല എൻവിറോൺമെന്റ്, നമുക്ക് ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു എൻവിറോൺമെന്റ് സെറ്റ് ചെയ്യാനൊക്കെ എന്ത് വേണം? നമുക്ക് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ നീഡ്സ് അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പഠിച്ചു വെച്ചോളാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഉണ്ടാവുക മക്കളെ, ക്വസ്റ്റ്യൻ ഉണ്ടാവും. യെസ്, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് എഗെയിൻസ്റ്റ് ബിസിനസ് എത്തിക്സ്? ബിസിനസ് എത്തിക്സിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യം ഇതിൽ ഏതാണ്? ഒന്ന് വായിച്ചേ. യെസ്, യൂസിങ് ഫെയർ വെയിറ്റ് ആൻഡ് മെഷേഴ്സ്, ഫെയർ ട്രീറ്റ്മെന്റ് ഓഫ് വർക്കേഴ്സ്, ഏർണിംഗ് റീസണബിൾ പ്രോഫിറ്റ്, ചാർജിങ് അൺഫെയർ പ്രൈസസ്. ഓക്കെ, അറിയാലോ എത്തിക്സിന് എതിരായിട്ടുള്ള ഏതാണ്? ചാർജിങ് അൺഫെയർ പ്രൈസ് ആണ്. ഓക്കെ, റെഡി? യെസ്, അങ്ങനെയെങ്കിൽ you are appointed as a CEO of a leading manufacturing company having many branches across the country. Explain the step which you can take to ensure business ethics in your organization. Business ethics നിങ്ങളുടെ ഓർഗനൈസേഷനിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്താൻ ആസ് എ സിഇഒ നിങ്ങൾ എന്തെല്ലാം സ്റ്റെപ്പുകൾ അവിടെ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തെല്ലാം നമ്മൾ അവിടെ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ? എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു പോയിന്റ്, ആ ഒരു ഹെഡ് ഒന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? എത്തിക്സ്. എത്തിക്സ് നമ്മളൊരു സിഇഒ ഒക്കെ ആണെങ്കിൽ നമ്മുടെ ബിസിനസ് എത്തിക്കലി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ഉറപ്പുവരുത്താൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ബിസിനസ് എത്തിക്സ് ആണ്. എത്തിക്സിന്റെ എന്താണ് ഇവിടെ എഴുതേണ്ടത്? നമ്മൾ എന്താ ബിസിനസ് എത്തിക്സ് എന്താണെന്നാണോ എഴുതി വെക്കേണ്ടത്? ആണോ? അതെ, ടോപ്പ് മാനേജ്മെന്റ് കമ്മിറ്റി സാധനം. അതിനെന്താ? കറക്റ്റ്. ഏതാണ്? കവിത. എലമെന്റ്സ് ഓഫ് എത്തിക്സ്. എലമെന്റ്സ് ഓഫ് എത്തിക്സ് മക്കളെ പഠിച്ചു വെച്ചോളൂ. എലമെന്റ്സ് ഓഫ് എത്തിക്സ് ആണ് നിങ്ങൾ ഇവിടെ എഴുതി വെക്കേണ്ടത്. എലമെന്റ്സ് ഓഫ് എത്തിക്സ് അല്ലെ, നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് എന്താ പറഞ്ഞത്?
എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്പ് വിച്ച് യു ക്യാൻ ടേക്ക് ടു എൻഷുർ ബിസിനസ്. അല്ലെ, നമ്മൾ എന്ത് സ്റ്റെപ്പാണ് എടുക്കുന്നത് എന്നുള്ളതാണ്. എലമെന്റ്സ് ഓഫ് ബിസിനസ് എത്തിക്സ് ആണ്. എന്താ, ടോപ്പ് മാനേജ്മെന്റിന്റെ കമ്മിറ്റ്മെന്റ് ഉണ്ടോ എന്ന് നോക്കണം. പബ്ലിക്കേഷൻ ഓഫ് കോഡ്, അല്ലെ, നമ്മുടെ എത്തിക്കലും കാര്യങ്ങളും നമ്മൾ എന്താ ഒരു കോഡായി പബ്ലിഷ് ചെയ്യണം. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് കംപ്ലൈൻസ് മെക്കാനിസം, നമ്മൾ എന്താ അത് റിവ്യൂ ചെയ്യാനുള്ള ഒരു കംപ്ലൈൻസ് മെക്കാനിസം നമ്മൾ സെറ്റ് ചെയ്യണം. ഇൻവോൾവ് എംപ്ലോയി അറ്റ് ഓൾ ലെവൽ, അല്ലെ, എല്ലാ ലെവലിലെയും എംപ്ലോയീസിനെ അതിൽ ഇൻവോൾവ് ചെയ്യിക്കണം. ദെൻ മെഷർ ദ റിസൾട്ട്. ഓക്കെ, പഠിച്ചു വെച്ചോളുക. എത്തിക്സിന്റെ എലമെന്റ്സ് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ വാട്ട് യു മീൻ ബൈ ഡിസ്ക്രിഷണറി റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ്? ഗിവ് ടു എക്സാമ്പിൾ. എന്താണ് ഈ ഡിസ്ക്രിഷണറി എന്താണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? വാട്ട് ഈസ് ഡിസ്ക്രിഷണറി? ഡിസ്ക്രിഷണറി റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ഡിസ്ക്രിഷണറി റെസ്പോൺസിബിലിറ്റി? ഒന്ന് പറഞ്ഞേ. ഡിസ്ക്രിഷണറി റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ ഡിസ്ക്രിഷണറി? അറിയോ? ഏതാണ്? അതെ, വോളണ്ടറി ആക്ഷൻസ് ആണ്. കറക്റ്റ്. സെറ്റ്, പൊളി. അല്ലെ, വോളണ്ടറി ആക്ഷൻസ് ആണ്. എന്താണ് വോളണ്ടറി ആക്ഷൻ? നമ്മൾ സ്വമേധയായിട്ട് ചെയ്യേണ്ട കാര്യം, അല്ലെ. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെ, നമുക്ക് നമ്മുടെ ഒരു ബിസിനസിന്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് അല്ലെ നമ്മുടെ ബിസിനസ്സിന് ഉണ്ടാവേണ്ട ഡിസ്ക്രിഷണറി റെസ്പോൺസിബിലിറ്റി, അതുപോലെ തന്നെ ലോഫുള്ളി നമ്മൾ ഫോളോ ചെയ്യുന്ന എന്താണ്, അല്ലെങ്കിൽ എന്താ നിയമപരമായിട്ട് അല്ലെ ലോഫുള്ളി നമ്മൾ ഫോളോ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റീസ്, അതുപോലെ തന്നെ നമ്മുടെ ഇക്കണോമിക് റെസ്പോൺസിബിലിറ്റീസ്. എക്കണോമിക് റെസ്പോൺസിബിലിറ്റീസ് ഇതെല്ലാം കൂടെ ഉൾപ്പെടുന്നതാണ് ഇത് നമ്മുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. റെഡി. അപ്പോ ഡിസ്ക്രിഷണറി എന്താണ്? നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യേണ്ട കാര്യമാണ്, അല്ലെ. ലോഫുള്ളി എന്താണ്? നമ്മൾ ഫോഴ്സ്ഫുള്ളി നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. പിന്നെയോ എക്കണോമിക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബിസിനസിന്റെ പ്രോഫിറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. റെഡി. അപ്പൊ ഇതെല്ലാം കൂടെ ഉൾപ്പെടുമ്പോഴേ നമ്മൾ എന്തുണ്ടാവുള്ളൂ? ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുള്ളൂ. അപ്പൊ ഒരു വോളണ്ടറി ആയിട്ട് നമ്മളെ റെസ്പോൺസിബിലിറ്റി, അല്ലെ, എന്താ നമ്മൾ എന്തെങ്കിലും ചാരിറ്റി പ്രൊവൈഡ് ചെയ്യുക, അല്ലെ ഒരു സ്കൂൾ കെട്ടിക്കൊടുക്കുക, അല്ലെ, അതൊക്കെ എന്താണ് നമ്മൾ വോളണ്ടറി ചെയ്യേണ്ട കാര്യങ്ങളാണ്, അല്ലെ. അതാണ് ഡിസ്ക്രിഷണറി റെസ്പോൺസിബിലിറ്റി എന്നുകൊണ്ട് പറയുന്നത്. മക്കൾ പഠിച്ചു വെക്കണതാ. ഡിസ്ക്രിഷണറി റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് മീൻസ് ദ വോളണ്ടറി റെസ്പോൺസിബിലിറ്റി എ ബിസിനസ് അണ്ടർടേക്ക് ഫോർ ദ വെൽഫെയർ ഓഫ് സൊസൈറ്റി ഈവൻ ദോ ഇറ്റ് ഈസ് നോട്ട് ലീഗലി റിക്വയർഡ്, അല്ലെ. എന്താണ് നിയമപരമായിട്ട് നമ്മൾ പറയുന്ന ഫോഴ്സ് ചെയ്യുന്ന കാര്യമല്ല, നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യേണ്ടതാണ്, അല്ലെ. ഇതൊക്കെ നമുക്ക് എന്താ അതിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. പഠിച്ചു വെച്ചോളുക, ഇമ്പോർട്ടന്റ് ആണ്. ചെറിയ ക്വസ്റ്റ്യൻ ഒക്കെ വന്നാൽ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കണ്ട. റെഡി. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. വാട്ട് യു മീൻ ബൈ ബിസിനസ് എത്തിക്സ്? ഉറപ്പായിട്ടും പഠിച്ചു വെക്കണം. ബിസിനസ് എത്തിക്സിന്റെ എലമെന്റ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ കൂടെ തന്നെ എന്താണ് എത്തിക്സ് എന്നുള്ളതൊക്കെ പഠിച്ചു വെക്കുക, അല്ലെ. എത്തിക് മീൻ എന്താണ്? നോയിങ് വാട്ട് ഈസ് റൈറ്റ് ഓർ റോങ് ആൻഡ് ചൂസിങ് ഡു ദ റൈറ്റ്, അല്ലെ. ശരിയായ കാര്യം ഏത് എന്ന് മനസ്സിലാക്കുകയും അത് ചെയ്യുകയും ചെയ്യും. അതാണ് എന്തെന്ന് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. എത്തിക്സിന്റെ എലമെന്റ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എലമെന്റ്സ് പഠിച്ചു വെക്കണം. എലമെന്റ്സ് പഠിച്ചു വെച്ചിരിക്കണം. സെറ്റ്. റെഡി. അപ്പൊ ഈ ചാപ്റ്ററിൽ നിങ്ങൾ നോക്കേണ്ട കാര്യം സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പഠിച്ചോളുക. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പഠിച്ചോളുക. ദെൻ ആർഗ്യുമെന്റ്സ്. ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് ആർഗ്യുമെന്റ്സ്. ഇത് രണ്ടും നോക്കി വെക്കണേ. എഗെയിൻസ്റ്റ് ആർഗ്യുമെന്റ്സ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പഠിച്ചു വെച്ചോളുക. എത്തിക്സ് പഠിച്ചോളുക. എത്തിക്സിന്റെ എലമെന്റ്സ് പഠിച്ചോളുക. പിന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ടേം. റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ഡിഫറെന്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് പഠിക്കണേ. ഡിഫറെന്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് പഠിച്ചു വെക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പഠിക്കാതെ ഈ ചാപ്റ്ററിൽ നിന്ന് ഈ കാര്യങ്ങൾ നിങ്ങൾ ഇതിൽ നിന്ന് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ജനറലി ശ്രദ്ധിച്ചോളുക. ജനറലി നിങ്ങളോട് ഏത് ചോദിക്കാറുണ്ട്? എൻവിറോൺമെന്റൽ പൊല്യൂഷൻ. പൊല്യൂഷൻ ചോദിക്കാറുണ്ട്. വാട്ടർ പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ, എല്ലാ കാര്യങ്ങളും ചോദിക്കാറുണ്ട്. ഇതൊക്കെ ജനറൽ ക്വസ്റ്റ്യൻ ആയിട്ടാണ്. നിങ്ങൾ ഒരു അസൈൻമെന്റ് തയ്യാറാക്കൂ എന്നൊക്കെയുള്ള രീതിയിൽ 8 മാർക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ കാണാറുണ്ട്. അവിടെയൊക്കെ നിങ്ങൾക്ക് ടെക്സ്റ്റിലുള്ള കാര്യങ്ങളല്ല, ടീച്ച് എഴുതിക്കൂടാ വന്നിട്ടുണ്ടെങ്കിൽ. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. ടെക്സ്റ്റിലുള്ള കാര്യം തന്നെ എഴുതാൻ ഒരു നിർബന്ധമില്ല. എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ പൊല്യൂഷൻ്റെ ഒക്കെ കേസ്. റെഡി?
ഓർത്ത് വെക്കുക. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മുടെ 8ാമത്തെ ചാപ്റ്റർ സോഴ്സ് ഓഫ് ഫിനാൻസ്. ഓക്കെ, സോഴ്സ് ഓഫ് ഫിനാൻസിലേക്ക് നമുക്ക് പോവാം. യെസ്, കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ നോക്കാം. ശ്രദ്ധിച്ചോ, ഏതൊക്കെ പോർഷൻ പഠിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും. ഫില്ലിംഗ് ദ സീരീസ് ആസ് പെർ ഹിന്റ് ഗിവൺ. ഓക്കെ, ഇതൊക്കെ സിസ്റ്റർ സാറ് ഒന്ന് വെറുതെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒബ്ജക്റ്റീവ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുക്കുന്നത്. ഒബ്ജക്റ്റീവ് ടൈപ്സ് ക്വസ്റ്റ്യൻ ഒക്കെ എങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം, നമുക്ക് ഗസ് ചെയ്യാനോ പറയാനോ പറ്റുന്ന കാര്യങ്ങളല്ല. ഏതൊരു മൈന്യൂട്ട് കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ചോദിക്കാം, ഒബ്ജക്റ്റീവ് ടൈപ്സ് ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക് അല്ലെങ്കിൽ എന്താണ് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് എഴുതണമെങ്കിൽ എന്ത് വേണം, യെസ്, വൃത്തിക്ക് തന്നെ ഒരു കാര്യം പഠിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാം പഠിച്ചു വയ്ക്കുക. ഐ മീൻ എല്ലാ പോയിന്റ്സും മനസ്സിലാക്കി കൃത്യമായിട്ട് പഠിച്ചോളാം. ഓക്കെ, യെസ്, ദാ ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞാൽ ഓണേഴ്സ് ക്യാപിറ്റൽ ആണെങ്കിൽ ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ മക്കളെ അതെന്താണ്? ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ഇറ്റ്സ് എ ബോറോഡ് ക്യാപിറ്റൽ. കറക്റ്റ്. എന്താണ്? ബോറോഡ് ഫണ്ടാണ്, ബോറോഡ് ക്യാപിറ്റൽ ആണ്. ഓക്കെ, പഠിച്ചോളാം. ഓക്കെ, റെഡി? യെസ്. Alpha Limited decided to raise fund for its expansion program. As a finance manager, what are the factors you should consider while choosing a suitable source of finance for the company? Any 4 factors. Okay. പറഞ്ഞേ നമ്മളൊരു ഫിനാൻസ് മാനേജറാണ് ഒരു കമ്പനിയുടെ. നമുക്ക് അവിടെ എന്ത് വേണമെന്നാ പറഞ്ഞേ? യെസ്, ഓക്കെ, സോഴ്സ് അല്ലെ, നമ്മൾ അവിടെ ഒരു സോഴ്സ് അല്ലെ, നമ്മുടെ ഫിനാൻസിന്റെ ഒരു സോഴ്സ് നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, നമ്മളൊരു സോഴ്സ് ചൂസ് ചെയ്യുന്നതിന് മുൻപ് കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് നമ്മൾ ഈ ചാപ്റ്ററിലെ സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസിൽ ഏറ്റവും ലാസ്റ്റ് പഠിക്കുന്ന പോയിന്റ്സ്. ഓക്കെ, ഒരു 9ഓളം പോയിന്റ്സുകൾ ഉണ്ട്. അതെ, കോസ്റ്റ്, ആ കാര്യങ്ങളൊക്കെ തന്നെ. യെസ്, കറക്റ്റ്. ഓക്കെ, പഠിച്ചു വെച്ചോളാം, ഓർത്തോളാം. കോസ്റ്റ്, അതുപോലെ തന്നെ ബിസിനസിന്റെ ഫോം, ദെൻ പർപ്പസ്, എന്താവശ്യത്തിന്, എത്ര ടൈം പീരീഡ് വരെ, ദെൻ നമ്മുടെ റിസ്ക്, അത് കിട്ടാനുള്ള റിസ്ക് കാര്യങ്ങൾ, ദെൻ കൺട്രോൾ, നമ്മുടെ ബിസിനസിന്റെ കൺട്രോൾ കാര്യങ്ങൾ, ദെൻ എഫക്ട് ഓൺ ക്രെഡിറ്റ് വർത്തിനെസ്, നമ്മുടെ ക്രെഡിറ്റ് വർത്തിനെസ്സിനെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ദെൻ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആൻഡ് സ്റ്റെബിലിറ്റി, നമ്മുടെ ബിസിനസിന്റെ, ദെൻ ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഈസി, അല്ലെ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതാണോ ആ ഒരു, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഫണ്ട് കളക്ട് ചെയ്യാൻ പറ്റുമോ ആ ഒരു സോഴ്സിൽ നിന്നും, പിന്നെയോ ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്ന സോഴ്സുകൾ ഏത്, കണ്ടോ? ഇത്രയും കാര്യങ്ങളിലൂടെയാണ് നമ്മളൊരു സോഴ്സ് ചൂസ് ചെയ്യുന്നത്. പോയിന്റ്സ് പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, യെസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഫിനാൻസ്? ഒന്ന് പറഞ്ഞേ, അറിയാലോ ഇതിൽ ഏതാണെന്ന്? എക്സ്റ്റേണൽ സോഴ്സ് അല്ലാത്തത് ഇതിൽ ഏതാണ്? എക്സ്റ്റേണൽ സോഴ്സ് അല്ലാത്തത് ഏതാണ്? പ്രിഫറൻസ് ഷെയർ ഉണ്ട്, പബ്ലിക് ഡെപ്പോസിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ പേപ്പർ ഉണ്ട്, അല്ലെ? അപ്പൊ ഏതാണ് നമ്മുടെ എക്സ്റ്റേണൽ അല്ലാത്തത്? ഏതാണ്? യെസ്, ഇക്വിറ്റി ഷെയർ ആണ്, അല്ലെ? നമ്മുടെ ഓണർ തന്നെ കൊണ്ടുവരുന്നതാണ്, ഇക്വിറ്റി ഷെയർ ആണ്. പഠിച്ചു വെക്കുക. ദെൻ ബ്രിങ് ഔട്ട് എനി 4 മെറിറ്റ്സ് ഓഫ് റൈസിംഗ് ഫണ്ട് ത്രൂ ഇക്വിറ്റി ഷെയർസ്. ഓക്കെ, പറഞ്ഞേ. ഇക്വിറ്റി ഷെയറിലൂടെ നമ്മൾ ഫണ്ട് റൈസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു 4 മെറിറ്റ്സ് എഴുതൂ എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. ഏത്? ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ പഠിച്ചു വെച്ചോളാം. ഓക്കെ, ദ മെറിറ്റ്സ് ഓഫ് ഇക്വിറ്റി ഷെയർ എന്തൊക്കെയാ? സ്യൂട്ടബിൾ ഫോർ ഇൻവെസ്റ്റേഴ്സ് വില്ലിംഗ് ടു ടേക്ക് റിസ്ക് ആൻഡ് ഹൈ റിട്ടേൺ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് എന്താണ്? ഏറ്റവും ബെറ്റർ ആണ്. പിന്നെയോ ഡിവിഡൻഡ് പേയ്മെന്റ് കമ്പൽസറി അല്ല. പിന്നെയോ ആക്ട് ആസ് എ പെർമനന്റ് ക്യാപിറ്റൽ, അല്ലെ? നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെയോ ഇൻക്രീസ് ദ കമ്പനീസ് ക്രെഡിറ്റ് വർത്തിനെസ്, നമ്മുടെ കമ്പനിയുടെ ക്രെഡിറ്റ് വർത്തിനെസ് കൂട്ടുന്നു. ക്യാൻ റൈസ് ഫണ്ട് വിത്തൗട്ട് പ്ലഡ്ജിങ് കമ്പനി അസറ്റ്, കമ്പനിയുടെ അസറ്റ് ഒന്നും സെക്യൂരിറ്റി കൊടുക്കാതെ ഫണ്ട് കളക്ട് ചെയ്യാം. പിന്നെയോ എൻഷുർ ഡെമോക്രാറ്റിക് കൺട്രോൾ ത്രൂ ഷെയർ ഹോൾഡേഴ്സ്, ഇവർക്കാണ് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടാവുക. ഓക്കെ, അപ്പം ഇക്വിറ്റി ഷെയർസ് അതിന്റെ മെറിറ്റ്സും അതുപോലെ തന്നെ ലിമിറ്റേഷൻസും പഠിച്ചു വെച്ചോ. ലിമിറ്റേഷൻസ് അതിന്റെ കൂടെ തന്നെ ഓർത്ത് വെച്ചോ. എന്താ? ഇൻവെസ്റ്റേഴ്സ് വാണ്ടിങ് എ സ്റ്റഡി ഇൻകം, അല്ലെ? നല്ല സ്റ്റഡി ഇൻകം ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇത് യൂസബിൾ അല്ല, സ്യൂട്ട് അല്ല. പിന്നെയോ കോസ്റ്റ് എന്താണ്? കുറച്ച് കൂടും. പിന്നെയോ ഇഷ്യൂയിങ് മോർ ഷെയർ, അല്ലെ? കൂടുതൽ ഇക്വിറ്റി ഷെയർ നമ്മൾ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ബിസിനസിന്റെ കൺട്രോൾ കുറഞ്ഞു പോകുന്നത്. എന്താണ്? എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കുമോ? അതെന്താ? ഷുവർ അല്ലേ? ഉറപ്പായിട്ട്. സോറി, ഈ പോയിന്റ്സ് ആണ് വേണ്ട. ഇതൊന്നും നിങ്ങളോട് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് ജസ്റ്റ് ആ പോയിന്റ് മാത്രം ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഇൻവോൾവ് മോർ ഫോർമാലിറ്റീസ് ആൻഡ് ഡിലേ ഇൻ റൈസിംഗ്, അല്ലെ? ഇതിലൂടെ ഫണ്ട് റൈസ് ചെയ്യാന്ന് പറയുന്നത് കുറെ ടൈം എടുക്കുന്ന പരിപാടിയാണ്. ഓക്കെ, ദെൻ ദ ഇന്റേണൽ സോഴ്സ് ഓഫ് ഫിനാൻസ് ഇൻക്ലൂഡ്. ഓക്കെ, ഇതിൽ ഏതാണ് നമ്മുടെ ഇന്റേണൽ സോഴ്സ് എന്ന് പറയുന്നത്? ഒന്ന് പറഞ്ഞേ. ഇന്റേണൽ സോഴ്സ് എന്ന് പറയുന്നത് ഏതാണ്? ഫാക്ടറിംഗ് ആണോ, ഡിബഞ്ചർ ആണോ, റിട്ടേൺ ഏർണിംഗ്സ് ആണോ, ബാങ്ക് ലോൺ ആണോ? മക്കളെ, നമ്മുടെ ഇന്റേണൽ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റേണൽ സോഴ്സ് ബിസിനസിന്റെ ഉള്ളിൽ തന്നെയുള്ള സോഴ്സ് അത് അതിൽ അറിയാലോ. റിട്ടേൺഡ് ഏർണിംഗ്സ് ആണ്. അറിയാലോ എന്താണ് റിട്ടേൺഡ് ഏർണിംഗ്സ് ആണ്. ഓക്കെ. പിന്നെ some business organization outsource their debt
to outside agencies. Name these arrangement list one merit of it. ഒന്ന് പറഞ്ഞേ, ഏതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ബിസിനസ് ഓർഗനൈസേഷൻ ഔട്ട്സോഴ്സ് ദെയർ ഡെപ്റ്റ് കളക്ഷൻ അല്ലെ, നമ്മുടെ ബിസിനസിന്റെ കിട്ടാനുള്ള പൈസ അല്ലെ, കടങ്ങൾ കളക്ട് ചെയ്യാൻ നമ്മൾ പുറത്തുള്ള ഒരു ഓർഗനൈസേഷനെ ഏൽപ്പിക്കുന്നു. ഏതാണ്? ഫാക്ടറിംഗ് ആണ് അല്ലെ, ഏതാണ്? ഫാക്ടറിംഗ് ആണ്. പഠിച്ചു വെക്കണേ, ഫാക്ടറിംഗ് ഒക്കെ ഓർത്ത് വെക്കുക. ഫാക്ടറിംഗ് അല്ലെ, ഫാക്ടറിംഗ് ഈസ് എ ഫിനാൻഷ്യൽ സർവീസ് വേർ എ ഫാക്ടർ ബൈ എ ഫേംസ് അക്കൗണ്ട് റിസീവബിൾ അറ്റ് എ ഡിസ്കൗണ്ട് അറ്റ് കളക്ട് പേയ്മെന്റ് ഫ്രം കസ്റ്റമേഴ്സ് ആണ്. ഓക്കെ, റെഡി? യെസ്, ഫാക്ടറിങ് മക്കൾ പഠിച്ചു വെച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഫാക്ടറിങ്ങിൻ്റെ മെറിറ്റ്സും കാര്യങ്ങളൊക്കെ അത് ചീപ്പറാണ്. പിന്നെയോ പെട്ടെന്ന് നമുക്ക് ക്യാഷ് കളക്ട് ചെയ്യാം, അത് ഫ്ലെക്സിബിൾ ആണ്. പിന്നെയോ അസറ്റിലൊന്നും നമുക്ക് എന്താക്കേണ്ടതില്ല, സെക്യൂരിറ്റി കൊടുക്കേണ്ടതില്ല, ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ്, അതിൻ്റെ മെറിറ്റ്സും കാര്യങ്ങളും നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കണം. ഫാക്ടറിങ് പഠിച്ചു വെച്ചിരിക്കണം. വാട്ട് ഡു യു മീൻ ബൈ റിട്ടേൺ ഏർണിങ്സ്? അറിയാലോ, പറയണ്ടല്ലോ. റിട്ടേൺ ഏർണിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ പ്രോഫിറ്റിന്റെ പോർഷൻ അല്ലെ, പ്രോഫിറ്റിന്റെ പോർഷനിൽ നിന്നും നമ്മൾ മാറ്റി വെക്കുന്ന എമൗണ്ടിനെ നമ്മൾ എന്ത് പറയുക? റിട്ടേൺ ഏർണിങ്സ് എന്ന് പറയുക. ഓക്കെ, 2 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടാവുകയെ, എഴുതണം. ഓക്കെ, യെസ്. അടുത്ത മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കിക്കോ. യെസ്, ഐഡന്റിഫൈ ദ സെക്യൂരിറ്റി ഇഷ്യൂഡ് ബൈ എ കമ്പനി ഫോർ റൈസിംഗ് ലോങ് ടേം ഡെപ്റ്റ് കപ്പാസിറ്റി, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദിസ് മെറിറ്റ്സ്. ഓക്കെ, സോറി, ഡെപ്റ്റ് കപ്പാസിറ്റി, ഡെപ്റ്റ് ക്യാപിറ്റൽ. ഓക്കെ, ഒന്ന് പറഞ്ഞേ, ഏതാണ് ഈ ഒരു സോഴ്സ്? ഏതാണ് ഈ സോഴ്സ്? ഏതാണ്? സെക്യൂരിറ്റി ഇഷ്യൂഡ് ബൈ എ കമ്പനി ഫോർ റൈസിംഗ് ലോങ് ടേം ഡെപ്റ്റ് അല്ലെ, ലോങ് ടേം ക്യാപിറ്റലിന്, ലോങ് ടേം ഡെപ്റ്റ് ക്യാപിറ്റലിന് വേണ്ടി നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ആ ഒരു സെക്യൂരിറ്റി ഏതാണ്? യെസ്, റജു കറക്റ്റ് ആണ്. ഏതാണ്? ഡിബഞ്ചർ ആണ്. പഠിച്ചു വെച്ചോളാം. ഡിബഞ്ചർ എന്താണ്? ഡിബഞ്ചർ കടപ്പത്രം. ഓക്കെ, ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? കടപ്പത്രമാണ് അല്ലെ. എത്ര വർഷത്തേക്ക് അല്ലെങ്കിൽ ലോങ് ടേമിലേക്ക് നമുക്ക് ഫണ്ടൊക്കെ റൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഒരു സെക്യൂരിറ്റിയാണ്. ഓക്കെ, സെക്യൂരിറ്റി ലെറ്റർ ആണ്. അവിടെ നമ്മൾ എഴുതി കൊടുക്കും അല്ലെ, ഇത്ര വർഷത്തിനുള്ളിൽ നമ്മൾ തിരിച്ചു തരും, ഇത്ര ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് തരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ഇത്രയാണ് എമൗണ്ട് വാങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു സെക്യൂരിറ്റിയാണ് നമ്മൾ എന്ത് പറയുക? ഡിബഞ്ചർ എന്ന് പറയുക. ഡിബഞ്ചറിൻ്റെതും മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒക്കെ പഠിച്ചു വെക്കണം. ഓക്കെ, ഇൻവെസ്റ്റേഴ്സ് ഹു വാണ്ട് ഒരു ഫിക്സ്ഡ് ഇൻകം അല്ലെ, ഫിക്സ്ഡ് ഇൻകം ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എന്താണ്? യെസ്, ഈ ഒരു ഡിബഞ്ചർ വാങ്ങാൻ. ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഗെറ്റ് ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് അല്ലെ, അവർക്ക് എന്താ? ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് കിട്ടുന്നു. പിന്നെയോ സ്യൂട്ടബിൾ തന്നെ കമ്പനി ഏണിങ്സ് എന്താണ്? ആ സ്റ്റേബിൾ, നമ്മളെ കമ്പനിയുടെ ഏണിങ്സ് സ്റ്റേബിൾ ആണെങ്കിൽ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആകുന്ന ഏതാണ്? യെസ്, ഡിബഞ്ചർ ആണ്. ദെൻ വോട്ടിംഗ് റൈറ്റോ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസിന്റെ കൺട്രോൾ ഒന്നും ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. പിന്നെയോ ചീപ്പർ ദാൻ ഇക്വിറ്റി ആൻഡ് പ്രിഫറൻസ് ഷെയർ. ഇക്വിറ്റി ആൻഡ് പ്രിഫറൻസ് ഷെയറിനേക്കാൾ എന്താണ്? ചീപ്പറാണ്. അപ്പോൾ ഇതിന്റെ ലിമിറ്റേഷൻസ് എന്തായിരിക്കും? ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഫിക്സ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ലോസ് ഒക്കെ ആണെങ്കിലും നമ്മളത് കൊടുത്തുകൊണ്ടിരിക്കണം. മസ്റ്റ് ബി റീപേഡ് ഓൺ ടൈം അല്ലെ, ടൈം ആകുമ്പോൾ നമ്മൾ റീപേ ചെയ്തിരിക്കണം. ഇൻക്രീസ് ഡെപ്റ്റ് സോ ദ കമ്പനീസ് ഫ്യൂച്ചർ ബോറോയിങ് കപ്പാസിറ്റി റെഡ്യൂസ് അല്ലെ, നമ്മുടെ കപ്പാസിറ്റിയെ ബോറോയിങ് കപ്പാസിറ്റിയെ റെഡ്യൂസ് ചെയ്യുന്ന ഐറ്റമാണ് ഇത് ഡിബഞ്ചറിലൂടെ ഫണ്ട് റൈസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം ഡിബഞ്ചർ പഠിച്ചു വെക്കുക. ഓക്കെ, യെസ്. പിന്നെ അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയറും അതുപോലെ തന്നെ ഇക്വിറ്റി ഷെയറും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, പ്രിഫറൻസ് ഷെയറും ഇക്വിറ്റി ഷെയറും തമ്മിലുള്ള ഡിഫറൻസ് ടേബിൾ ആണ്, പഠിച്ചോളാം. മീനിങ് എന്താണ്? ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, നമ്മളെ അതിന്റെ ഓണറാണ് അല്ലെ, പ്രിഫറൻസ് ഷെയർ റൈറ്റ് ഒന്നും ഇല്ലാത്ത ഓണറാണ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിഫറൻഷ്യൽ റൈറ്റ്സ് ഉള്ള അല്ലെ, ഡിവിഡൻഡ് ഒക്കെ റീപേയ്മെന്റ് ചെയ്യുന്നതിൽ കിട്ടുന്നതാണ് ഇത്. യെസ്, നമ്മുടെ പ്രിഫറൻസ് ഷെയർസ്. പിന്നെയോ പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് എങ്ങനെയാണ്? ഇവിടെ നമുക്ക് എന്താ? പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം. ഇവിടെയോ നമ്മൾ എന്തായാലും പേയ്മെന്റ് ചെയ്തിരിക്കണം അല്ലെ, എസ് ഡിവിഡൻഡ് കാര്യങ്ങളൊക്കെ. പിന്നെയോ റേറ്റ് ഓഫ് ഡിവിഡൻഡ് എങ്ങനെയാണ്? റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഫിക്സ്ഡ് അല്ല, ഇവിടെ അത് ഫിക്സ്ഡ് ആയിരിക്കും. പിന്നെയോ കൺവേർട്ടിബിലിറ്റി, ഇത് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ചില പ്രിഫറൻസ് ഷെയറുകൾ, കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയർ ഒക്കെ ആണെങ്കിൽ നമുക്ക് അത് എന്താക്കാം? കൺവേർട്ട് ചെയ്യാൻ പറ്റും. തന്നെയോ റിഡംഷൻ എങ്ങനെയാണ്? ഇറ്റ് കനോട്ട് ബി റെഡീംഡ്. എന്താണ്? ഇറ്റ് മേ ബി റെഡീംഡ്, ഇറ്റ് ക്യാൻ ബി റെഡീംഡ് ആസ് പെർ അല്ലെ, ഇതെന്താ? റിഡീം ചെയ്യാൻ പറ്റുന്നതല്ല, മറ്റേത് റിഡീം ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ വോട്ടിംഗ് റൈറ്റ് ഉണ്ടാവുമോ? യെസ്, നമുക്ക് ഇവിടെ ഉണ്ടാവും, ഇക്വിറ്റി ഷെയർസിൽ ഉണ്ടാവും, പക്ഷേ ഇവിടെ ഉണ്ടാവില്ല. സ്പെഷ്യൽ കേസുകളിലൊക്കെ പ്രിഫറൻസ് ഷെയറിൽ അത് ഉണ്ടാവും. പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ് അല്ലെ, അതാര് മാത്രമാണ്? ഇക്വിറ്റി ഷെയർ ആണ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അങ്ങനെ മാനേജ്മെന്റ് കാര്യത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറില്ല. ഓക്കെ, ഡിഫറൻസ് പഠിച്ചു വെച്ചിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പ്രിഫറൻസ് ഷെയറും ഇക്വിറ്റി ഷെയറും മക്കൾ ഓർത്ത് വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ബിസിനസ് റിക്വയർ ക്യാപിറ്റൽ ഫോർ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം പർപ്പസ്.
ഓക്കെ യെസ് ബ്രീഫ്ലി ഡിസ്ക്രൈബ് എനി 2 സോഴ്സ് ഉണ്ടാവും ഇതിൽ ഏതെങ്കിലും 2 സോഴ്സുകളെ കുറിച്ച് എഴുതുക. റൈറ്റ് എനി 3 മെറിറ്റ്സ് ആൻഡ് ഓഫ് ഫാക്ടറിങ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓക്കെ അപ്പോൾ അതാ ലോങ് ടേമും അതുപോലെ തന്നെ ഷോർട്ട് ടേമും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ നോക്കിയാൽ എക്സ്പ്ലെയിൻ വേരിയസ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസ് അവൈലബിൾ ഫോർ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിക്ക് അവൈലബിൾ ആയിട്ടുള്ള എക്സ്റ്റേണൽ സോഴ്സുകൾ ഏതൊക്കെയെന്ന് എഴുതുക എന്നുള്ളതാണ്. അപ്പം പഠിച്ചു വെക്കേണ്ടത് ഈ കാര്യമാണ്. സാർ എപ്പോഴും പറയാറുണ്ട് ഈ ടേബിൾ നിങ്ങൾ നോക്കി വെച്ചിരിക്കണം ഏതൊക്കെയാണ് സോഴ്സുകൾ. പീരീഡിന്റെ ബേസിൽ, ഓണർഷിപ്പിന്റെ ബേസിൽ, സോഴ്സ് ഓഫ് ജനറേഷൻ, ഈ എല്ലാ ബേസിലും നമ്മൾ എന്താക്കുന്നുണ്ട് ഇങ്ങനെ തരംതിരിക്കുന്നുണ്ട്. അപ്പൊ ഈ തരംതിരിക്കുന്നത് ഏതൊക്കെയെന്നും ഇതിലെ ഒരു 3-4 മക്കൾ നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ എക്സ്റ്റേണൽ സോഴ്സിൽ ഒരു 4 കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യൂ. എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എഴുതിയിരിക്കണം. ഓക്കെ എന്താണ് ഷോർട്ട് ടൈമിൽ ഒരു 3 കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എഴുതിയിരിക്കണം. ബോറോഡ് ഫണ്ടിനെ കുറിച്ച് എഴുതാൻ പറയൂ, എഴുതും അല്ലെ, അത് നിങ്ങൾ എഴുതിയിരിക്കണം. സോ അങ്ങനെ പഠിച്ചു വെച്ചിരിക്കാം. ഓക്കെ റെഡി അല്ലേ? യെസ് അപ്പം നമ്മളെ സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസിൽ പഠിച്ചോടുക. സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസിൽ നോക്കിക്കോളുക. യെസ് നമ്മൾ പറഞ്ഞ ഈ പോയിന്റ്സ് ഒന്നും പഠിക്കാതെ പോകണ്ട. ഡിബഞ്ചർ, ഓക്കെ ഡിബഞ്ചർ പഠിച്ചോടുക. ഷെയർസ്, ഓക്കെ ഷെയർസ് നോക്കിക്കോളുക. അതും ഇക്വിറ്റി നോക്കുക. യെസ് പ്രിഫറൻസ് ഷെയർസ് നോക്കുക. ഫാക്ടറിങ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ഫാക്ടറിങ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ പഠിച്ചിട്ട് വെച്ചിട്ട് പോയിക്കോളാം. ഓക്കെ ദെൻ കൊമേഴ്ഷ്യൽ പേപ്പറൊക്കെ യെസ് എന്നാൽ ചെറിയ രീതിയിൽ 2 മാർക്കിനൊക്കെ ചോദിക്കും. എന്താണ് കൊമേഴ്ഷ്യൽ പേപ്പർ? ഓക്കെ കൊമേഴ്ഷ്യൽ പേപ്പർ അതുപോലെ തന്നെ ട്രേഡ് ക്രെഡിറ്റ്. ഓക്കെ ട്രേഡ് ക്രെഡിറ്റ് കാര്യങ്ങളൊക്കെ 2-3 മാർക്കിനൊക്കെ കാണാറുണ്ട്. യെസ് നോക്കി വെക്കണം. പഠിക്കാതെ പോവേണ്ട ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ സോഴ്സുകൾ പിന്നെ അതുപോലെ തന്നെ ഈ ടേബിളിൽ നിർബന്ധമായിട്ട് മക്കൾ ഓർത്ത് വെച്ചിരിക്കുക. ഈ ടേബിള് എല്ലാം പഠിക്കേണ്ടതില്ല, എല്ലാം ഓരോന്നില്ല എന്താ ഒരു 3-4 മക്കള് പേരുകൾ ഓർത്ത് വെച്ചിരിക്കുക. എസ്സേ ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ എഴുതാൻ ശ്രദ്ധിക്കുക. റെഡി ഓക്കെ യെസ് അങ്ങനെയെങ്കിൽ ലാസ്റ്റ് ഇന്റേണൽ ട്രേഡ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് നമുക്ക് പോവാം. ഇന്റേണൽ ട്രേഡിൽ നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് നോക്കാം. നോക്കിക്കോ. വാട്ട് ഈസ് ഹോൾസെയിൽ ട്രേഡ്? എക്സ്പ്ലെയിൻ ഇൻ 7 ഫങ്ഷൻസ് ദാറ്റ് ആർ റെൻഡേർഡ് ബൈ ഹോൾസെയിൽ ട്രേഡ് ടു ദ മാനുഫാക്ചേഴ്സ്. യെസ് അറിയാലോ. ഫസ്റ്റ് നമ്മൾ എന്താ പഠിക്കുന്നത്? ഹോൾസെയിൽ ട്രേഡ് എന്താണ്, റീറ്റെയിൽ ട്രേഡ് എന്താണെന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളൂ. എന്താണ് ഹോൾസെയിൽ ട്രേഡ്, എന്താണ് റീറ്റെയിൽ ട്രേഡ്, അതുപോലെ തന്നെ എന്താണ് ഇപ്പം ഇവിടെ ഹോൾസെയിൽ ട്രേഡേഴ്സിൻ്റെയും അതുപോലെ തന്നെ റീറ്റെയിൽ ട്രേഡേഴ്സും പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകളുണ്ട്. അറിയാലോ ഹോൾസെയിലേഴ്സ് മാനുഫാക്ചേഴ്സിനും അതുപോലെ തന്നെ റീറ്റെയിലേഴ്സിനും കൊടുക്കുന്ന സർവീസുകളുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് പഠിച്ചു വെച്ചോളൂ. മാനുഫാക്ചേഴ്സിന് എന്തൊക്കെയാ ഫെസിലിറ്റീസ്? ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ, റിസ്ക് ബിയറിംഗ്, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, എക്സ്പേർട്ട് അഡ്വൈസ്, മാർക്കറ്റിംഗ് ഫംഗ്ഷൻസ്, ഫെസിലിറ്റേറ്റ് പ്രൊഡക്ഷൻ കണ്ടിന്യൂറ്റി, സ്റ്റോറേജ്, ഇത്രയും ഫംഗ്ഷൻസ് ഹോൾസെയിലേഴ്സ് മാനുഫാക്ചേഴ്സിന് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ റീറ്റെയിലേഴ്സിനും ഉണ്ട്. ഗുഡ്സ് അവൈലബിലിറ്റി, മാർക്കറ്റ് സപ്പോർട്ട്, ഗ്രാൻഡ് ക്രെഡിറ്റ്സ്, പിന്നെ സ്പെഷ്യലൈസ്ഡ് നോളജ് ആൻഡ് റിസ്ക് ഷെയറിംഗ്. ഇത് ഓർത്ത് വെക്കണേ, ചോദ്യം വരുവേ. അതുപോലെ തന്നെ ഇതേപോലെ തന്നെ നമ്മളെ റീറ്റെയിലേഴ്സിൻ്റെതും സാധ്യതയുണ്ട്. റീറ്റെയിലേഴ്സ് ഏത് വേണേലും ചോദിക്കാം, ഓർത്ത് വെച്ചുള്ള സർവീസുകൾ. സർ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എസ് എ ക്വസ്റ്റ്യൻ ആണോ? മെമ്മോറാണ്ടം എസ് എ ആയിട്ടില്ലെങ്കിലും 3 മാർക്കിന് 4 മാർക്കിനൊക്കെ ചോദിച്ചുകൂടാന്നില്ല. പഠിച്ചു വെച്ചോ, മെമ്മോറാണ്ടം ഒക്കെ പഠിച്ചു വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. Okay, ready? Then absence of salesman is the prominent feature of this type of large scale retailing. Identify the form of business. Also bring out any 4 merits and 3 demerits എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് പറഞ്ഞേ ഇത് ഏതാണ് ഉദ്ദേശിക്കുന്നത്? ഏത് ടൈപ്പ് ലാർജ് സ്കെയിൽ റീറ്റെയിലിംഗ് ഷോപ്പാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നൊന്ന് പറഞ്ഞേ. ആബ്സെൻസ് ഓഫ് സെയിൽസ്മാൻ ഇല്ലാത്ത. ഓക്കെ ഇതേതാ ഒന്ന് പറഞ്ഞേ. ആര് പറയും നോക്കട്ടെ. യെസ് കറക്റ്റ്. രജു ഏതാണ്? സൂപ്പർ മാർക്കറ്റ് ആണ് അല്ലേ? കറക്റ്റ് ആണ്. സൂപ്പർ മാർക്കറ്റ് ആണ് പഠിച്ചോളാം. സൂപ്പർ മാർക്കറ്റ് എന്താണ്? ലാർജ് സ്കെയിൽ സ്റ്റോർ ദാറ്റ് സെൽ എ വൈഡ് റേഞ്ച് ഓഫ് പ്രൊഡക്റ്റ് അറ്റ് ലോവർ പ്രൈസ്. ദേ ഓഫർ എ വാസ്റ്റ് സെലക്ഷൻ ഓഫ് ഗുഡ്സ് ഫ്രം ഗ്രോസറീസ്, ഹൗസ് ഹോൾഡ് ഐറ്റംസ്, ഇലക്ട്രോണിക്സ്. അറിയാലോ? യെസ് പഠിച്ചു വെച്ചോളാം. സൂപ്പർ മാർക്കറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കണം. അഡ്വാൻറ്റേജും ലിമിറ്റേഷൻസും പഠിച്ചു വെച്ചോളാം. Okay. One roof, low cost, central location, wide selection, no bad debt, no credit, same, no personal attention, mishandling of product.
അഡ്വാൻറ്റേജും അതിൻ്റെ ലിമിറ്റേഷൻസും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. യെസ്, പോയിന്റുകൾ പഠിച്ചു വെക്കാതെ പോവേണ്ട. ഓക്കെ. ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് റീറ്റെയിലേഴ്സ് ഇൻ ദ ഫോളോയിങ് കേസസ്. ഇവിടെ തന്നിരിക്കുന്ന ഫോളോയിങ് കേസുകളിൽ ഓക്കെ റീറ്റെയിലേഴ്സ് ആരൊക്കെ എന്തൊക്കെ എന്നൊന്ന് പറഞ്ഞേ. യെസ്, മിസ്റ്റർ സുനിൽ സെൽ വെജിറ്റബിൾ ഓൺ ഹിസ് ബൈസിക്കിൾ അല്ലെ. യെസ്, ബൈസിക്കിളിൽ സാധനം കൊണ്ടുപോകുന്ന ആളെ നമ്മൾ എന്ത് പേര് പറയും മക്കളെ? എന്ത് പേര് പറയും? ഒന്നാമത്തത് എ ആരാണ്? ഹോക്കേഴ്സ് ആൻഡ് പെഡ്ലേഴ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. യെസ്, ഹോക്കേഴ്സ് ആൻഡ് പെഡ്ലേഴ്സ് പറഞ്ഞില്ലേ? അങ്ങനെയെങ്കിൽ ബി ഒന്ന് പറഞ്ഞേ. ബി എന്താണ്? അരുൺ റൺ എ യൂസ്ഡ് കാർ ഷോറൂം. ഓക്കെ, യൂസ്ഡ് കാർ ഷോറൂം എന്താണ്? ഇന്റർനാഷണൽ ബിസിനസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ. യെസ്, രണ്ടു മിസ് ഡിസ്കസ് ചെയ്തില്ലേ? യെസ് മക്കളേതാ നോക്കിയേ, അരുൺ റൺ എ യൂസ്ഡ് കാർ ഷോറൂം എന്താണ്? എന്ത് ഷോപ്പാണ്? യെസ്, സെക്കൻഡ് ഹാൻഡ് ഷോപ്പാണ്. യെസ്, അറിയാലോ, സെക്കൻഡ് ഹാൻഡ് ആണ്. അങ്ങനെയെങ്കിൽ ദീപ റണ്ണേ യെസ് മെഡിക്കൽ ഷോപ്പ് എന്താണ്? മെഡിക്കൽ ഷോപ്പ് എന്താണ്? പറഞ്ഞേ. മെഡിക്കൽ ഷോപ്പ് എന്താണ്? സ്പെഷ്യാലിറ്റി. ഓക്കെ, സ്പെഷ്യാലിറ്റി ഷോപ്പ് മറക്കരുത്, സ്പെഷ്യാലിറ്റി ഷോപ്പാണ്. യെസ്, ക്വസ്റ്റ്യൻ ഉണ്ടാവുകയെ ഓർത്ത് വെച്ചോളുക. ഫൈൻഡ് ദ ഓഡ് വൺ. ഇതിൽ ഓഡ് വൺ ഒന്ന് കണ്ടുപിടിച്ചേ. ഫൈൻഡ് ദ ഓഡ് വൺ. ആൻസർ ഒന്ന് പറഞ്ഞേ. ഫൈൻഡ് ദ ഓഡ് വൺ. ജനറൽ സ്റ്റോഴ്സ് ഉണ്ട്, സ്പെഷ്യാലിറ്റി സ്റ്റോഴ്സ് ഉണ്ട്, സ്ട്രീറ്റ് സ്റ്റാൾ ഹോൾഡേഴ്സ് ഉണ്ട്, ചീപ്പ് ജാക്സ് ഉണ്ട്. ഏതാണ്? ഇതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞേ. യെസ്, ഏതാണ്? ചീപ്പ് ജാക്സ്. കറക്റ്റ്, ചീപ്പ് ജാക്സ് ആണ് കേട്ടോ. മറ്റൊക്കെ എന്താണ്? ഒരു ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സ് ആണ്. ഓക്കെ റെഡി? യെസ്, അങ്ങനെയെങ്കിൽ they are pretty retailers who have an independent shop of a temporary nature and change their business from one locality to another. ആരാണിത്? ടെമ്പററി ആയിട്ട് ഒരു ലൊക്കാലിറ്റിയിൽ നിന്നും മറ്റൊരു ലൊക്കാലിറ്റിയിലേക്ക് ഇങ്ങനെ സാധനങ്ങൾ എന്താണ് അവരുടെ ഷോപ്പ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ആൾ ഇതിൽ ഏതാണ്? പെഡ്ലേഴ്സ് ആണോ, സ്ട്രീറ്റ് സ്റ്റാൾ ഹോൾഡേഴ്സ് ആണോ, ചീപ്പ് ജാക്സ് ആണോ, മാർക്കറ്റ് ട്രേഡേഴ്സ് ആണോ? പെഡ്ലേഴ്സ് ആണോ? ചീപ്പ് ജാക്സ് ആണ്. കറക്റ്റ്, ഇതും ചീപ്പ് ജാക്സ് തന്നെയാണ് കേട്ടോ. ഓക്കെ, പെഡ്ലേഴ്സ് ആണോ? ഇവിടെ മക്കളെ നോക്കുക, ഒരു ഇൻഡിപെൻഡന്റ് ഷോപ്പ് ഉണ്ട് അവർക്ക്. ആ ഷോപ്പ് ടെമ്പററി നാച്ചർ ആയിരിക്കും, അതാണ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ്? ചീപ്പ് ജാക്സ് ആണ്. മക്കളെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഉണ്ടാവുക, കൺഫ്യൂസ്ഡ് ആയി പോകണ്ട. ബാറ്റ ഷൂ സ്റ്റോർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ദീസ് ടൈപ്പ് ഫിക്സഡ് ഷോപ്പ് ലാർജ് റീറ്റെയിലേഴ്സ്. ഐഡന്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ ദീസ് ടൈപ്പ് ഓഫ് റീറ്റെയിലർ. പറഞ്ഞേ. ബാറ്റ ഷൂ സ്റ്റോർ ഇത് എന്ത് ടൈപ്പ്? യെസ്, റീറ്റെയിലിംഗ് ഷോപ്പാണ്, ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലിംഗ് ആണ്. യെസ്, ഒന്ന് പറഞ്ഞേ, ഏതാണ് ഈ ഐറ്റം? അതിനെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് പറ. ഏതാ ഇതിന്റെ ആൻസർ? യെസ്, ഏതാ? ചെയിൻ സ്റ്റോർ ആണ്. കറക്റ്റ്, ചെയിൻ സ്റ്റോർ ആണ്. അപ്പൊ പഠിച്ചു വെച്ചോളൂ. ചെയിൻ സ്റ്റോർ അല്ലെ, റീറ്റെയിൽ നെറ്റ്വർക്ക് ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ മാനുഫാക്ചേഴ്സ് ഓർ ഇന്റർമീഡിയറീസ്. ദീസ് സ്റ്റോർസ് ആർ സ്പ്രെഡ് അക്രോസ് ദ വാരിയസ് ലൊക്കേഷൻ ഓഫേഴ്സ് നാഷണൽ വൈഡ് ആൻഡ് ഹാവ് എ സിമിലർ അപ്പിയറൻസ് അല്ലെ, ഒരേപോലെ ഒരുപാടുള്ള. റെഡി? അപ്പം ഇതിന്റെ ഫീച്ചേഴ്സ് പഠിച്ചു വെച്ചിട്ടുള്ള ദീസ് ഷോപ്സ് ആർ ലൊക്കേറ്റഡ് ഇൻ എ ഫെയർലി പോപ്പുലർ ലൊക്കേഷൻ. ദെൻ ഈച്ച് റിറ്റെയിൽ ഷോപ്പ് ഈസ് അണ്ടർ ദ ഡയറക്റ്റ് സൂപ്പർവിഷൻ. പിന്നെയും ഹെൽഡ് റെസ്പോൺസിബിലിറ്റി ഫോർ ഡേ ടു ഡേ മാനേജ്മെന്റ്. ദെൻ സെൽ സിമിലർ റേഞ്ച് ഓഫ് കമ്മ്യൂണിറ്റി. ദെൻ പ്രൈസ് എന്താണ്? സെയിം ആയിരിക്കും. ദെൻ സെൻട്രൽ മാനേജ്മെന്റ് ആണ് പർച്ചേസിംഗ് പ്രൈസിംഗ് ഒക്കെ ചെയ്യുന്നത്. എയിം ടു എലിമിനേറ്റ് മിഡിൽ മാൻ. ദെൻ വർക്ക് ഓൺ ദ ബേസിസ് ഓഫ് ക്യാഷ് ആൻഡ് ക്യാരി. പറഞ്ഞിട്ടുണ്ടല്ലോ, ഫീച്ചേഴ്സും കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പഠിച്ചോളുക, ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ അഡ്വാൻറ്റേജും ലിമിറ്റേഷൻസും ഓർത്ത് വെച്ചോളുക. യെസ്, എന്താണ്? എക്കണോമി ഓഫ് സ്കെയില്. യെസ്, എന്താണ്? എലിമിനേഷൻ ഓഫ് മിഡിൽ മാൻ, നോ ബാഡ് ഡെപ്റ്റ്, ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ്, ലോ കോസ്റ്റ് ആൻഡ് ഫ്ലെക്സിബിലിറ്റി. ലിമിറ്റേഷൻസ് എന്തൊക്കെയാ? ലിമിറ്റഡ് സെലക്ഷൻ ഓഫ് ഗുഡ്സ്, ലാക്ക് ഓഫ് ഇനീഷ്യേറ്റീവ്, ലാക്ക് ഓഫ് പേഴ്സണൽ ടച്ച് ആൻഡ് ഡിഫിക്കൽട്ടി ടു ചേഞ്ച് ഇൻ ഡിമാൻഡ്. ഓക്കെ, പറഞ്ഞിട്ടുണ്ട് നമ്മൾ. ഓർത്തോളുക, ഇതൊക്കെ പഠിക്കണം. ഓക്കെ അഭിനന്ദ്. ഓക്കെ, അക്കൗണ്ടൻസി സെറ്റായി. താങ്ക് യു. ഓക്കെ, സെറ്റ്, റെഡി. ദെൻ സൂപ്പർ മാർക്കറ്റ് ഓൾസോ നോൺ ആസ്. പറഞ്ഞേ, സൂപ്പർ മാർക്കറ്റ് ഓൾസോ നോൺ ആസ്. ഇതിൽ ഏതാണ്? സൂപ്പർ മാർക്കറ്റിനെ മറ്റൊരു പേരോടെ പറയും. ഏതാണ്? യെസ്, ഒറ്റ പേരിൽ നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാവും. ഏതാണ്? സിംഗിൾ ലൈൻ സ്റ്റോഴ്സ് ആണോ അല്ലെങ്കിൽ സെൽഫ് സർവീസ് സ്റ്റോഴ്സ് ആണോ? സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇതിലേതാണ്? യെസ്, ബി ആണ്. കറക്റ്റ്. ഏതാണ്?
സെൽഫ് സർവീസ് സ്റ്റോഴ്സുകളാണ്, മറന്നു പോകാൻ പാടില്ല കേട്ടോ. യെസ്, എവറിത്തിങ് അണ്ടർ വൺ റൂഫ്, ഐഡന്റിഫൈ ദ ബിസിനസ് ഓർഗനൈസേഷൻ മെൻഷൻഡ് ഹിയർ. യെസ്, റൈറ്റ് എനി 4 ഫീച്ചേഴ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. പറഞ്ഞേ, എവറിത്തിങ് അണ്ടർ വൺ റൂഫ് അല്ലെ, എവറിത്തിങ് അണ്ടർ വൺ റൂഫ് ഏതാണിത്? എവറിത്തിങ് അണ്ടർ വൺ റൂഫ് ഏതാണ്? എവറിത്തിങ് അണ്ടർ വൺ റൂഫ് പറ. എവറിത്തിങ് അണ്ടർ വൺ റൂഫ്, എവറിത്തിങ് അണ്ടർ വൺ റൂഫ്. യെസ്, നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാവും. യെസ്. സൂപ്പർ മാർക്കറ്റും വന്നു, ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സും വന്നു അല്ലെ, കൺഫ്യൂഷൻ വേണ്ട, ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സ് ആണ്. സൂപ്പർ മാർക്കറ്റും എവറിത്തിങ് അണ്ടർ വൺ റൂഫ് തന്നെയാണ്. പക്ഷെ അവിടെ കൊടുക്കുകയാണെങ്കിൽ ഒരു കാര്യം നിങ്ങളോട് സെപ്പറേറ്റ് പറയും, എന്താ? സെൽഫ് സർവീസ് എന്ന് പറയും. ഇത് സെൽഫ് സർവീസ് എന്ന് കൂടെ പറഞ്ഞു കഴിഞ്ഞാലേ നിങ്ങൾ സൂപ്പർ മാർക്കറ്റിന് എടുക്കേണ്ടതുള്ളൂ കേട്ടോ. അല്ലാതെ അതെന്താണ് ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സ് ആണ്. ലാർജ് സ്കെയിൽ എസ്റ്റാബ്ലിഷ്മെന്റ് ദാറ്റ് ഓഫർ wide range of product organized into specialized department. The structure aim to satisfy diverse customers need under one roof. അറിയാലോ, വലിയ സെറ്റപ്പിൽ എല്ലാത്തിനും അതിൻ്റെതായ ഡിപ്പാർട്ട്മെന്റ് സെറ്റ് ചെയ്ത് വെക്കുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ട്. റെഡി? അപ്പോൾ ഓർത്തോടുക, ഇതിന്റെ അഡ്വാൻറ്റേജും ലിമിറ്റേഷൻസും പഠിച്ചോളാം. അട്രാക്ട് ലാർജ് സ്കെയിൽ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ്, യെസ്, കൺവീനിയൻസ് ഇൻ ബൈയിങ്, എക്കണോമി ഓഫ് ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ, പ്രൊമോഷൻ ഓഫ് സ്കെയിൽ. Okay, then limitations in the lack of personnel, high operating cost, high possibility of loss and yes, inconvenient location. നമുക്ക് ഇവിടെ ഒന്നും പോയി വാങ്ങാൻ പറ്റില്ല. ഓക്കെ. അപ്പം ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സ് ഒന്നും പഠിക്കാതെ ആരും പോവേണ്ട, ഓർത്തോടുക. റെഡി? യെസ്. അങ്ങനെയെങ്കിൽ മെൻഷൻ എനി 2 kind of itinerant retailers. itinerant traders കുറച്ച് പേര് പറഞ്ഞേ. ഏതൊക്കെയാ ഇറ്റിനറന്റ് ട്രേഡേഴ്സിന്റെ പേര്? അറിയാലോ, ചീപ്പ് ജാക്സ് നമുക്ക് എക്സാമ്പിൾ പറയാം അല്ലെ, ചീപ്പ് ജാക്സ് പറയാം, പിന്നെയോ ചീപ്പ് ജാക്സ് പറയാം, മാർക്കറ്റ് ട്രേഡേഴ്സ് പറയാം അല്ലെ, ഹോക്കേഴ്സ് ആൻഡ് പെഡ്ലേഴ്സ് പറയാം. ഏതെങ്കിലും 2 എഴുതൂ, 2 മാർക്കിനൊക്കെ ചോദിക്കേ, ഓർത്ത് വെച്ചോളുക. Gamma traders get the order through post and they deliver the product through mail. Identify the form of retail outlet mentioned here and also state any advantage of it. ഓക്കെ, അറിയാലോ ഇവിടെ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത്? മെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അറിയാം ഏതാണ്? മെയിൽ ഓർഡർ ആണ് അല്ലെ. അപ്പം മെയിൽ ഓർഡറിന്റെ എന്താണ്? മെയിൽ ഓർഡർ ഹൗസസ് ആർ റീറ്റെയിൽഡ് ദാറ്റ് സെൽ ഗുഡ്സ് ത്രൂ ദ മെയിൽ. ദർ ഹാസ് നോ ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് അല്ലെ. നമ്മൾ ഓർഡർ കൊടുക്കുന്നതിലൂടെ അല്ലെ, നമുക്ക് എന്താ, നമ്മുടെ പല മാഗസിൻസിലൂടെയും സർക്കുലറിലൂടെയും ഒക്കെയാണ് നമ്മൾ എന്താ ഇവരുടെ അഡ്വർടൈസ്മെന്റ് കാണുക, അവരിലൂടെ നമ്മൾ എന്താ ഓർഡർ കൊടുക്കുന്നു. ഓക്കെ, അപ്പം ഇതിന്റെ അഡ്വാൻറ്റേജും അതുപോലെ തന്നെ ലിമിറ്റേഷൻസും ഓർത്ത് വെച്ചോളുക. അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ക്യാപിറ്റൽ കുറച്ച് മതി അല്ലെ, മിഡിൽ മാൻമാരുണ്ടാവില്ല, പിന്നെയോ ബാഡ് ഡെപ്റ്റ് ഇല്ല, പിന്നെയോ വൈഡ് റീച്ച് ആണ്, അതുപോലെ തന്നെ കൺവീനിയന്റ് ആണ്. പക്ഷേ ലിമിറ്റേഷൻസിൽ എന്തൊക്കെയുണ്ട്? ലാക്ക് ഓഫ് പേഴ്സണൽ കോണ്ടാക്ട്, ഹൈ പ്രൊമോഷൻ കോസ്റ്റ്, ആഫ്റ്റർ സെയിൽ സർവീസ് ഉണ്ടാവില്ല അല്ലെ, ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഉണ്ടാവില്ല, ഡിലേ ഇൻ ഡെലിവറി ആണ്, പിന്നെ പോസിബിലിറ്റി ഓഫ് അബ്യൂസസ് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇതൊക്കെ പഠിച്ചിട്ട് പോയിക്കോളുക. അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് 1 second, ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞു ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സ് നോക്കണേ. ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സ് നല്ല രീതിക്ക് പഠിച്ചോളുക. ഓക്കെ, ഫീച്ചേഴ്സ്, മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്, പിന്നെ ഇപ്പൊ പറഞ്ഞിട്ടുള്ള മെയിൽ ഓർഡർ. ഓക്കെ, മെയിൽ ഓർഡർ പഠിച്ചോളുക. സൂപ്പർ മാർക്കറ്റ് നോക്കിക്കോളുക. ഓക്കെ, സൂപ്പർ മാർക്കറ്റ് നോക്കിക്കോളുക. പിന്നെ നമ്മുടെ ചെയിൻ സ്റ്റോർ നോക്കിക്കോളുക. ഓക്കെ, ചെയിൻ സ്റ്റോർ ഇമ്പോർട്ടൻ്റ് ആണ്. റെഡി? പിന്നെ 2-3 മാർക്കിന്, 2 മാർക്ക് 3 മാർക്കിനൊക്കെ നിങ്ങൾക്ക് റീറ്റെയിലേഴ്സിന്റെ ടൈപ്സ് കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, റീറ്റെയിലേഴ്സിന്റെ ടൈപ്സ് കാര്യങ്ങളൊക്കെ ചോദിക്കും. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ ചീപ്പ് ജാക്സ്, അതുപോലെ തന്നെ എന്താണ് ഇപ്പം മാർക്കറ്റ് ട്രേഡേഴ്സ്, പേയ്മെന്റ്, അങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കും. 2-3 മാർക്കിനും പോയിന്റ് ഓർത്ത് വയ്ക്കുക. ദെൻ ലാസ്റ്റ് ഹോൾസെയിലേഴ്സ്, അതുപോലെ തന്നെ റീറ്റെയിലേഴ്സ്, സർവീസ്. ഓക്കെ, അതിൻ്റെ വരെ സർവീസ് പഠിച്ചു വെക്കണം. ഓക്കെ, റെഡി? അപ്പം ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ളത്, ചാപ്റ്റർ വൈസ് കാര്യങ്ങൾ. അപ്പം വൃത്തിക്ക് പഠിച്ചോളുക, നല്ല രീതിക്ക് പഠിക്കുക. നാളെ കൃത്യം 6 മണിക്ക് എല്ലാവരും ലൈവിൽ ജോയിൻ ചെയ്യുക. ഈ ചാപ്റ്ററുകളൊക്കെ നമ്മൾ
ഷോർട്ട് നോട്ട്, പോയിന്റ് നോട്ട് വെച്ചുകൊണ്ട്, ഷോർട്ട് അല്ല പോയിന്റ് നോട്ട് വെച്ചുകൊണ്ട് നമ്മൾ കംപ്ലീറ്റ് റിവൈസ് ചെയ്യും കംപ്ലീറ്റ് ചാപ്റ്റർ. അപ്പം നാളെ കൃത്യം 6 മണിക്ക് എല്ലാവരും ലൈവിൽ ജോയിൻ ചെയ്യാം. ഈ ചാപ്റ്ററിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനിൽ വരുന്ന പോയിന്റുകൾ പഠിക്കാതെ നാളെ ആരും പോകണ്ട. ഈ കാര്യങ്ങൾ മാത്രം നോട്ട് ചെയ്ത് വെച്ചിട്ട് ഇരുന്ന് പഠിച്ചോളുക. ഈ രാത്രി നന്നായിട്ട് നിങ്ങൾക്ക് നാളെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഒരു ഡൗട്ടും വേണ്ട കാര്യത്തിൽ. ഓക്കെ അല്ലേ? റെഡി? യെസ്. അങ്ങനെയെങ്കിൽ ടാറ്റ ബൈ ബൈ. നാളെ അക്കൗണ്ടൻസി തൂക്കി സാർ, സെറ്റഡ് പൊളി. ഓക്കെ റെഡി? അതുപോലെ എക്കണോമിക്സും തൂക്കണം, ബിസിനസ് സ്റ്റഡീസ് എല്ലാ സബ്ജക്റ്റും നമുക്ക് തൂക്കണം. അപ്പം നന്നായിട്ട് ഇരുന്ന് പഠിക്കുക. ഓക്കെ അല്ലേ? യെസ്. ലൈവ് നോട്ട് കമ്മ്യൂണിറ്റിയിൽ അവൈലബിൾ അല്ല. കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല. ഡിസ്ക്രിപ്ഷനിൽ വരും. ഓക്കെ, ഈ ലൈവിന്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ആഡ് ചെയ്യും നോട്ട്. യെസ്, അപ്പം അതെടുക്കുക. ഓക്കെ മക്കളെ, അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കുക. ബായ്. നാളെ 6 മണിക്ക് ബൂസ്റ്ററിൽ ജോയിൻ ചെയ്യുക എല്ലാവരും. ബൂസ്റ്ററിൽ നമ്മൾ സെറ്റ് ആക്കും. ബൂസ്റ്റർ വരാം. ഓക്കെ, ബൈ.